സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എന്തെല്ലാം കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? കൂട്ടുകാരെ, 2025 നിങ്ങൾ എഴുതാൻ പോകുന്ന PSC പരീക്ഷയ്ക്ക് ആവശ്യമുള്ള കറണ്ട് അഫയേഴ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട മുഴുവൻ കറണ്ട് അഫയേഴ്സും 2025 നമ്മൾ ഒരു വീഡിയോ ക്ലാസ് ആയിട്ട് നൽകുകയാണ്. 250 പരം പേജുകളാണ് ഈ ക്ലാസ്സിലുള്ളത്. മുഴുവൻ ക്ലാസ്സും കൂട്ടുകാർ കണ്ടാൽ നിങ്ങൾ എഴുതാൻ പോകുന്ന 10th ലെവൽ സെക്രട്ടേറിയറ്റ് OA ഉൾപ്പെടെയുള്ള പരീക്ഷ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. പോലീസ്, ഫയർമാൻ പോലുള്ള പരീക്ഷകൾക്കും. അപ്പോൾ കൂട്ടുകാർ എല്ലാവരും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ കൊടുക്കുക. ഈ ഒരു ഒറ്റ വീഡിയോ നിങ്ങൾ ഒഴിവ് സമയം കിട്ടുമ്പോഴൊക്കെ റെക്കോർഡ് പോലെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും 20 മാർക്കും കിട്ടും. PSC ബുള്ളറ്റിൻ, ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ, മറ്റെല്ലാ സ്ഥലങ്ങളിൽ നിന്നും എടുത്ത കറണ്ട് അഫയേഴ്സ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. കൂട്ടുകാർ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കണം. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, എല്ലാം പഠിക്കണം കേട്ടോ. നോക്കൂ ചങ്ങാതിമാരെ, ചോദ്യം ഇതാണ്: പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണത്തിലും വിതരണ ശൃംഖലയിലും ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണത്തിലും വിതരണ ശൃംഖലയിലും ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം 2025 ഫെബ്രുവരി മാസത്തിലുള്ളതാണ്. ഇന്തോനേഷ്യയാണ്. പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണത്തിലും വിതരണ ശൃംഖലയിലും ഇന്ത്യയുമായി സഹകരിക്കാൻ വേണ്ടി 2025 തീരുമാനിച്ച രാജ്യം ഇന്തോനേഷ്യയാണ്. കാരണം ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ വന്നിരുന്നു, മുഖ്യ അതിഥിയായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആരാണ്? ഒന്ന് കമന്റ് ചെയ്തേ. പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണത്തിനായുള്ള പദ്ധതി ഏതാണ്? ഗ്രീൻ ദി ഗ്യാപ്പ്. പാലക്കാട് ചുരം എന്ന് പറഞ്ഞ ഒരു ഗ്യാപ്പാണ്, പാലക്കാടൻ ഗ്യാപ്പ്, വിടവ്. അപ്പൊ പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണത്തിനായുള്ള പദ്ധതിയാണ് ഗ്രീൻ ദി ഗ്യാപ്പ്. പഠിച്ചോ? 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം വിജയിയായത് ആരാണ്? 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം വിജയിയായത് മാഡിസൺ കീസ് ആണ്. ഓസിന് കിട്ടിയ സമയത്ത് നോക്കൂ, ഒരു ചെറിയ കീസ് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നു ആലോചിക്കട്ടോ. ഓസിന് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ നമ്മളിത് പല രൂപത്തിൽ കോഡാക്കി പഠിക്കാം. മാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആനക്ക് പ്രാന്തളകി എന്നൊക്കെ ടെലഗ്രാമിൽ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആലോചിക്കാം. ഓസ്ട്രേലിയയില് ആനക്ക്, യാനിക്ക് എന്നുള്ളത് ആനക്ക് എന്നാക്കണം കേട്ടോ. യാനിക് സിന്നർ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾ മറ്റൊരു പോയിന്റ് പഠിച്ചിരുന്നു. എന്താണ് കൂട്ടുകാരെ? ഉത്തേജക മരുന്ന് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 മാസം ഈ പറയുന്ന വിലക്ക് നേരിടുന്ന ലോകത്തിലെ നമ്പർ 1 താരമാണ് ഇറ്റലിക്കാരനായിട്ടുള്ള യാനിക് സിന്നർ. ഉത്തേജക മരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിച്ചതിന്റെ ഭാഗമായിട്ട് 3 മാസം വിലക്ക്. ആ യാനിക് സിന്നർ ചില്ലറക്കാരനല്ല. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ, എന്താണ് മക്കളെ? 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വിജയി പുരുഷ വിഭാഗം യാനിക് സിന്നർ ആണ്. ഇറ്റലിക്കാരനാണ്, യാനിക് സിന്നർ ആണ്. അവിടെ വനിതാ വിഭാഗത്തിൽ അമേരിക്കക്കാരിയാണ്, മാഡിസൺ കീസ് ആണ്. ജെയിംസ് മാഡിസൺ ഒക്കെ നിങ്ങൾക്കറിയാം, അമേരിക്കയാണ്. അപ്പൊ മാഡിസൺ കീസ് എന്നൊക്കെ അറബിയിൽ പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു കവർ എന്നൊക്കെ പറയാം. കീസ് എന്ന് അറബി വാക്കാണ് അല്ലെ. അപ്പൊ എന്താ പറയാ, ഒരു ചിന്ന കീസ് എന്ന് ആലോചിച്ച് നോക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന ഓസ്ട്രേലിയയിൽ ആനക്കെല്ലാം മാഡാണ്, ഭ്രാന്തളകിന്നോ മാഡ് ആന ഓസ്ട്രേലിയ. നിങ്ങൾ എങ്ങനെ പഠിച്ചാലും കുഴപ്പമില്ല, ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം വിജയി മാഡിസൺ കീസ് ആണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് യാനിക് സിന്നർ ആണ്. സെറ്റാണോ? നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ. സമ്മാൻ സഞ്ജീവനി ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാന സർക്കാർ ഏതാണ്? സമ്മാൻ സഞ്ജീവനി, സമ്മാനം സഞ്ജീവനി എന്നൊക്കെ ആലോചിച്ച് വെക്കട്ടോ. എന്താണ് സമ്മാൻ സഞ്ജീവനി? മൃതസഞ്ജീവനി എന്തുമായി ബന്ധപ്പെട്ടായിരുന്നു? മൃതസഞ്ജീവനി നമ്മുടെ അവയവ മാറ്റവുമായി ബന്ധപ്പെട്ടല്ലേ മൃതസഞ്ജീവനി ചോദിക്കും. അങ്ങനെയാണെങ്കിൽ സമ്മാൻ സഞ്ജീവനി ആപ്പ് നമ്മുടെ ഹരിയാന സർക്കാരാണ്. മക്കളെ, ഹരിയാന സർക്കാർ എന്ന് പറഞ്ഞ സമയത്ത് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. കേരളത്തിൽ ഒരു ആപ്പ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന പുതിയ സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോകത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്പ് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. ഏതായിരുന്നു അത്? ആക്രി ആപ്പാണ്. എന്താണ്? ആക്രി ആപ്പ്. ഓർമ്മയില്ല നിങ്ങൾക്ക്? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 കുറയ്ക്കുന്ന ഭേദഗതിക്ക് പാർലമെന്റ് അംഗീകാരം നൽകിയ രാജ്യം ഏതാണ്? പെൺകുട്ടികളുടെ വിവാഹപ്രായം മക്കളെ 9. കേൾക്കുന്നവർ ഇങ്ങനെ ചിന്തിക്കില്ലേ? പെൺകുട്ടികളെ, ഇത് കാണുന്ന പെൺകുട്ടികളൊന്ന് കമന്റ് ചെയ്തേ. 9 വിവാഹപ്രായം. ഇവിടെ 18, 25 ആയിട്ട് തന്നെ കഷ്ടപ്പാട്, ദുരിതമാണ്. ഇനി പെൺകുട്ടിയുടെ വിവാഹപ്രായം 9 ഏതാണ് ആ രാജ്യം? ഇറാഖ് ആണല്ലേ. അവിടുത്തെ സ്ഥിതി നമുക്കറിയാം. അപ്പൊ ഇറാഖ് എന്ന് പറയുന്ന രാജ്യം, നോട്ട് ഇറാൻ, തെറ്റിക്കരുതേ. പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 കുറയ്ക്കുന്ന ഭേദഗതിക്ക് പാർലമെന്റ് അംഗീകാരം നൽകിയ രാജ്യം ഇറാഖാണ്. സദ്ദാം ഹുസൈന്റെ ഒക്കെ നാടിലടാ ഇറാഖ് അല്ലെ.
2024 ICC 2020 ക്രിക്കറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കിയത് ആരാണ്? കിടിലൻ ചോദ്യമാണ്. 2024 ICCയുടെ 2020 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടിയത് പുരുഷനാണ്. ആരാണ്? ICCയുടെ 2020 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ. മക്കളെ പഠിച്ചു വെച്ചേക്കുക, അർഷ്ദീപ് സിംഗ് ആണ്. അർഷ്ദീപ് സിംഗ് ആണ് നമ്മുടെ ചെക്കൻ. ഇതാ നോക്കൂ, അർഷ്ദീപ് സിംഗ് ICC 2020 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കിയത് അർഷ്ദീപ് സിംഗ് ആണ്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ അഥവാ ICC അവരുടെ മികച്ച ടെസ്റ്റ് ക്രിക്കറ്റർ രണ്ടും ഇന്ത്യയിലേക്കാണ്. 2020 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അർഷ്ദീപ് ആണെങ്കിൽ ടെസ്റ്റിൽ വരുന്നു ജസ്പ്രീത് ബുംറ. മക്കളെ പഠിച്ചു വെച്ചേ ടെസ്റ്റ് അല്ലെ. ടെസ്റ്റ് എന്ന് കേട്ടാൽ നിങ്ങൾക്ക് അറിയാലോ, ആ വെള്ള കളറുള്ള യൂണിഫോം ഇട്ടുള്ള കളി അല്ലെ. അപ്പൊ ടെസ്റ്റ് ക്രിക്കറ്റിൽ ജസ്പ്രീത് ബുംറ. അങ്ങനെയാണെങ്കിൽ ICC 2020 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടിയത് 2020 അർഷ്ദീപ് സിംഗ് ആണ്. അർഷ്ദീപ് സിംഗ് 2020 ടെസ്റ്റ് ജസ്പ്രീത് ബുംറ. ഉറപ്പിച്ച് പഠിച്ചോളുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, 2024 മികച്ച വനിതാ ഏകദിന ക്രിക്കറ്റർ ആരാണ്? വനിതകളുടെ ഏകദിന ക്രിക്കറ്റർ മികച്ചത്. അവിടെ പുരുഷന്മാരുടെ 2020 അർഷ്ദീപ് സിംഗും പുരുഷന്മാരുടെ ടെസ്റ്റ് ജസ്പ്രീത് ബുംറയും പറഞ്ഞാൽ വനിതകളിലേക്ക് വരുമ്പോൾ സ്മൃതി മന്ദാന. 3 പേര് നോട്ട് ചെയ്ത് വെച്ചോളൂ, പരീക്ഷയ്ക്ക് ഷുവർ ആയിട്ട് ചോദ്യം ഉണ്ടാവും. റാംസർ കൺവെൻഷന്റെ കീഴിൽ തണ്ണീർത്തട നഗരങ്ങൾ എന്ന പേരിൽ അന്താരാഷ്ട്ര അംഗീകാരം നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ 2 നഗരങ്ങൾ. യൂട്യൂബിനകത്ത് ഞാനിത് പോസ്റ്റ് ചെയ്തിരുന്നു. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടോ? രാജസ്ഥാനിലെ ഉദയ്പൂര്, ഇൻഡോറ്. നോക്കൂ, ഇൻഡോർ എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള നഗരമല്ലേ മധ്യപ്രദേശിലെ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, തണ്ണി അല്ലെ. നമ്മൾ രാവിലെ ഉദയത്തിൽ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് മക്കളെ 1 ഗ്ലാസ് തണ്ണി അങ്ങോട്ട് കുടിക്കണം. തണ്ണി മീൻസ് വെള്ളം കുടിക്കണം കേട്ടോടാവേ. റാംസർ കൺവെൻഷന്റെ കീഴിൽ തണ്ണീർത്തട നഗരങ്ങൾ എന്ന പേരിൽ അന്താരാഷ്ട്ര അംഗീകാരം നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ 2 നഗരങ്ങൾ ചോദിച്ചാൽ മധ്യപ്രദേശിലെ ഇൻഡോറും രാജസ്ഥാനിലെ ഉദയ്പൂരും. നിങ്ങൾ എങ്ങനെ പഠിക്കും? രാവിലെ എണീക്കുക അല്ലെ. ഉദിച്ചു വരുന്ന ഉദയസൂര്യനെ കാണുന്ന സമയത്ത് നിങ്ങൾ ഇൻഡോറിൽ ഇരുന്നു കൊണ്ട് തണ്ണി കുടിക്കണം കേട്ടോ. 2 തടം തണ്ണി എന്നാലേക്ക്. തണ്ണീർത്തട നഗരങ്ങൾ ഉദയ്പൂർ, ഇൻഡോർ. സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ ആവശ്യമുള്ള എല്ലാ വീടുകളിലും വാട്ടർ അതോറിറ്റി കുടിവെള്ള ടാപ്പ് കണക്ഷൻ ഉള്ള സംസ്ഥാനത്തെ ആദ്യത്തെ നഗരസഭ. ഇങ്ങനെ പരന്ന് നിൽക്കുകയാണ്. എല്ലാ വീട്ടിലും വെള്ളം കണ്ടില്ലേ? പരന്ന് നിൽക്കുകയാണെന്ന് ആലോചിക്കുക. പരവൂറാണ് അല്ലടവേ. ആവശ്യമുള്ള എല്ലാ വീടുകളിലും വാട്ടർ അതോറിറ്റി കുടിവെള്ള ടാപ്പ് കണക്ഷൻ ഉള്ള സംസ്ഥാനത്തെ ആദ്യത്തെ നഗരസഭ പരവൂറാണ്. എവിടെയാണ്? പരവൂറാണ്. ആവശ്യമുള്ള എല്ലാ വീടുകളിലും വാട്ടർ അതോറിറ്റി കുടിവെള്ള ടാപ്പ് കണക്ഷനുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ നഗരസഭ പരവൂർ. എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പവർ എന്ന ഓർമ്മക്കുറിപ്പ് എഴുതിയത് ആരാണ്? എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പവർ ജസീന്ത ആർഡൻ ആണ് അല്ലെ. നോക്കൂ, നമുക്കറിയാം ന്യൂസിലാൻഡിന്റെ മുൻ ഭരണാധികാരിയായിരുന്നു അല്ലെ ജസീന്ത. അപ്പൊ ജസീന്ത ആർഡൻ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ഇപ്പൊ നിലവിലുള്ള വനിതകളിൽ ശക്തരായ ഒരു വനിതയാണ്. എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പവർ എന്ന ഓർമ്മക്കുറിപ്പ് എന്ന പുസ്തകം ന്യൂസിലാൻഡിന്റെ മുൻ പ്രധാനമന്ത്രി ജസീന്ത ആർഡൻ. പഠിച്ചോ? കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് ക്ഷേമനിധി ബോർഡിന്റെ ഇടപാടുകാരെ സഹായിക്കാൻ തയ്യാറാക്കിയ AI റിസപ്ഷനിസ്റ്റ്. നല്ല സുന്ദരിയാണ് അവൾ അല്ലെ. എല്ലാവരെയും കൊല്ലുന്ന ചില വണ്ടി ഓടിക്കൽ വിദഗ്ധന്മാരെ നമ്മുടെ റോഡിലുണ്ട്. അപ്പൊ മോട്ടോർ ട്രാൻസ്പോർട്ട് ക്ഷേമനിധി ബോർഡ് അല്ലെ, ഇപ്പൊ MBDയുടെ ഒക്കെ കീഴിൽ പല തരത്തിലുള്ള നമ്മുടെ പദ്ധതികൾ പഠിക്കാറുണ്ട്. അപ്പൊ നോക്കൂ, ഇടപാടുകാരെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ആരും കൊന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ഷേമനിധി ബോർഡ് എന്തെങ്കിലും പൈസ കിട്ടും. അങ്ങനെ ആലോചിക്കാം. അപ്പൊ കേരളത്തിലെ മോട്ടോർ ട്രാൻസ്പോർട്ട് ക്ഷേമനിധി ബോർഡ് ഇടപാടുകാരെ സഹായിക്കാൻ ഒരു റിസപ്ഷനിസ്റ്റിനെ വെച്ചു. അവള് ആരെയും കൊന്നിട്ടില്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഇടപാട് കിട്ടും മോട്ടോർ വാഹന ട്രാൻസ്പോർട്ട് ക്ഷേമനിധി ബോർഡ് കേട്ടോ. അപ്പൊ എന്താണത്? കെല്ലിയാണ്. ആരാണ്? കെല്ലി. അതിദരിദ്രരില്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരത്തിനായി കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കുന്ന സമഗ്ര പദ്ധതി ഏതാണ്? വെരി ഗുഡ്. ഏതാണ്? ആലോചിച്ച് നോക്കിയേ. സമന്വയ. ഇത് ഓൾറെഡി മറ്റൊരു പദ്ധതി ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഡൗട്ട് ആവാൻ പാടില്ല. സമന്വയ എന്ന പദ്ധതി അതിദരിദ്രരില്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരത്തിനായി കോഴിക്കോട് കോർപ്പറേഷൻ സമഗ്ര പദ്ധതിയാണ്. സമന്വയം, എല്ലാവരെയും സമന്വയിപ്പിക്കുക.
അതിദരിദ്രം ഇല്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരത്തിന് വേണ്ടി കോഴിക്കോട് സമന്വയ. നല്ലൊരു ക്വസ്റ്റ്യൻ പിടിച്ചേ മക്കളെ. ആത്മാവിന്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെന്ററി ആരുടേതാണ്? ആത്മാവിന്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ വേണു നായരാണ്. ആ പേരൊക്കെ ഒരു പക്ഷെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, റയർ പോയിന്റ് ആയിരിക്കാം, പഠിച്ചു വെച്ചേക്കണം. ആത്മാവിന്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ വേണു നായരുടെ ഡോക്യുമെന്ററിയാണ്. വേണു നായർ, ആത്മാവിന്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം എല്ലാവർക്കും അറിയാം, മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്, രണ്ടാം സ്ഥാനത്ത് കർണാടകയാണ്. എന്നാൽ പ്രാദേശിക തലത്തിൽ സഹകരണ സംഘങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികളുടെ വിജയ സാധ്യത പരിശോധിക്കാനായി സഹകരണ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, യൂട്യൂബ് ക്ലാസ്സിൽ പ്രൊജക്ട് ക്രഷ് ആണ് അല്ലെ. ഇതൊരു ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പ്രാദേശിക തലത്തിൽ ചില ആളുകളോട് ക്രഷ് തോന്നും, സഹകരണ സംഘം സഹകരിക്കും എന്നൊക്കെ ചോദിക്കും, പക്ഷെ ചിലപ്പോൾ വിജയിച്ചോളില്ല. ക്രഷ് എല്ലാവരോടും തോന്നും, അതിൽ ഏതെങ്കിലുമൊക്കെ വിജയിക്കും. അപ്പൊ പ്രാദേശിക തലത്തിൽ സഹകരണ സംഘങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികളുടെ വിജയ സാധ്യത പരിശോധിക്കാനായി സഹകരണ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്ട് ക്രഷ്. ഒരു കിടിലൻ പോയിന്റ്. നാഗോബ ജാത്തര, നഗോബ അല്ലെങ്കിൽ നാഗോബ ജാത്തര ഉത്സവം. വെറൈറ്റി ചില ഉത്സവങ്ങളുണ്ട് കേട്ടോ. നമ്മൾ 2025 കറണ്ട് അഫേഴ്സ് പഠിച്ചു തീരുമ്പോഴേക്കും ഒരു 10 വെറൈറ്റി ഉത്സവങ്ങൾ പഠിക്കാനുണ്ട്, ഒക്കെ കിട്ടാത്ത സാധനങ്ങളാണ്. അപ്പൊ നഗോബ ജാതര എന്ന് പറഞ്ഞാൽ ഏത് സംസ്ഥാനത്ത്? തെലുങ്കാനയാണ് മക്കളെ. നഗോബ ജാതര തെലുങ്കാനയിലെ ആഘോഷമാണ്. നഗോബ. എടാ നഗോഡകൾ നിങ്ങൾ SCRT പഠിച്ചിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞേ, നഗോഡകൾ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? നഗോഡകൾ അല്ലേ പഠിച്ചത്? അതെന്തുമായി ബന്ധപ്പെട്ടാണ് നഗോഡകള്? യെസ്, എന്താണെന്ന് കമന്റ് ചെയ്ത് നിങ്ങള്. നഗോബയാണിത്. ഇത് നഗോബ ജാതര ഉത്സവം തെലുങ്കാനയിലാണ്. നഗോബ ജാതര ഉത്സവം തെലുങ്കാന, മറന്നു പോവേണ്ട. വാട്സപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ട സംസ്ഥാനം. വാട്സപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ടത് ആന്ധ്രാപ്രദേശാണ്, കേരളമൊന്നും അല്ല കേട്ടോ. എവിടെയാണ്? വാട്സപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ. കൃത്യമായിട്ട് പഠിച്ച്. നഗോബ ജാതര തെലുങ്കാനയുടെ പേരായിട്ട് കിടക്കുന്ന ആന്ധ്രയിൽ എന്താണ്? അവിടെ നഗോബ ജാതരയൊന്നുമല്ല, വാട്സപ്പിലൂടെ സർക്കാർ സേവനങ്ങൾ നൽകുക കേട്ടോ. വാട്സപ്പിലൂടെ ആന്ധ്രാപ്രദേശ്. ഏറ്റവും കിടലൻ പോയിന്റ്, ISROയുടെ 100ാമത്തെ വിക്ഷേപണ ദൗത്യം എന്നായിരുന്നു ഡേറ്റ്? കൃത്യമായിട്ട് പഠിച്ചാൽ ഒരു മാർക്ക് ഷുവറാണ്. ISROയുടെ 100ാമത്തെ വിക്ഷേപണ ദൗത്യം മറന്നുപോയവരുണ്ടാകും. ഓർത്തെടുത്ത് 2025 ജനുവരി 29. മറന്നു പോയിട്ടുണ്ടാവും, ഡേറ്റ് ഒന്നും അങ്ങനെ ഓർക്കാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾ മനസ്സിരുത്തി പഠിക്കണം. ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹമായ NVS സീരീസിലുള്ള NVS-02 അല്ലെ, NVS-02, NVS-02 അത് വിക്ഷേപിച്ചത് ISROയുടെ ഏത് വാഹനത്തിലാണ്? GSLV F-15. വെരി ഗുഡ്, പഠിച്ചു ഓർമ്മിച്ച് വെച്ചേക്കുക. GSLV F-15 NVS-02 ISROയുടെ വിക്ഷേപണ ദൗത്യത്തിന്റെ മിഷൻ ഡയറക്ടർ ആരെന്ന് ചോദിക്കാം. അതും എല്ലാവർക്കും കിട്ടിക്കോളന്നില്ല, തോമസ് കുര്യനാണ്. ആരാണ് മക്കളെ? തോമസ് കുര്യനാണ്. വേറെ ഒരുപാട് പേരൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇതൊരു പക്ഷെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല. തോമസ് കുര്യൻ ഒന്ന് പഠിച്ചു വെച്ചേ. NVS-02 GSLV F-15 വിക്ഷേപണ ദൗത്യം നടന്ന ഡേറ്റ് 2025 ജനുവരി 29. 2025 ജനുവരി 29. വിക്ഷേപണ ദൗത്യത്തിന്റെ മിഷൻ ഡയറക്ടർ തോമസ് കുര്യൻ. NVS-02 വാഹനം GSLV F-15. F-35 എന്ന യുദ്ധവിമാനം നമ്മൾ വാങ്ങിയത് ഏത് രാജ്യത്തു നിന്നായിരുന്നു? അമേരിക്ക. P-81 എന്ന യുദ്ധവിമാനം നമ്മൾ വാങ്ങിയത് ഏത് രാജ്യത്തായിരുന്നു? P-81 അമേരിക്ക. S-57 SU ഉണ്ട് കേട്ടോ. SU-57 എന്ന വിമാനം നമ്മൾ വാങ്ങിയത് എവിടുന്നായിരുന്നു? റഷ്യ. അങ്ങനെയാണെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കേരളത്തിലെ പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളി അറിയാത്ത ഒരു കുട്ടി പോലും ഈ ക്ലാസ് കാണുന്നുണ്ടാവില്ല അല്ലെ? വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളി നമ്മുടെ സ്വന്തം ജ്യൂസ് കഷായം ഗ്രീഷ്മ സിമുലേറ്റ് ചെയ്ത ചന്ദ്രനിലെ മണ്ണിൽ നിന്നും
അടുത്തിടെ സിലിക്കൺ കാർബൈഡ് വേർതിരിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? സിമുലേറ്റ് ചെയ്ത ചന്ദ്രനിലെ മണ്ണിൽ നിന്നും അടുത്തിടെ സിലിക്കൺ കാർബൈഡ് വേർതിരിച്ചെടുത്ത സ്ഥാപനത്തിന്റെ പേര് IIT മദ്രാസ്. ഈ IIT-ക്കാർക്കൊന്നും വേറൊരു പണിയില്ലേ? എന്തെല്ലാം ചോദ്യങ്ങളാ! IIT ഗുവാഹത്തി, IIT കാൺപൂർ, IIT മദ്രാസ് ഒക്കെ മാറിപ്പോവും. അപ്പൊ ഇതെന്താ മക്കളെ? സിമുലേറ്റ് ചെയ്ത ചന്ദ്രനിലെ മണ്ണിൽ നിന്ന് അടുത്തിടെ സിലിക്കൺ കാർബൈഡ് വേർതിരിച്ചെടുത്ത സ്ഥാപനം IIT മദ്രാസ്. മനസ്സിൽ കേട്ടിക്കേ. ചൈനീസ് ടെക് കമ്പനിയായ ആലിബാബ 41 കള്ളന്മാരാ. ചൈനീസ് ടെക് കമ്പനിയായ ആലിബാബ വികസിപ്പിച്ച പുതിയ AI മോഡൽ ഏതാണ്? AI മോഡൽ ക്വീനാണ്. ആലിബാബയ്ക്ക് 41 കള്ളന്മാരില്ല. ആലിബാബയ്ക്ക് ആരുണ്ട്? ഇതാ രാജകുമാരിയുണ്ട്, ക്വീൻ. 2.5 AI മാക്സ്. എന്ത് രസാ പഠിക്കാൻ, എന്ത് രസാ പഠിക്കാൻ. പല AI നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ നിങ്ങള് ജിബ്ലി ഫോട്ടോസ് ഒക്കെ ഇടുന്ന ഒരു AI ഇല്ലേ? ആ AI കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? എന്താണ് ഈ പറയുന്ന ഗ്രോക്ക് 3 എന്ന് പഠിച്ച ഓർമ്മയില്ലേ? ഗ്രോക്ക് 3 അതൊരു AI മോഡലാണ്. അപ്പൊ അതുപോലെ ഗ്രോക്ക് 3 ആരുടെ AI മോഡലാണെന്ന് കമന്റ് ചെയ്തേ. ഗ്രോക്ക് 3. അപ്പൊ ചൈനീസ് ടെക് കമ്പനിയായ അലിബാബ വികസിപ്പിച്ച, വെരി ഗുഡ്, ഇലോൺ മസ്കിന്റെ ആണ് അല്ലെ? വെരി ഗുഡ്. XAI-യുടേതാണ്, ഇലോൺ മസ്കിന്റേതാണ്. ഏത്? ഗ്രോക്ക് 3. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആലിബാബ വികസിപ്പിച്ച പുതിയ AI മോഡല് ക്വീൻ 2.5 AI മാക്സ് ആണ്. വേനൽക്കാലത്ത് വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മക്കളെ എന്നടവേ. നമ്മൾ വിചാരിക്കുന്നത് കേൾക്കുമ്പോൾ കാണുമ്പോൾ ഒരു സുഖമല്ല. ഇതൊക്കെ എന്ത് പ്രശ്നമാണ്? കാരണം എന്താ പറയുക? ഓപ്ഷൻ പ്രശ്നമായിരിക്കും. മിഷൻ ഫുഡ് ആണ്, ഫോർ ആൻഡ് വാട്ടർ അല്ല, ഫോഡർ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും അല്ല. ഫുഡർ. നമ്മൾ ഫുഡ് അടിക്കാരി എന്നൊക്കെ പറയില്ലേ? ഭയങ്കര ഫുഡിയാണ് അവളൊക്കെ പറയും. മിഷൻ ഫുഡ്, ഫോഡർ ആൻഡ് വാട്ടർ. കാട്ടിലെ മൃഗങ്ങളായതുകൊണ്ട് ഫുഡ് എന്താണ്? ഫുഡ് കഴിഞ്ഞാൽ പിന്നെ ഫോഡർ ആൻഡ് വാട്ടർ. നോക്കൂ, വേനൽക്കാലത്ത് വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മിഷൻ ഫുഡ്, ഫോഡർ ആൻഡ് വാട്ടർ. 1 മാർക്ക്. കേരളത്തിന്റെ വനം മന്ത്രി ആരാണ്? ഇപ്പോ AK ശശീന്ദ്രനാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം അഥവാ ചോദിച്ചാൽ എഴുതിക്കൊള്ളുക എലത്തൂറാണ്, കോഴിക്കോട് ജില്ലയിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് സ്വന്തം ശരീരത്തിന്മേൽ പൂർണ്ണ അവകാശമുണ്ടെന്നും ഗർഭചിത്രം വേണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരമുണ്ടെന്നും വ്യക്തമാക്കിയ ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. വീണ്ടും മദ്രാസ് ഹൈക്കോടതി. നോക്കൂ എന്താണ് പറഞ്ഞത് മദ്രാസ് ഹൈക്കോടതി? പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് സ്വന്തം ശരീരത്തിന്മേൽ പൂർണ്ണ അവകാശമുണ്ടെന്നും ഗർഭചിത്രം വേണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരമുണ്ടെന്നും വ്യക്തമാക്കിയ ഹൈക്കോടതി. പഠിച്ചു വെച്ചേക്കണം, മദ്രാസ് ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. കാണായ്മ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാണായ്മ എന്ന പുസ്തകം രചിച്ചത്, ഞാറ്റുവേല എന്ന പുസ്തകം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മുൻ ക്ലാസ്സിൽ. ആരാണ് രചിച്ചത്? കമന്റ് ചെയ്തേ. അങ്ങനെയാണെങ്കിൽ കാണായ്മ എന്ന പുസ്തകം, കാണായ്മ PF മാത്യൂസ് ആണ് അല്ലേ? എന്താണ്? മാതാവിന് PF ഒക്കെ കിട്ടപ്പോൾ അത് കാണാണ്ടായി പോകും. അങ്ങനെയാണ് നമ്മുടെ നാട്ടില്. മാതാക്കളെ, ഇപ്പം നിങ്ങൾ കാണുന്ന ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാവും, അവരിൽ പലരും മാതാക്കളായിരിക്കും അല്ലെ? അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മമാര് ഗവൺമെന്റ് സർവീസിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വിരമിക്കുന്ന സമയത്ത് PF ഒക്കെ കിട്ടുന്ന സമയത്ത് ആലോചിച്ചേ, അത് പിന്നെ കാണുക. നല്ല മക്കളുണ്ടെങ്കിൽ കാണൂല. PF കിട്ടിക്കഴിഞ്ഞാൽ മാതാക്കളുടെ PF ഒന്നും കാണൂല, കാണാണ്ടായി പോകും. കാണായ്മ. അപ്പൊ PF മാതാവ് കാണായ്മ, PF മാതാവ് കാണായ്മ, PF മാത്യൂസ് കാണായ്മ. ആലോചിച്ച് വെക്കണം, ഇതൊന്നും അല്ലാണ്ട് കിട്ടൂല. മുഴക്കം എത്രയോ തവണ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. ആരുടെ കൃതിയാണ്? അടിയാള പ്രേതം ആരുടെ കൃതിയാണ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ഒരു മുഴക്കം കേൾക്കുമ്പോൾ നമ്മൾ പ്രേതത്തെ കാണുമോ? എവിടെ പ്രേതമുണ്ടോ? ഇല്ല. പക്ഷെ അമ്മമാര്, നമ്മളെ മാതാക്കൾ നമ്മളോട് പറയും, ഓ ഒരു മുഴക്കം കണ്ടില്ലേ കുഞ്ഞേ, അടിയിന്ന് പ്രേതം വരൂട്ടോ, ഉറങ്ങിക്കോ എന്ന് പറയൂ. അപ്പൊ നമ്മളിങ്ങനെ കണ്ണ് തുറന്ന്, അയ്യോ കാണൂലേ, ഉറങ്ങട്ടെ എന്ന് പറയും. അപ്പൊ മാതാക്കൾ ചെയ്യുന്ന പരിപാടിയാണ് മുഴക്കം. അപ്പൊ എന്ത് പറയും? അടിയിന്ന് പ്രേതം വരും. അപ്പൊ മുഴക്കം, അടിയാള പ്രേതം. പക്ഷെ കാണൂല, കുട്ടികളൊക്കെ പേടിച്ചുറങ്ങും. മാതാക്കൾ ചെയ്യുന്നവർക്ക് നല്ല സന്തോഷം തോന്നും. രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിൽ നിന്ന് തങ്കവീണ സമ്മാനമായി നേടിയ 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത വീണ വിദൂഷിയാണ് ആര്? N ലളിത. ലളിതമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ? നോക്കൂ, N ലളിത രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിൽ നിന്ന് തങ്കവീണ സമ്മാനമായി നേടിയ 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത വീണ വിദൂഷിയാണ് N ലളിത.
അനാഹതം ഹൃദയതാളം അതേ ജീവന സംഗീതനാദം. മുഴക്കവും കാണായ്മയും അടിയാളപ്രേതവും പഠിച്ച നിങ്ങൾ മറ്റൊരു കവിതയുടെ പേരങ്ങ് പഠിച്ചു വെച്ച ഒരു വെറൈറ്റിയാണ്. അനാഹതം ഹൃദയതാളം അതേ ജീവന സംഗീതനാദം. സുരേഷ് ഗോപിന്റെ രീതി പറഞ്ഞല്ല, തൽക്കാലം നിങ്ങൾ ഒരു വെറൈറ്റി പേരല്ലേ, ശ്രീകുമാരൻ തമ്പി സാർ അല്ലെ, ഹൃദയ സരസ് ഹൃദയ താളം എന്നൊക്കെ പറയുമ്പോൾ തമ്പി സാർ നമുക്ക് മനസ്സിലേക്ക് വരും. അപ്പൊ അനാഹതം ഹൃദയതാളം അതേ ജീവന സംഗീതനാദം ശ്രീകുമാരൻ തമ്പിയാണ് അല്ലെ. ചിത്രകാരനും MES സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന, ചിത്രകാരൻ എന്നുള്ളത് തിരുത്തണം, സോറി, ചരിത്രകാരനും MES സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന പ്രൊഫസർ കടവനാട് മുഹമ്മദ്. ഇതൊക്കെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് മക്കളെ. കടവനാട് മുഹമ്മദിന്റെ പേരിലുള്ള പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന തിരുവനന്തപുരംകാരുടെ MP ശശി തരൂർജിയാണ്. ആരാണ്? MES എന്ന് പറയുന്ന മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി അല്ലെ, നമ്മുടെ ഡോക്ടർ ഫസൽ ഗഫൂർ. അപ്പൊ അദ്ദേഹത്തിന്റെയൊക്കെ ആ ഒരു MESന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന, അതിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ചരിത്രകാരനൊക്കെ ആയിരുന്ന കടവനാട് മുഹമ്മദ്. ആ കടവനാട് മുഹമ്മദിന്റെ പേരിലുള്ള ഒരു പുരസ്കാരം കിട്ടുന്നത് നമ്മുടെ MP ശശി തരൂർജിക്കാണ്. ഓർത്ത് വെച്ചേക്കുക. അപ്പൊ N ലളിത രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിൽ നിന്ന് തങ്കവീണ സമ്മാനമായി നേടിയ 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത വീണ വിദുഷിയാണ് ആര്? N ലളിത. മകളെ, അങ്ങനെയാണെങ്കിൽ PJ ആന്റണി സാംസ്കാരിക സമുച്ചയം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന എവിടെയാണ്? PJ ആന്റണി എന്ന് കേട്ടാൽ നിങ്ങളെ മനസ്സിലേക്ക് ഏത് വർഷമാണ് വരിക? ഒന്ന് കമന്റ് ചെയ്തേ പിള്ളേരെ. PJ ആന്റണി അല്ലേ? PJ ആന്റണി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് MT പഠിച്ച നിങ്ങളെ മനസ്സിലേക്ക് 1973 കടന്നു വരും. ഏതാണ് ആ സിനിമ? ആ സിനിമയിൽ ഇങ്ങനെ കോമരമായിക്കൊണ്ട് ആ ഒരു തുള്ളുന്ന നിർമാല്യം. ഒരു പക്ഷേ എമ്പുരാൻ പോലൊരു സിനിമ ഇറങ്ങിയ മലയാളത്തിൽ ഇന്നത്തെ കാലത്ത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നിർമാല്യം പോലൊരു സിനിമ ഒരു പക്ഷേ കേരളത്തിന് തിയേറ്ററിൽ കളിക്കും, തിയേറ്റർ കത്തിച്ചിട്ടുണ്ടാവും. അപ്പോ 1973 നിർമാല്യം എന്ന് പറയുന്ന മഹാനായ MTയുടെ സിനിമ, ആ നിർമാല്യത്തിൽ PJ ആന്റണി അഭിനയിക്കുന്നു അല്ലെ. അവിടെയാണ് ആ സിനിമയ്ക്ക് ഭരത് അവാർഡ് കിട്ടുന്നു. മലയാളത്തിൽ ആദ്യമായിട്ട് ദേശീയ അവാർഡ്, ഭരത് അവാർഡ് നേടിയ നടനാണ് PJ ആന്റണി. PJ ആന്റണിയുടെ സാംസ്കാരിക സമുച്ചയം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കൊച്ചിയിലാണ് ആന്റണികൾ കേട്ടാ. പഠിച്ചു. ഭിന്നശേഷിക്കാർക്ക് ഈന്തപ്പന ഉൽപ്പന്നങ്ങൾ, ചിലർ വിചാരിക്കും തെറ്റാണോ? തെറ്റൊന്നും അല്ല, ശരിയാണ്. ഈന്തപ്പനം അല്ലെ, ആ ഈന്തപ്പനം കരക്ക നിരകൾ നിരയായി ആ ഈന്തപ്പന ഉൽപ്പന്നങ്ങൾ വിറ്റയിച്ച്, ഈത്തപ്പഴമാണോ ഈന്തപ്പനമാണോ? രണ്ടും രണ്ടാണേ. ഇത് ഈന്തപ്പനയാണ്. എന്താണ്? ഈന്തപ്പനയാണ്. ഈത്തപ്പഴം എന്ന് പല PDF-ലും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഭിന്നശേഷിക്കാർക്ക് ഈന്തപ്പന ഉൽപ്പന്നങ്ങൾ വിറ്റയിച്ച് വരുമാനം നേടാനുള്ള അതുല്യമായൊരു സംരംഭം ഈന്തപ്പനയായതുകൊണ്ട് അവർക്കൊരു ഇടമെന്ന് ആലോചിക്കുക. എന്താണ്? ഇനീഷ്യേറ്റീവ് ഓഫ് ഡിഫറന്റ് ഏബിൾസ് മൂവ്മെന്റ് ആണ്. എന്താണ്? ഇനീഷ്യേറ്റീവ് ഓഫ് ഡിഫറന്റ് ഏബിൾഡ് മൂവ്മെന്റ് ആണ്. ഇനീഷ്യേറ്റീവ് ഓഫ് ഡിഫറന്റ് ഏബിൾഡ് മൂവ്മെന്റ് ആണ്. ഇടം അവർക്കൊരു ഇടം. ഭിന്നശേഷിക്കാർക്ക് പല തരത്തിലുള്ള പ്രോജക്റ്റുകൾ ഉണ്ട്. അത്തരത്തിൽ ഭിന്നശേഷിക്കാർക്ക് ഈന്തപ്പന ഉൽപ്പന്നങ്ങൾ വിറ്റയിച്ച് വരുമാനം നേടാനുള്ള അതുല്യമായ സംരംഭമാണ് ഇടം. കേരളത്തിലെ തുറമുഖങ്ങളെ സംബന്ധിച്ച് വിനോദസഞ്ചാര കപ്പൽ സർവീസ് വരുന്നത് എവിടെയാണ്? ഞാൻ സംബന്ധിച്ചെന്നാ പറഞ്ഞത്, സോറി, ബന്ധിപ്പിച്ച്. കേരളത്തിലെ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച്, സ്പീഡ് പറയുമ്പോൾ ചെറിയ ടങ് സ്ലിപ്പ് ഒക്കെ ഉണ്ടാവുകയെ. കേരളത്തിലെ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു വിനോദസഞ്ചാര കപ്പൽ സർവീസ് വരുന്നത് കൊല്ലത്താണ് മക്കളെ. എവിടെയാടാ? കൊല്ലത്താണ് കേട്ടോ. കൊച്ചി ഒന്നും എഴുതരുതേ. അപ്പോ കൊല്ലം വിഴിഞ്ഞം, കൊച്ചി, കൊല്ലം ഓപ്ഷൻ ഉണ്ടാവും. കേരളത്തിലെ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച്. തുറമുഖങ്ങളുടെ ചരിത്രം അല്ലെങ്കിൽ കേരളത്തിന്റെ ചരിത്രം പറയുമ്പോൾ കൊല്ലം ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ആ കൊല്ലം കൊല്ലത്തെ ആദ്യകാലത്ത് എന്തായിരുന്നു വിളിച്ചിരുന്നത്? കൊല്ലത്തെ ആ തുറമുഖത്തെ നോക്കി പല ചരിത്രകാരന്മാരും പല യാത്രികരും വിശേഷിപ്പിച്ചിരുന്നു. അതൊക്കെ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. കേരളത്തിലെ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് വിനോദസഞ്ചാര കപ്പൽ സർവീസ് വരുന്നത് കൊല്ലത്താണ്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തെ ബഡ്സ് കലോത്സവ ജേതാക്കൾ എവിടെ വെച്ചിട്ടാണ് ബഡ്സ് കലോത്സവം നടന്നത്? ഈ കൊല്ലത്ത് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അത് അവിടെ ചേർത്ത് പറഞ്ഞത്. പഠിച്ചു വെച്ചേക്ക്, ഒരു മാർക്ക് കിട്ടും നിങ്ങൾക്ക്. 2025 ബഡ്സ് കലോത്സവം നടന്നത് കൊല്ലമാണ്. കേരളത്തിലെ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് വിനോദസഞ്ചാര കപ്പൽ സർവീസ് തുടങ്ങുന്നത് കൊല്ലത്താണ്. ബഡ്സ് കലോത്സവത്തിൽ വിജയിച്ചത് വയനാടാണ്.
ഓക്കെ, വയനാട് വയനാട് വയനാട്, ഒരു മാർക്ക് കിട്ടണേ. സംസ്ഥാന ബഡ്സ് കലോത്സവ ജേതാക്കൾ ആരാണ് മക്കളെ? വയനാടാണ്. അങ്ങനെയാണെങ്കിൽ പുതുവർഷത്തിൽ ഓൺലൈൻ തട്ടിപ്പ് തടയാൻ 3 പദ്ധതികളാണ് ഈ വർഷം കേരള പോലീസ് അവതരിപ്പിച്ചത് ന്യൂ ഇയറുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഒന്ന് വാട്സപ്പ് ചാറ്റ് ബോട്ട് ആണ്, പോലീസിന്റെ പദ്ധതിയാണ്. കൃത്യമായിട്ട് ഞാൻ ഏതൊക്കെയാണ് വിശദീകരിച്ചു തരാം. മറ്റൊന്ന് അക്കൗണ്ട് സ്കോറിംഗ് ആണ്. അക്കൗണ്ട് സ്കോറിംഗ്, ഒന്ന് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നു, അക്കൗണ്ടുകളെല്ലാം സ്കോർ ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ഡിവൈസ് എല്ലാം വൈറ്റ് ലിസ്റ്റിംഗ് ചെയ്യുന്നു. ഡിവൈസ് വൈറ്റ് ലിസ്റ്റിംഗ് പഠിക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കും, നിങ്ങൾ പഠിച്ചു വെക്കണം. ഇപ്പൊ ചാറ്റ് അല്ലെങ്കിൽ ബോട്ട്, സ്കോറ്, ലിസ്റ്റ് കേട്ടോ. വൈറ്റ് ലിസ്റ്റിംഗ്, ചാറ്റ് ബോട്ട്, അക്കൗണ്ട് സ്കോറിംഗ്, വൈറ്റ് ലിസ്റ്റിംഗ് പഠിച്ചു വെച്ചേക്കണം. പഠിച്ചു വെച്ചേക്കണം എന്തൊക്കെയാണെന്ന് പറയാം. എന്താണ് വാട്സപ്പ് ചാറ്റ് ബോട്ട്? നമ്മൾ ഈ പറയുന്ന പല രീതിയിലുള്ള മെസ്സേജുകൾ, ഈ SMS, മെയില്, പരസ്യങ്ങളൊക്കെ നമ്മുടെ ഫോണിലേക്ക് വരും. അതിലൊക്കെ കയറി, ലിങ്കിലൊക്കെ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പോക്കാണ്. അപ്പൊ അത് അത്തരത്തില് കണ്ടെത്താനുള്ള ഒരു വാട്സപ്പ് ചാറ്റ് ബോട്ട് പോലീസ്, സൈബർ പോലീസ് പുറത്തിറക്കുകയാണ്. അതാണ് വാട്സപ്പ് ചാറ്റ് ബോട്ട്. ഇനി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇത്ര പൈസ നമ്മുടെ അക്കൗണ്ടിൽ വരുന്നു, അപ്പോഴേക്കും എന്താ പറയാ, തട്ടിപ്പുകാർ അത് മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലുമൊക്കെ മെസ്സേജുകൾ വന്നിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഇത്തരം അക്കൗണ്ടുകളിലേക്ക് പണം നമ്മൾ കൊടുക്കുകയും വരുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരാറുണ്ട് അല്ലെ, നമുക്ക് കൃത്യമായിട്ട് വരാറില്ലേ? ഇങ്ങനെയൊന്നും വരാതെ അവിടെ ചില സൈബർ എന്താ പറയാ രീതിയിലുള്ള ഇടപെടൽ നടത്തി നമ്മുടെ പൈസ അപഹരിക്കും. അതിനെയാണ് അക്കൗണ്ട് എന്നുള്ള പേര് ആലോചിക്കുക, അക്കൗണ്ട് സ്കോറിംഗ്. നമുക്ക് സ്കോർ, നമ്മുടെ പൈസ കുറയാണ്ട് ആലോചിക്കും കേട്ടോ. ഇങ്ങനെ നമ്മുടെ പൈസ സ്കോർ ഇങ്ങനെ കൂടുന്നത് കുറയാണ്ട് പോലീസ് സംരക്ഷിക്കുന്നു, അക്കൗണ്ട് സ്കോറിംഗ്. മറ്റേത് ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ ചാറ്റ് ബോട്ട്, വാട്സപ്പിൽ ഒരു ചാറ്റ് ബോട്ട്. കാരണം ഇങ്ങനത്തെ പരസ്യങ്ങള്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, 60,000 കിട്ടാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, 1,00,000 കിട്ടാൻ, അങ്ങനെ ഒന്നും പോയി ക്ലിക്ക് ചെയ്യരുത്. വാട്സപ്പ് ചാറ്റ് ബോട്ട്, അക്കൗണ്ട് സ്കോറിംഗ് അത് പോയി കിട്ടും. പിന്നെ ഡിവൈസ് വൈറ്റ് ലിസ്റ്റിംഗ് ആണ്. ഡിവൈസ് വൈറ്റ് ലിസ്റ്റിംഗ്, നമ്മള് ഇപ്പോ നമ്മുടെ ഡിവൈസിന്റെ പേര് പറയാം, കമ്പ്യൂട്ടർ, മൊബൈല്. ഇപ്പൊ നിങ്ങൾ ഫെഡറൽ ബാങ്ക് അല്ലെങ്കിൽ കനറ ബാങ്കിലേക്ക് നിങ്ങൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ ഫോൺ തന്നെ ഒരുപാട് സെക്യൂരിറ്റി ബാങ്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ സിം ഉള്ള അല്ലെ ഫോൺ, സിം ഊരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ വർക്ക് ആവുമോ? ഇല്ല. നിങ്ങളുടെ അക്കൗണ്ട് വർക്ക് ആവും? ഇല്ല. അങ്ങനെ ഒരുപാട്. പിന്നെ വൈഫൈ നിങ്ങൾ എപ്പം കണക്ട് ചെയ്യുമ്പോൾ വാർണിംഗ് വരും. പലപ്പോഴായിട്ട് എനിക്കൊക്കെ പറ്റാറില്ല, കനറ ബാങ്ക് ഒന്നും പറ്റാറില്ല, വേറെ ബാങ്ക് എനിക്ക് അറിയില്ല. വൈഫൈയിൽ നമ്മൾ കണക്ട് ചെയ്ത് ജോയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം വൈഫൈ സെക്യൂർ അല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഫോൺ ഡാറ്റ, മൊബൈൽ ഡാറ്റ ഉപയോഗിക്കാനാണ് അവർ പറയാ. അപ്പൊ അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ഉപകരണത്തിന്, ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് എന്റെ ഫോണിൽ ഇപ്പം SBIയുടെ അക്കൗണ്ട് ഇപ്പൊ എറണാകുളത്ത്, ഞാനിപ്പോ കോഴിക്കോടുള്ള എറണാകുളത്ത് ആരെങ്കിലും ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ആ സ്പോട്ടിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെയുള്ള എന്ന് വെച്ചാൽ നമ്മളല്ലാതെ ഈ രൂപത്തിലേക്കൊക്കെ പോയി നമ്മുടെ അക്കൗണ്ട് എവിടുന്ന് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അപ്പൊ നമുക്ക് വിവരം തരുന്നു. അങ്ങനെ സൈബർ പോലീസുമായി ഒരു ബന്ധം ഉണ്ടാകും. അതാണ് ഡിവൈസ് വൈറ്റ് ലിസ്റ്റിംഗ്. അവർ കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്യും എന്ന് ആലോചിച്ച് വെക്കുക. ഇതൊക്കെ നടന്നാൽ നമുക്ക് ബെറ്റർ ആയിട്ട് കിട്ടും. അപ്പൊ അതാണ് വാട്സ്ആപ്പ് ചാറ്റ് ബോട്ട്, അക്കൗണ്ട് സ്കോറിംഗ്, ഡിവൈസ് വൈറ്റ് ലിസ്റ്റിംഗ്. മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് നിർമ്മാണ ചുമതല ലഭിച്ചത് ആർക്കാണ്? ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് അതിന്റെ ഉദ്ഘാടനമൊക്കെ നടന്നത്. തറക്കലല്ല കേട്ടോ, ഉദ്ഘാടനമല്ല. അപ്പൊ ഒരു 5-6 മാസം കൊണ്ട് അത് പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഊരാളുങ്കൽ, കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഊരാളുങ്കൽ എന്ന് പറയുന്ന സൊസൈറ്റി അല്ലെ, സഹകരണ മേഖല ഊരാളുങ്കലാണ് അതിന്റെ കംപ്ലീറ്റ് വർക്ക്. ഒരു ടൗൺഷിപ്പ് അവിടെ വരാൻ പോവുകയാണ്. അത് ചുമതല ഏറ്റെടുത്തത് ഊരാളുങ്കലാണ്. അതിന്റെ കൺസൾട്ടൻസി കിഫ്ബി ആണെന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റ്, 2024-25 വിജയ് ഹസാരെ ക്രിക്കറ്റ് ട്രോഫി വിജയിച്ചത്. വിജയ് ഹസാരെ മകളെ, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഇപ്പൊ സന്തോഷ് ട്രോഫി, രഞ്ജി ട്രോഫി, ഇതൊക്കെ നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. സയ്യിദ് മോദി ഇന്റർനാഷണൽ, വിജയ് ഹസാരെ അല്ലെ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ തെറ്റിക്കരുത്. വിജയ് ഹസാരെ, വിജയ് തമിഴ്നാട്ടിലുള്ള, തൽക്കാലം കർണാടകയിലാണ്. വിജയ് എവിടെയാണ്? കർണാടകയിലാണ്. ആലോചിക്കുക, വിജയ് തമിഴാണെങ്കിലും കർണാടക. വിജയ് ഹസാരെ 24-25 വിജയ് ഹസാരെ കർണാടക. ആരെയാണ് തോൽപ്പിച്ചത്? വിദർഭയെ തോൽപ്പിച്ചു. എന്നാൽ നിങ്ങളോട് ചോദിക്കാൻ സാധ്യത ഏറ്റവും കിടുക്കാച്ച ചോദ്യം, 2025 രഞ്ജി ട്രോഫി വിജയിച്ചത് ആരാണ്? 2025 രഞ്ജി ട്രോഫി വിജയിച്ചത് ആരാണ്? ഒരു കിടിലൻ ചോദ്യമാണ്. ഉത്തരം ഇവിടെയുണ്ട്. ഉത്തരം ആരാണ്? അത് വിദർഭയാണ്. പഠിച്ചോ, വളരെ ഇമ്പോർട്ടന്റ്. എന്നാൽ ഫൈനൽ മത്സരമായിരിക്കും നിങ്ങളുടെ എക്സാമിന് ചോദിക്കുക. രഞ്ജി ട്രോഫി ഫൈനലിലെത്തിയ, അല്ലെങ്കിൽ രഞ്ജി ട്രോഫിയിൽ റണ്ണറപ്പ് ആയത് വിദർഭ ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് കേരളത്തെയാണ്. 1 മാർക്ക്. അപ്പൊ രഞ്ജി ട്രോഫി ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നിങ്ങൾ വിജയ് ഹസാരെ പിടിക്കുക.
വിജയ് ഹസാരെ ക്രിക്കറ്റ് ട്രോഫി കിരീടം നേടിയത് കർണാടക കർണാടക കർണാടക. മലയാളിയായ കരുൺ നായർ ടൂർണമെന്റിലെ താരമായി. നോക്കൂ, അവിടെ മലയാളിയായ കരുൺ നായർ ടൂർണമെന്റിലെ എവിടെ? രഞ്ജി ട്രോഫിയിലല്ല, വിജയ് ഹസാരെ ട്രോഫിയിൽ. അപ്പൊ വിജയ് ഹസാരെ ട്രോഫിയിലെ ടൂർണമെന്റിലെ താരം ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിന് വേണ്ടി കളിച്ചല്ലെങ്കിലും കരുൺ നായർ പഠിക്കുക. കർണാടക ജയിച്ചു, കരുൺ നായർ താരമായി. വിജയ് ഹസാരെ. ചൈന ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ച പാകിസ്ഥാന്റെ ആദ്യത്തെ തദ്ദേശീയ ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഉപഗ്രഹത്തിന്റെ പേര്, വെരി ഗുഡ്, ഓർത്തു വെച്ചാൽ ഒരു മാർക്ക് കിട്ടും നിങ്ങൾക്ക്. എന്താണത്? പർസക് E01 ആണ് കേട്ടോ. എന്താണ്? PRSC, പർസക്. ആരാണ്? പർസക്. പാകിസ്ഥാൻ പർസക്. പാകിസ്ഥാൻ E01 ഒക്കെ നമുക്ക് പരിചയം ഉണ്ടാവും അല്ലെ? അപ്പൊ പർസക് ഓടിച്ചു നോക്കി. PRSC, പാകിസ്ഥാൻ PR ആണ് അല്ലെ? PSC എന്നൊക്കെ പറയുന്ന മാതിരി അവിടെ ഒരു 6 കൊടുത്തായി. PSCക്ക് പഠിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ ആദ്യത്തെ ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഉപഗ്രഹം പഠിക്കുമ്പോൾ PRSC പഠിച്ചായി. PSCക്ക് ആണല്ലോ നിങ്ങൾ പഠിക്കുന്നത് അല്ലെ? അപ്പൊ PSCക്ക് പഠിക്കുമ്പോൾ 6 ഇട്ടിട്ട് PSC 6 ഇട്ടു കേട്ടോ. PRSC. അങ്ങനെയാണെങ്കിൽ നോക്കൂ മക്കളെ, ISROയുടെ വിക്ഷേപണ വാഹനങ്ങളുടെ ലിക്വിഡ് ഘട്ടങ്ങളെ ശക്തിപ്പെടുത്തുന്ന വർക്ക് ഹോഴ്സ് എഞ്ചിന്റെ പേരെന്താണ്? ISROയുടെ വിക്ഷേപണ വാഹനങ്ങളുടെ ലിക്വിഡ് ഘട്ടങ്ങളെ ശക്തിപ്പെടുത്തുന്ന വർക്ക് ഹോഴ്സ് എഞ്ചിന്റെ പേരാണ് വികാസ് എഞ്ചിൻ. എന്താണ്? വികാസ് എഞ്ചിൻ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഉപഗ്രഹ ശൃംഖല വിക്ഷേപിക്കാൻ ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഉപഗ്രഹ ശൃംഖല വിക്ഷേപിച്ച ഇന്ത്യയിലെ സ്വകാര്യ ബഹിരാകാശ കമ്പനിയാണ് പിക്സൽ സ്പേസ് ആണ്. പഠിച്ചു വെക്കണം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഉപഗ്രഹ ശൃംഖല വിക്ഷേപിച്ച ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയാണ് പിക്സൽ സ്പേസ്. എന്താണ്? പിക്സൽ സ്പേസ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ സഹകരിക്കുന്നത് സ്പേസ് എക്സ് ആണെന്ന് അറിയാമോ നിങ്ങൾക്ക്? സ്പേസ് എക്സ് ആണ് കേട്ടോ. ഫയർഫ്ലൈ എന്ന് പേരിട്ടിരിക്കുന്ന ശൃംഖലയിലെ 3 അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളാണ് ഇതിനകത്തുള്ളത്. ഫയർഫ്ലൈ എന്താണ്? ഫയർഫ്ലൈ എന്ന് പേരിട്ടിരിക്കുന്ന 3 അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതൊരു ഉപഗ്രഹ ശൃംഖലയാണെന്ന് പറഞ്ഞല്ലോ. ഇത് വിക്ഷേപിച്ച റോക്കറ്റ് എന്തായിരുന്നു? ഫാൽക്കൺ 9 ആയിരുന്നു. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഉപഗ്രഹ ശൃംഖലയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നല്ല വിക്ഷേപിച്ചത്. എവിടുന്നാണ്? കാലിഫോർണിയ എന്നാണ് വിക്ഷേപിച്ചത്. ഇതിന് പേരിട്ടിരിക്കുന്നത് ട്രാൻസ്പോർട്ടർ എന്നാണ്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. എന്തൊക്കെയാണ് മക്കളെ? ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഉപഗ്രഹ ശൃംഖല വിക്ഷേപിച്ച ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനി പിക്സൽ സ്പേസ് ആണ്. ഓക്കെ, പിക്സൽ സ്പേസ് ആണ്. അവിടെ ഫയർഫ്ലൈ എന്ന് പേരിട്ടിരിക്കുന്ന ശൃംഖലയിലെ 3 അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളാണുള്ളത്. ലോ എർത്ത് ഓർബിറ്റിൽ വിന്യസിച്ചത്. അപ്പൊ അവിടെ ആ വിക്ഷേപിച്ച റോക്കറ്റ് ഫാൽക്കൺ 9 ആണ്. വിക്ഷേപണം നടന്ന സ്ഥലം കാലിഫോർണിയയാണ്. ദൗത്യത്തിന്റെ പേര് ട്രാൻസ്പോർട്ടർ ആണ്. എന്താണ്? ട്രാൻസ്പോർട്ടർ ആണ്. ഫാൽക്കൺ 9 കാലിഫോർണിയയിൽ നിന്ന് വിക്ഷേപിച്ചു. ട്രാൻസ്പോർട്ടർ. പിക്സൽ സ്പേസ് എക്സ് ആണ് ഇതിന്റെ കമ്പനി. 2025 ജനുവരിയിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 2025 ജനുവരിയിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരമാണ്. ഏത് സംസ്ഥാനത്തിലെ തപാൽ വകുപ്പാണ് AI സേവനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചത്? ഇന്ത്യയിൽ 2025 ഏതോ ഒരു സംസ്ഥാനത്തെ തപാൽ വകുപ്പ് അവിടെ AI ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ബീഹാർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യത്തെ AI സർവകലാശാല വരുന്ന സംസ്ഥാനം ഏതാണ്? ഒന്ന് കമന്റ് ചെയ്തേ. ഇന്ത്യയിൽ ആദ്യത്തെ AI സർവകലാശാല വരുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി പ്രോടൈപ്പ് ഏതാണ്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി, നമ്മളിപ്പോ പലതരത്തിലുള്ള ടാക്സികൾ ഉണ്ട് അല്ലെ? അത്തരത്തിൽ ഫ്ലൈയിങ് ടാക്സിയാണ്. ശൂന്യാകാശത്തിലല്ല പോകുന്നെങ്കിലും അതിന് പേരിട്ടത് ശൂന്യ എന്നാണ്. ശൂന്യ. ഇന്ത്യയിൽ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ് ഏതാണ്? പ്രോട്ടോടൈപ്പ് ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ് ശൂന്യയാണ്. വ്യക്തികൾക്ക് ഡിജി ലോക്കർ എന്ന പോലെ സ്ഥാപനങ്ങൾക്ക്
അവരുടെ സർക്കാർ രേഖകൾ സൂക്ഷിക്കാനായി ആരംഭിച്ച സേവനമാണ് എൻറ്റിറ്റി ലോക്കർ. ദ ന്യൂ ഐക്കൺ, സവർക്കർ ആൻഡ് ദ ഫാക്ട്സ് എന്ന പുസ്തകം എഴുതിയതാരാണ്? കിടിലൻ ചോദ്യമാണ്, കമന്റ് ചെയ്തേ. ദ ന്യൂ ഐക്കൺ, സവർക്കർ ആൻഡ് ദ ഫാക്ട്സ് എന്ന പുസ്തകം എഴുതിയത് അരുൺ ഷൂരിയാണ്. നോക്കൂ, ഭയങ്കര ശൂരനായ ചങ്ങാതിയാണ് സവർക്കർ. ഇപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കോൺട്രവേഴ്സി പേഴ്സൺ ആയതുകൊണ്ട് തന്നെ വളരെ ശൂരത്വമുള്ള ഒരു ശൂരനാണ് അരുൺ ഷൂരി. ദ ന്യൂ ഐക്കൺ, സവർക്കർ ആൻഡ് ദ ഫാക്ട്സ് എന്ന പുസ്തകം. BCCയുടെ ഓംബുഡ്സ്മാനായി ചുമതലയേറ്റ ജസ്റ്റിസ് ആരാണ്? 2025 BCCഐയുടെ ഓംബുഡ്സ്മാൻ. മക്കളെ, ഈ മനുഷ്യൻ PSC പരീക്ഷയിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു 100-ലധികം തവണ ചോദിച്ച ചങ്ങാതിയാണ്. ആ ചങ്ങായി പോയതിനു ശേഷം നിങ്ങളോട് PS ചോദിക്കാൻ സാധനം, കാരണം PSC ഇയാളങ്ങ് വിടാൻ പറ്റൂല. ആരാണ്? നമ്മുടെ മുൻ മനുഷ്യാവകാശ കമ്മീഷന്റെ തലവൻ ആരായിരുന്നു? ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. ക്വസ്റ്റ്യൻ ഇതാണ്, ഇപ്പോഴത്തെ ഇന്ത്യയുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഇന്ത്യയുടെ പുതിയ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ തലവൻ ആരാണ്? പറഞ്ഞ് നിങ്ങള് BCCയുടെ ഓംബുഡ്സ്മാനായി ചുമതലയേറ്റ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണെങ്കിൽ അതെ, വി രാമസ്വാമിയാണ്. പഠിച്ചു വെച്ചേക്കണം, വി രാമസുബ്രഹ്മണ്യം. വി രാമസുബ്രഹ്മണ്യം എന്ന് കൃത്യമായിട്ട് പഠിക്കണേ. ഇനീഷ്യലും പേര് പൂർണ്ണമായിട്ട് പഠിക്കണം. വി രാമസുബ്രഹ്മണ്യമാണ് ഇപ്പോഴത്തെ NHRCയുടെ ഹെഡ്. ഓക്കെ. മൾട്ടിനാഷണൽ എക്സസൈസ് ലാ പെറോസ്. എന്താണ് ലാ പെറോസ്? ആ ലാ പെറോസിന്റെ 4ാം പതിപ്പിൽ പങ്കെടുത്ത ഇന്ത്യൻ നേവിയുടെ ഷിപ്പ് ഏതായിരുന്നു? ലാ പെറോസ്. മൾട്ടിനാഷണൽ എക്സസൈസ് ആണ് ലാ പെറോസ്. ആ ലാ പെറോസിന്റെ 4ാം പതിപ്പിൽ പങ്കെടുത്ത കപ്പലാണ് INS മുംബൈ. വെരി ഗുഡ്, INS മുംബൈ. പഠിച്ചു വെച്ചേക്കണം, INS മുംബൈ. അതിനകത്ത് ആകെ പങ്കെടുത്തത് എത്ര രാജ്യങ്ങളായിരുന്നു? 9 രാജ്യങ്ങളായിരുന്നു. അടുത്തിടെ മൗറീഷ്യസിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തിയ ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ഏതാണ്? അടുത്തിടെ മൗറീഷ്യസിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തിയ ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ INS സർവേക്ഷക്. അവിടെ പോയിട്ട് സർവേ നടത്താൻ ഒരു കപ്പലിൽ എന്ത് പേരിടണം? സർവേക്ഷക്. INS സർവേക്ഷക്. ലാ പെറോസ് എന്ന 4ാം പതിപ്പിൽ INS മുംബൈ. BCCയുടെ ഓംബുഡ്സ്മാൻ അരുൺ കുമാർ മിശ്ര. അങ്ങനെയാണെങ്കിൽ 2025 ജനുവരി 25 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായതിന്റെ എത്രാം വാർഷികമാണ് ആചരിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം എന്ത് കിട്ടണമെങ്കിൽ നമുക്ക് അറിയണം എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യ നിലവിൽ വന്നത്. 1950 ജനുവരി മാസം 25-ാം തീയതി. അപ്പൊ 75 വർഷമായി. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഒരു കിടിലൻ ചോദ്യം. 2025 ജനുവരി 25 ഏത് കേരളത്തിലെ നവോത്ഥാന നായകന്റെ വിയോഗത്തിന്റെ 75-ാം വാർഷികമാണ് ആചരിക്കുന്നത്? 1950 ജനുവരി 25. പഠിക്കാൻ നല്ല രസമല്ലേടാ? ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ച സമയത്ത് നമ്മുടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട പൽപ്പുച്ചേട്ടൻ മരണപ്പെട്ടു. പൽപ്പുച്ചേട്ടൻ ജനിച്ച വർഷം എന്റെ പിള്ളേരെ നിങ്ങൾക്കറിയാം, കാരണം ഞാൻ നിങ്ങളെ കൊല്ലങ്ങളായി യൂട്യൂബിലൂടെയും അല്ലാതെയും PSC പഠിപ്പിക്കുന്ന കോഡാണ്. പൽപ്പുച്ചേട്ടൻ ജനിച്ച വർഷം വെരി ഗുഡ്, 1863 നവംബർ മാസം 2-ാം തീയതി. ആ ഡേറ്റ് പഠിച്ചില്ലെങ്കിൽ വർഷം. പൽപ്പു ജനിച്ച വർഷമാണ് ആര് ജനിച്ചത്? മഹാത്മാ അയ്യങ്കാളി ജനിച്ചത്. മഹാനായ വിവേകാനന്ദ സ്വാമികൾ ജനിച്ചത് 1863 അയ്യങ്കാളിയും വിവേകാനന്ദനും പൽപ്പവും ജനിച്ച വർഷം ഏത് സംഘടനയാണ് ലോകത്ത് വന്നത്? PSCയുടെ ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, കമന്റ് ചെയ്തേ. അപ്പൊ 1863 ജനുവരി മാസം 12-ാം തീയതി വിവേകാനന്ദൻ ജനിക്കുന്നു. ജനുവരി 12 ദേശീയ യുവജന ദിനമാണ്. 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിക്കുന്നു, വെങ്ങാനൂരിൽ ജനിക്കുന്നു. ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നു. ചട്ടമ്പി സ്വാമി ജനിച്ച വർഷം ആദ്യം ജനിക്കുന്നത് ചട്ടമ്പിയാണ്. 1853 ഓഗസ്റ്റ് 25 ചട്ടമ്പിയാണെങ്കിൽ 3 വയസ്സ് ഇളയ ആളാണ്. 56 ആര്? നമ്മുടെ ഗുരു. ഓഗസ്റ്റ് 20 ഗുരുദേവൻ 56 ഓഗസ്റ്റ് 20. 53 ഓഗസ്റ്റ് 25 ചട്ടമ്പി 63. ചട്ടമ്പി ജനിക്കുമ്പോൾ ട്രെയിനിലാണ് ജനിച്ചു വീണത്. ഇന്ത്യയിൽ ട്രെയിൻ ഓടി തുടങ്ങിയത് 1853 ഫസ്റ്റ് ട്രെയിന്.
53 ശേഷം 10 കൊല്ലം 1863 ഓഗസ്റ്റ് മാസം 28 അയ്യങ്കാളി ജനിക്കുന്നു. മഹാത്മാ അയ്യങ്കാളി. ഡോക്ടർ പൽപ്പ് ജനിക്കുന്നു നവംബർ 2 അല്ലേ. 1950 ജനുവരി 25 ഡോക്ടർ പൽപ്പ് മരണപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന് 75-ാം വാർഷികം, ചരമവാർഷികം അല്ലെ, ഓർത്തു വെച്ചേക്കുക. അപ്പൊ സംഘടന ഏതാണ് നിങ്ങൾ പറഞ്ഞത്? 1863 ഏത് സംഘടനയാണ് ലോകത്ത് വന്നത്? ഒരു പ്രധാനപ്പെട്ട സംഘടന, അതിന്റെ പേര് അറിയാത്തവർ നോട്ട് ചെയ്തോളുക, റെഡ് ക്രോസ്. ഏതാണ്? റെഡ് ക്രോസ്. റെഡ് ക്രോസ്. റെഡ് ക്രോസ്. വേറെയും ഒരുപാട് ഫാക്ട് ഉണ്ട്, ഇപ്പൊ ഞാൻ പറയുന്നില്ല. എബ്രഹാം ലിങ്കൺ ഏറ്റവും പ്രസിദ്ധമായ ഇദ്ദേഹത്തിന്റെ പ്രസംഗം പെൻസിൽവാനിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഗെറ്റിസ്ബർഗ് പ്രസംഗം നടത്തിയ വർഷം PYQ PSCയുടെ 1863 ഗെറ്റിസ്ബർഗ് പ്രസംഗം നടക്കുന്നത്. ലോകത്തെ ജനാധിപത്യ നിർവചനം വരെ അതിന്റെ ഭാഗമായി വരുന്ന എബ്രഹാം ലിങ്കന്റെ മഹത്തായ പ്രസംഗം, ഗെറ്റിസ്ബർഗ് പ്രസംഗം പെൻസിൽവാനിയയിൽ. അത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1863. വേറെ ഒരുപാട് കാര്യങ്ങൾ പിന്നീട് പറയാം. അപ്പൊ 2024 പത്മപ്രഭ പുരസ്കാരം കിട്ടിയത് അല്ലേ ആർക്കാണ്? പെരിയോനെ എന്ന പാട്ട് നമ്മുടെ ഷഹീൻ സാർ യൂട്യൂബിൽ പാടി നിങ്ങൾ കേട്ടു അല്ലെ. ആ പെരിയോനെ എന്ന പാട്ട് ആരുടെ വരികളാണ്? ആരുടെ വരികളാണ്? ആ റഫീഖ് അഹമ്മദിന്റെ വരികളാണ്. ആ റഫീഖ് അഹമ്മദ് എന്ന് പറയുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗാനരചയിതാവും കവിയും അദ്ദേഹത്തിന് 2024 പത്മപ്രഭ പുരസ്കാരം കിട്ടുന്നു. പത്മപ്രഭ റഫീഖ് അഹമ്മദ്. പത്മപ്രഭ 1 മാർക്ക്. ഡോക്ടർ MS സ്വാമിനാഥന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ആലപ്പുഴയിലെ കുട്ടനാട്ടിൽ നടക്കുന്ന കർഷക കൂട്ടായ്മയാണ് ഏത്? നൂറുമേനി നന്ദി. MS സ്വാമിനാഥൻ 1900 വർഷം ജനിച്ചു. എന്തുകൊണ്ടാണ് ആ പേര് വന്നത്? വെരി ഗുഡ്. SCRT ഫാക്ട് ആണ്. നിങ്ങൾ എല്ലാവരും ഏതുറക്കത്തിൽ ചോദിച്ചാലും പറയണം. ഡോക്ടർ MS സ്വാമിനാഥൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. 1925 ഓഗസ്റ്റ് മാസം 7 SCRT ഫാക്ട് ആണ്. ജനിച്ചു. മരിച്ചതോ? കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഓർമ്മയില്ലേ? 2023 സെപ്റ്റംബർ മാസം 28 മരിച്ചു. MS-ന് 100 വർഷമായി ജനിച്ചിട്ട്. അതുകൊണ്ടാണ് ആലപ്പുഴ കുട്ടനാട്ടിൽ നടക്കുന്ന കർഷക കൂട്ടായ്മയ്ക്ക് നൂറുമേനി നന്ദി എന്ന് പേരിട്ടത്. ദ വേൾഡ് ആഫ്റ്റർ ഗാസ. ഗാസയിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നാട്ടിലെങ്ങും പരിപാടികളാണ്. ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന പുസ്തകം അപ്പൊ ആരെഴുതി? അതിനകത്ത് പങ്കുണ്ടോ ഇസ്രായേലിന്? മിശ്ര പ്രതികരണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പങ്കജ് മിശ്ര എന്ന് പറയുന്ന കുഞ്ഞിമോൻ, പേരെന്താണ്? പങ്കജ് മിശ്ര. ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന പുസ്തകം എഴുതിയത് പങ്കജ് മിശ്രയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഗാസയിലെ ജനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്നതിന് ഓപ്പറേഷൻ ഷവർലെസ് നൈറ്റ് ട്രീ. എന്താണ് ഓപ്പറേഷൻ? പ്രൊണൗൺസ് ചെയ്യുക എങ്ങനെയാണെന്ന് എനിക്കറിയില്ലെങ്കിലും നമുക്ക് ഇങ്ങനെ പറയാം. ഓപ്പറേഷൻ ഷവർലെസ് നൈറ്റ് ട്രീ എന്ന പദ്ധതി ഏത് രാജ്യത്തിന്റെയാണ് ചോദിച്ചാൽ UAE, ഒരു അറബ് രാഷ്ട്രമാണല്ലോ. അതുകൊണ്ട് തന്നെ ഗാസയിലെ ജനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്നതിനുള്ള ഓപ്പറേഷൻ ഷവർലെസ് നൈറ്റ് ട്രീ ഏത് രാജ്യത്തിനാണ്? UAE. 2025 ജനുവരിയിൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്നും പിന്മാറിയ രാജ്യം 2 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തു. ഇയാൾക്ക് ഇപ്പൊ ഭ്രാന്താണെന്നാണ് ലോകം പറയുന്നത്. ആർക്ക്? നമ്മുടെ ഡൊണാൾഡ് ട്രംപിന് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ 2025 ജനുവരിയിൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്നും പിന്മാറിയത് അമേരിക്കയാണ്. അവിടെ കുറച്ച് എക്സ്ട്രാ ഫാക്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. മക്കളെ നോക്കൂ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO രൂപീകരിച്ച വർഷം പറഞ്ഞ് നിങ്ങൾ 1947. ഉറക്കെ പറഞ്ഞ് പഠിച്ചേ നിങ്ങൾ 1948 WHO. അതിന്റെ നിലവിലെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഡാനം. ആരാണ്? എത്യോപ്യക്കാരനാണ് ഈ കുഞ്ഞിമോൻ. ടെഡ്രോസ് അഡോനം. ആരാണ്? ടെഡ്രോസ് അഡാനം എന്ന് പറയുന്ന എത്യോപ്യക്കാരൻ. അപ്പൊ അത് പഠിച്ചു. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO 1947 രൂപീകരിച്ചു. ടെഡ്രോസ് അഡോനമാണ് അതിന്റെ ഡയറക്ടർ ജനറൽ അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പാരീസ് കാലാവസ്ഥ ഉടമ്പടി? എന്നാണ് പാരീസ് കാലാവസ്ഥ ഉടമ്പടി വന്നത്? ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. നല്ല ചോദ്യമാണ്. സ്റ്റാർ ഇട്ട് വെക്കാം ഞാൻ. പാരീസ് കാലാവസ്ഥ ഉടമ്പടി വന്നത് മനസ്സിൽ കയറ്റി പഠിച്ചേ 2015. കാലാവസ്ഥാ വ്യതിയാനത്തെയും
അതിന്റെ പ്രതികൂല പ്രത്യാഘാതങ്ങളെയും നേരിടുന്നതിനായി ലോകരാഷ്ട്രങ്ങൾക്കിടയിലുണ്ടായ ഉടമ്പടിയാണ് പാരീസ് കാലാവസ്ഥ ഉടമ്പടി. ഇത് പ്രാബല്യത്തിൽ വന്നത് എന്ന് ചോദിച്ചാൽ വെരി ഗുഡ്, 2016 നവംബർ 4. നമ്മളെ നോട്ട് നിരോധനം എന്തോ ബന്ധമുണ്ട് 2016 നവംബർ 4. ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഓർമ്മ വന്നു? നോട്ട് നിരോധനം എപ്പോഴായിരുന്നു? അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്തേ. 2015 പാരീസ് ഉടമ്പടി നിലവിൽ വന്നുവെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഈ ഒരു പാരീസ് ഉടമ്പടി പ്രാബല്യത്തിൽ വന്നത് 2016 നവംബർ 4-നാണ്. ഏത് രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നാണ് മതേതരത്വം നീക്കം ചെയ്യണമെന്ന് ഭരണഘടനാ പരിഷ്കരണ കമ്മീഷൻ ശുപാർശ ചെയ്തത്? നിസ്സംശയം പറയാം, വലിയ അക്രമവും അരാജകത്വവും നടക്കുന്ന സംസ്ഥാനമല്ല രാജ്യം, അത് ബംഗ്ലാദേശാണ്. ആ ബംഗ്ലാദേശിൽ നിന്നാണ് ഇങ്ങനെ ഒരു തീരുമാനം. 2025 സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധൻ പുരസ്കാരം, ഇതൊക്കെ ഒരു വെറൈറ്റി പുരസ്കാരമാണ്. 2025 സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിൽ ആപ്ത പ്രബന്ധൻ പുരസ്കാരം ഏത് സ്ഥാപനത്തിനാണ് ലഭിച്ചത്? ഇൻകോയിസ്. വെരി ഗുഡ്, ഓർത്ത് വെച്ചാൽ ഒരു മാർക്ക് കിട്ടും. ഇൻകോയിസ് അഥവാ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ്. ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ്, ഇൻകോയിസ്. സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിൽ ഒരു പുരസ്കാരം കിട്ടിയ സ്ഥാപനത്തിന്റെ പേര് ഇൻകോയിസ്. മക്കളെ, ഫിഡയുടെ ലോക ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുകേഷ്. രക്തം തിളയ്ക്കണം ആണോ? അല്ല, ഇന്ത്യക്കാരിൽ എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കണം, അവിടെ ഇന്ത്യക്കാരിൽ എന്നാണ് പറയുന്നത്. ചോദ്യം PSC ചോദിക്കുക, ഫിഡയുടെ ലോക ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത്. അവിടെ ഇന്ത്യ ഉണ്ടാവില്ല. അപ്പൊ പഠിച്ച പരീക്ഷയ്ക്ക് ഇതാ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഷൈനാ സാർ പഠിപ്പിച്ച ഡി ഗുകേഷ് ഏതാ നിൽക്കണ്ട. നോർവേയുടെ മാഗ്നസ് കാൾസൺ ആണ് ഒന്നാം സ്ഥാനത്തെങ്കിൽ ഇന്ത്യക്കാരിൽ ഒന്നാമതെത്തിയത് ഡി ഗുകേഷ് ആണ്. അദ്ദേഹത്തിന്റെ റാങ്ക് എത്രയാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. അപ്പൊ ഇന്ത്യക്കാരിൽ ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് ഡി ഗുകേഷ് ആണ്. 2025 പുരുഷ ഭിന്നശേഷി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ജേതാക്കളായത്. 2025 പുരുഷ ഭിന്നശേഷി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ, അല്ലാത്ത ചാമ്പ്യൻസ് ട്രോഫിയിലും ജയിച്ചത് നമ്മൾ തന്നെയാണ്, പുരുഷ ഭിന്നശേഷിയും ജയിച്ചത് നമ്മൾ തന്നെയാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം 2040 അപ്രത്യക്ഷമാകുന്ന നേപ്പാളിൽ ഒരു ഗ്ലേസിയർ ഉണ്ട്. അതൊരു ആലയാണെന്ന് ആലോചിക്കുക. ഇതൊക്കെ ഓർത്തു വെക്കാൻ ചെറിയ പ്രയാസാട്ടോ. നല്ല റോബോട്ടിന്റെ ബുദ്ധിയുള്ള പിള്ളേരുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വന്ന് പരീക്ഷയ്ക്ക് എഴുതും. അല്ലാത്ത ഇച്ചിരി പ്രയാസം. അപ്പൊ 2040 ഈ ആല അങ്ങ് പോയി പോകും. ഏടുള്ള ആല? നേപ്പാളിലെ ഒരു മഞ്ഞുമല ഗ്ലേസിയർ ആണ് യാല. ആലയല്ല, യാല ഗ്ലേസിയർ. മറന്നു പോവണ്ട. ജോലി സ്ഥലത്ത് സ്ത്രീകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഏത് പ്രവൃത്തിയും വാക്കും ലൈംഗിക പീഡനമായി കണക്കാക്കപ്പെടുമെന്ന വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി. ഈ മദ്രാസ് ഹൈക്കോടതിക്ക് വേറെ ഒരു പണിയില്ലാന്ന് തോന്നുന്നു. ദാ വീണ്ടും കുമ്പിടി മദ്രാസ് ഹൈക്കോടതി. നേരത്തെ എന്തു പറഞ്ഞിരുന്നു മദ്രാസ് ഹൈക്കോടതി നേരത്തെയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മദ്രാസ് ഹൈക്കോടതി ഇങ്ങനത്തെ ചോദ്യങ്ങൾ കിട്ടാൻ ഇച്ചിരി പ്രയാസം. അതുകൊണ്ടാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് സ്വന്തം ശരീരത്തിന്മേൽ പൂർണ്ണ അവകാശമുണ്ടെന്നും ഗർഭചിത്രം വേണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരമുണ്ടെന്ന് പറഞ്ഞത് മദ്രാസ് ഹൈക്കോടതിയാണ്, അല്ലെ? മദ്രാസ് ഹൈക്കോടതിയാണ്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങള് മദ്രാസ് ഹൈക്കോടതിയെ കുറിച്ച് വരുന്നത് കൊണ്ട് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഇനിയും ഉണ്ട് ഒരുപാട് ചോദ്യങ്ങൾ മദ്രാസ് ഹൈക്കോടതി. അപ്പൊ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ എന്താണ്? ജോലി സ്ഥലത്ത് സ്ത്രീകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഏത് പ്രവൃത്തിയും കേട്ടോ. ആഴ്ചയിൽ 2 ദിവസം അങ്കണവാടിയിലെ കുട്ടികൾക്ക് പാലും മുട്ടയും നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ഡാഷ്. പോഷക ബാല്യം. പഠിച്ചു വെക്കുക, ഒരു മാർക്ക് ഷുവറാണേ. പോഷക ബാല്യം കിട്ടും നിങ്ങൾക്ക്. വീട്ടിലെ ഇലക്ട്രിക് പ്ലംബിംഗ് ജോലികൾ മുതൽ രോഗി പരിചരണത്തിനും പ്രസവ ശുശ്രൂഷയ്ക്കും വരെ പരിശീലനം സിദ്ധിച്ച സ്ത്രീകളെ ലഭ്യമാക്കുന്ന സഹകരണ വകുപ്പിന്റെ മൊബൈൽ ആപ്പാണ് സഖി. സഖിമാരെ കിട്ടാനുണ്ടോ? പ്ലംബിംഗ് പണിക്ക്, ഇലക്ട്രിക് പണിക്ക്, അല്ലെ? സഖി. 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. നല്ലൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചിന്തിക്കണം, അത് കേരളമാണ്. ഇതൊക്കെ ഇവിടെ നോക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളമാണ്.
ടൈഫൂൺ മിസൈല് ഏത് രാജ്യമാണ് വികസിപ്പിച്ചത്? നല്ലൊരു ക്വസ്റ്റ്യൻ, കിട്ടാൻ സാധ്യതയില്ല. റഷ്യ ഉണ്ടാകും, അല്ലെങ്കിൽ ഇസ്രായേൽ ഉണ്ടാവും, ഉക്രൈൻ ഉണ്ടാവും, അല്ലെ, അമേരിക്ക ഉണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവും. അപ്പൊ ടൈഫൂൺ എന്ന് കേൾക്കുമ്പോൾ അമേരിക്കയാണ്. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2025 എവിടെയാണ് സംഘടിപ്പിക്കാൻ പോകുന്നത്? ലഡാക്ക് അഥവാ ജമ്മു കാശ്മീർ, 2 സ്ഥലങ്ങളിൽ കേട്ടോ. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഭാഗമായി നിലവിൽ വരാൻ പോകുന്ന എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ ഗുജറാത്തിലെ ജാംനഗറാണ്. നിങ്ങൾക്കറിയാം റിലയൻസിന്റെ കുഞ്ഞിമോൻ അല്ലെ, അവരുടെ മകന്റെ, മുകേഷ് അംബാനിയുടെ മകന്റെ കല്യാണമൊക്കെ ഭയങ്കരമായിട്ട് ജാംനഗറിൽ നടന്ന ഓർമ്മയില്ലേ? അപ്പൊ അതുകൊണ്ട് ജാംനഗർ അവിടെ ഫുള്ള് ജാമാണ്. ഇവരെ പരിപാടി വരുമ്പോഴത്തേക്ക്, ഇൻഡസ്ട്രി ഒക്കെ വരുമ്പോഴത്തേക്ക് ഫുള്ള് ജാമാണ്, ട്രാഫിക് ജാം ഒക്കെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ റിലയൻസിന്റെ എവിടെ വരുന്നു? ഗുജറാത്തിലെ ജാംനഗർ. ആലോചിക്കാം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്ത കരസേനയുടെ ബാറ്റിൽ ഫീൽഡ് നിരീക്ഷണ സംവിധാനം. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഭാരത് രൺ ഓർമ്മ വരുമോ? ഭാരത് രൺ ഭൂമി അല്ലെ? അങ്ങനെ ഭാരതത്തിലെ രണഭൂമികളെല്ലാം സന്ദർശിക്കുന്ന ഒരു ടൂറിസം പരിപാടി ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ബാറ്റിൽ ഫീൽഡുകളെല്ലാം സന്ദർശിക്കുന്നത്, അതാണ് ഭാരത് രൺ ഭൂമി. എന്നാൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്ത കരസേനയുടെ ബാറ്റിൽ ഫീൽഡ് നിരീക്ഷണ സംവിധാനത്തിന്റെ പേര് സഞ്ജയ് എന്ന് കേട്ടാൽ എന്റെ മനസ്സിൽ 2 ചോദ്യങ്ങൾ വരുമെന്ന് എന്റെ പിള്ളേർക്കറിയാം. എന്താണ് അത്? ഒന്ന്, നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ CAG. ഏതുറക്കത്തിൽ ചോദിച്ചാലും എന്റെ പിള്ളേര് പറയും CAG. ഇതൊക്കെയാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ പവർ. സഞ്ജയ് മൂർത്തിയാണ് അല്ലേ? ഇവിടെ കൈയിട്ട് വാരുന്നുണ്ടോ, പൈസ അടിച്ചു മാറ്റുന്നുണ്ടോ എന്നറിയാൻ നോക്കുന്ന ടീം CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അല്ലെ? ഏതാണ് ആർട്ടിക്കിൾ CAG-യുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ്. അപ്പൊ അത്തരത്തിൽ ആ കാവൽക്കാരൻ, ഞങ്ങളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ സഞ്ജയ്യിൽ പൈസ ഇടൂലേ, അപ്പോഴെങ്ങാൻ ആരെങ്കിലും തൊടാൻ വന്നാൽ നമ്മുടെ മൂർത്തി ഭാവം അവർ കാണും. ആർട്ടിക്കിൾ 148, അതാണ് CAG കുറിച്ചുള്ള ഭരണഘടനാ വകുപ്പ്. അപ്പൊ സഞ്ജയ് മൂർത്തിയാണ് CAG. അങ്ങനെയാണെങ്കിൽ ആരാണ് ഇപ്പോഴത്തെ RBIയുടെ ഗവർണർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ? അവിടെയും ഒരു സഞ്ജയ് ആണ്. അത് സഞ്ജയ് മൽഹോത്രയാണ്. ഇവിടെ സഞ്ജയുടെ പേരില് മൂർത്തി വന്നാൽ മൂർത്തി ഭാവം CAG. സഞ്ജയ്ക്കെല്ലാം തൊട്ട് കളിച്ചാൽ, CAG തൊട്ട് കളിച്ചാൽ മൂർത്തി ഭാവമാണ്. എന്നാൽ റിസർവ് ബാങ്ക് എന്ന് വെച്ചാൽ ഒരുപാടുണ്ട്, മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്രയാണ്. മൽഹോത്ര. അപ്പൊ സഞ്ജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ എന്താണ് സഞ്ജയ്? ബാറ്റിൽ ഫീൽഡ് സർവൈലൻസ് സിസ്റ്റം ആണ് സഞ്ജയ്. ഓക്കെ, സജയ് എന്നാ വായിക്കേണ്ടത്. അപ്പൊ സഞ്ജയ് നമുക്ക് ആക്കിയിട്ട് പഠിക്കാം അല്ലെ? യെസ് 26ാമത്തെ RBIയുടെ ഗവർണർ. സൈബർ കുറ്റകൃത്യ അന്വേഷണത്തിലെ സഹകരണം വിപുലമാക്കാനുള്ള കരാറിൽ ഇന്ത്യ ഏത് രാജ്യവുമായാണ് ഒപ്പുവെച്ചത്? ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ, അങ്ങനെയൊക്കെ ഉണ്ടാവും. റഷ്യ, അമേരിക്ക അല്ലെ, മലേഷ്യ. സൈബർ കുറ്റകൃത്യം ചൈന എന്നൊക്കെ ഉണ്ടാവും. അമേരിക്ക, എല്ലാം അമേരിക്കയാണ്. നമ്മളായിട്ട് അടിച്ച് പിരിയാൻ പോകുന്നതും നമ്മളായിട്ട് നല്ല ചങ്ങാത്തം കൂടുന്നതും ഒക്കെ അമേരിക്കയാണ് അല്ലെ? സൈബർ കുറ്റകൃത്യ അന്വേഷണത്തിലെ സഹകരണം വിപുലമാക്കാൻ. കാരണം എന്താണ്? അമേരിക്ക ബഹിഷ്കരിച്ച ഇറാനിലെ ഇന്ത്യ കൈകാര്യം ചെയ്യുന്ന ഒരു ടെർമിനൽ ഉണ്ട്. ഏതായിരുന്നു ടെർമിനൽ? ചബഹാർ തുറമുഖത്താണ് ആ ടെർമിനൽ വരുന്നത്. ആ ടെർമിനൽ പേര് ഷഹീദ് ബഹഷ്കി അല്ലെ? ഷഹീദ് ബഹഷ്കി ടെർമിനലാണ്. അമേരിക്ക ബാൻ ചെയ്തു, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സൈബർ കുറ്റകൃത്യ അന്വേഷണത്തിലെ സഹകരണം വിപുലമാക്കാനുള്ള കരാറിൽ ഇന്ത്യ അമേരിക്കയുമായി. മക്കളെ, ഇന്റർനെറ്റ് ഉപയോഗത്തിൽ ഏറ്റവും മുന്നിലുള്ള സ്റ്റേറ്റ് ഏതാണ്? കേരളമാണ്. ഇന്റർനെറ്റ് ഉപയോഗത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം കേരളമാണ്. 2025 എസ് ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. 2025 ജനുവരിയിൽ ബ്രിക്സിന്റെ പങ്കാളി രാഷ്ട്രമായി മാറിയത് നൈജീരിയയാണ്. 2025 ജനുവരിയിൽ ബ്രിക്സിന്റെ പങ്കാളി രാഷ്ട്രമാണ്. ബ്രിക്സിൽ അംഗത്വം കിട്ടുന്നില്ല, നോട്ട് ചെയ്ത് വെക്കണം. നൈജീരിയ. എസ് ഗുപ്തൻ നായർ, SK വസന്തൻ. എന്ത് രസാ പഠിക്കാൻ. എസ് ഗുപ്തൻ നായർ, SK വസന്തൻ അല്ലെ? നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ SK വസന്തൻ. അങ്ങനെയാണ് ഇപ്രാവശ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? NS മാധവൻ. ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ വരണം. എസ് ഗുപ്തൻ നായർ, SK വസന്തൻ. ബ്രിക്സിൽ പങ്കാളിയായത് നൈജീരിയ. എന്നാൽ 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം ഏതാടാ? അത് ഇന്തോനേഷ്യയാണ്. ജനുവരിയിൽ നമ്മൾ റിപ്പബ്ലിക് ദിനത്തിൽ ഇവിടെ വന്ന ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് അല്ലെ, പ്രബവോ സുബിയാന്തോ. ആ ഇന്തോനേഷ്യ ബ്രിക്സിൽ അംഗത്വം കിട്ടുന്നു.
നല്ലൊരു ക്വസ്റ്റ്യൻ. പാങ് സൗ പാസ് എന്താണ്? പാങ് സൗ പാസ് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നു. ഫെസ്റ്റിവലുകൾ 10 പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ഫെസ്റ്റിവലാണ് പാങ് സൗ. കേൾക്കുമ്പോൾ ഒരു ചൈനീസ് ടച്ച് വരും. പാങ് ഷോങ് ഷാങ് ഷോങ് ഷോങ് ഷാങ്. പാങ് സൗ പാസ് അരുണാചൽ പ്രദേശ്. എവിടെയാണ്? ഒരു മാർക്കാണ്. അരുണാചൽ, AP. കിഴക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി നിലവിൽ വന്നത് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്, കൊൽക്കത്തയിലാണ്. കിഴക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി നിലവിൽ വന്നത് വെസ്റ്റ് ബംഗാളിലാണ്. ഇന്ത്യയിലെ 6ാമത്തെ നിരീക്ഷണ കേന്ദ്രമാണ് കേട്ടോ ഇത്. ഇതിന്റെ പേരെന്താ കേട്ടോ നിങ്ങൾക്ക്? സത്യേന്ദ്രനാഥ് ബോസ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി. സത്യേന്ദ്രനാഥ് ബോസ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി. 2070 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിന് ഉത്തരാഖണ്ഡ് ഏത് രാജ്യവുമായിട്ടാണ് ധാരണാപത്രം ഒപ്പിട്ടത്? ഇങ്ങനത്തെ വെറൈറ്റി ക്വസ്റ്റ്യൻ ഒക്കെ കേട്ടോ. നല്ല ക്വസ്റ്റ്യൻ ആണ്. കാർബൺ ന്യൂട്രൽ ആണെങ്കിൽ തീരെ കാർബൺ ഇല്ലാത്ത ഒരു രാജ്യം വേണ്ടേ? അങ്ങനത്തെ രാജ്യം ഫുള്ള് ഐസ് മാത്രമുള്ള ലാൻഡാണ്. അത് ഏതാണ് രാജ്യം? ഐസ്ലാൻഡ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിരുത്തി പഠിക്കുക. 2070 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിന് ഉത്തരാഖണ്ഡ് ഏത് രാജ്യവുമായാണ് ധാരണാപത്രം ഒപ്പിട്ടത്? ഐസ്ലാൻഡ്, ഐസ്ലാൻഡ്, ഐസ്ലാൻഡ്. കേരളത്തിൽ പ്രവാസികൾക്കായി വ്യവസായ പാർക്ക് ആരംഭിക്കുന്നത് എവിടെയാണ്? നല്ല ക്വസ്റ്റ്യൻ ആണ്, പഠിക്കണേ. ഈ വ്യവസായ പാർക്ക് വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് പാലക്കാടാണ്, കേന്ദ്ര സർക്കാരിന്റെ. പക്ഷേ പ്രവാസികൾക്കായുള്ള വ്യവസായ പാർക്ക് എവിടെ വരുന്നു? അത് കണ്ണൂർ വരുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ 150ാമത് വാർഷിക വേളയിൽ ആദരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ശാസ്ത്രജ്ഞയുടെ പേര്? മിന്നുമണി എന്നിങ്ങനെ പഠിച്ചിട്ടുള്ള ക്രിക്കറ്റിൽ നിങ്ങൾ എന്നാൽ ഈ മേഡത്തെ പഠിച്ചു വെക്കണം നിങ്ങൾ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അന്ന മാണി. ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ 150ാമത് വാർഷിക വേളയിൽ ആദരിച്ച ഇന്ത്യയിലെ വനിതാ ശാസ്ത്രജ്ഞയാണ് അന്ന മാണി. അന്ന മാണി. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഉപഭോക്തൃ സംഘടനകൾക്ക് സർക്കാർ നൽകുന്ന രാജീവ് ഗാന്ധി ഉപഭോക്തൃ പുരസ്കാരം ലഭിച്ചത് ഏത് ജില്ലാ ഉപഭോക്തൃ സമിതിക്കാണ്? തിരുവനന്തപുരത്തെ ജില്ലാ ഉപഭോക്തൃ സമിതിക്കാണ്. പഠിച്ചു വെക്കുക. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഉപഭോക്തൃ സംഘടനകൾക്ക് സർക്കാർ നൽകുന്ന രാജീവ് ഗാന്ധി ഉപഭോക്തൃ പുരസ്കാരം ലഭിച്ചത് തിരുവനന്തപുരം ജില്ലാ ഉപഭോക്തൃ സമിതിക്കാണ്. എന്നാണ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം? വളരെ ഇമ്പോർട്ടന്റ് ആയ രസകരമായ ക്വസ്റ്റ്യൻ. ദേശീയ യുവജന ദിനം നേരത്തെ ഞാൻ പറഞ്ഞു ജനുവരി 12 അല്ലെ? അങ്ങനെയാണെങ്കിൽ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം പഠിക്കാത്തവരുണ്ടെങ്കിൽ ഇതാ എഴുതി വെച്ചോളൂ, ഉടൻ തന്നെ പഠിച്ചോളൂ, മനസ്സിൽ കേട്ടിക്കോളൂ. ജനുവരി 16 എന്നായിരുന്നു NVS-02 വിക്ഷേപിച്ചത്? എന്നായിരുന്നു NVS-02 വിക്ഷേപിച്ചത്? 2025 ജനുവരി 29. യെസ്. പുതുതായി പ്രവർത്തനം ആരംഭിച്ച ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? തെലുങ്കാനയിലാണ്. അത് നിസാമാബാദിലാണ്. മഞ്ഞൾ ചന്ദനം. നൈസാണ് മഞ്ഞൾ അല്ലേ? നല്ല നൈസായിട്ട് മഞ്ഞൾ ഇങ്ങനെ അരച്ചിട്ട് ഇങ്ങനെ മുഖത്തൊക്കെ ഇട്ട് അങ്ങനെ വെളുത്ത് സുന്ദരിയാവുന്ന ആരും പറഞ്ഞില്ല. അത് പ്രശ്നമാട്ടോ. പല്ലേ ഗംഗ റെഡ്ഡിയാണ്. ആരാണ് ഇതിന്റെ ആദ്യത്തെ അധ്യക്ഷൻ? അതൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചുമ്മാ ഞാൻ കൊടുത്തതേയുള്ളൂ. മഞ്ഞൾ ഉപയോഗിച്ച് പല്ല് തേച്ചാൽ സൂപ്പർ ആയിരിക്കും. ഇതിന് ഗംഗാ നദി പോയി വെള്ളം എടുത്തിട്ട് കൊപ്പിളിക്കാതെ, ഞങ്ങളുടെ നാടൻ ഭാഷയിൽ കുലുക്കുക എന്നൊക്കെ പറയും. പല്ലേ ഗംഗാ റെഡ്ഡി മഞ്ഞൾ. നൈസാണ് അല്ലെ? നിസാമാബാദ്. മക്കളെ 72ാമത് ലോക മിസ് വേൾഡ് മത്സരം നടക്കാൻ പോകുന്നത് എവിടെയാണ്? മിസ് വേൾഡ് തെലുങ്കാനയിലാണ്. അതെവിടെയാണ്? ഹൈദരാബാദിലാണ്. അതെവിടെയാണ്? അത് ഹൈദരാബാദിലാണ് അല്ലെ? അതുപോലെ കുറച്ചു മുമ്പ് നമ്മൾ തെലുങ്കാനയെ കുറിച്ചൊരു പോയിന്റ് പഠിച്ചിരുന്നു. എന്താണ് കുറച്ചു മുമ്പ് തെലുങ്കാനയെ കുറിച്ച് പഠിച്ച പോയിന്റ്? ഓർത്ത് കമന്റ് ചെയ്തേ. ഏറ്റവും വേഗത്തിൽ. വെരി ഗുഡ്, വെരി ഗുഡ്. തെലുങ്കാനയിൽ ഉത്സവം പഠിച്ചിരുന്നു അല്ലെ? നഗോബ ജാതര എന്ന് പറയുന്ന ഉത്സവം പഠിച്ചില്ലേ? ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ വനിതാ താരം എന്ന റെക്കോർഡ് നേരത്തെ നമ്മൾ ഇവരെ കുറിച്ചും പഠിച്ചിരുന്നു. സ്മൃതി മന്ദാന. 2024 വനിതകളുടെ ഏകദിനത്തിലെ അവാർഡ് കിട്ടിയത് സ്മൃതി മന്ദാനയ്ക്ക് ആയിരുന്നില്ലേ? യെസ്. 2025 അണ്ടർ-19 വനിതാ 2020 ലോകകപ്പിന്റെ വേദി. അവിടെ പോയി കപ്പടിച്ചു ഇന്ത്യ. ആ ടീമിലുണ്ടായിരുന്ന മലയാളിയുടെ പേര് നമ്മുടെ പിള്ളേർക്ക് എത്രയും തറവാണ്. അവരെ ഞാൻ പറഞ്ഞ് ടെലഗ്രാം പഠിപ്പിച്ച ടെലഗ്രാം ക്ലാസ്സുകളിൽ എത്ര തവണ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നത്? VJ ജോഷിതയല്ലേ? VJ ജോഷിതയാണ് അല്ലേ? ഓക്കെ. അപ്പൊ അപൂർവ ഭൂമി മൂലകങ്ങൾ പരിസ്ഥിതി സൗഹൃദമായി വേർതിരിച്ചെടുക്കാൻ ഇലക്ട്രോ കൈനറ്റിക് മൈനിങ് വികസിപ്പിച്ച രാജ്യം ഏതാണ്? അത് ചൈനയാണ്.
അപൂർവ ഭൂമി മൂലകങ്ങൾ പരിസ്ഥിതി സൗഹൃദമായി വേർതിരിച്ചെടുക്കാൻ ഇലക്ട്രോ കൈനറ്റിക് മൈനിങ് വികസിപ്പിച്ച രാജ്യം ചൈനയാണ്. സുപ്രീം കോടതിയിലെ ജഡ്ജിയായി ചുമതലയേറ്റ പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് മലയാളിയാണ്. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ പറയണം, നിങ്ങൾ എന്ത് പറയണം പിള്ളേരെ? ഇന്ത്യയുടെ 51ാമത്തെ ചീഫ് ജസ്റ്റിസ്. കാരണം നേരത്തെ സഞ്ജയ് പറയുമ്പോൾ ഞാനത് പറയാറുള്ളതാണ് അല്ലെ. അപ്പൊ മക്കളെ അത് സഞ്ജീവാണ്, അല്ലെ. അപ്പൊ സഞ്ജീവ് ഖന്നയാണ് എന്ത് സുപ്രീം കോടതിയുടെ 51ാമത്തെ ചീഫ് ജസ്റ്റിസ്. ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ ജഡ്ജിയായി ചുമതലയേറ്റു. പാട്ന ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുടെ കയറ്റുമതിക്കായി ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് കരാർ ഒപ്പിട്ടത്? എല്ലാം ഇന്തോനേഷ്യയാണ്. നിങ്ങളുടെ മനസ്സിൽ അമേരിക്ക വരുമ്പോൾ ഇനി നിങ്ങളുടെ മനസ്സിൽ ഇന്തോനേഷ്യക്ക് ഇക്കൊല്ലം എന്തൊക്കെയോ ഉണ്ടെന്ന് പഠിച്ചു വെക്കണം. കേട്ടോടാ. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുടെ കയറ്റുമതിക്കായി ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് കരാർ ഒപ്പിട്ടത്? ഇന്തോനേഷ്യ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചവർക്ക് പ്രതിമാസം 20,000 രൂപ പെൻഷൻ നൽകാൻ തീരുമാനിച്ച സംസ്ഥാന സർക്കാർ. മക്കളെ, അടിയന്തരാവസ്ഥ സമയം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ അടിച്ചു ഉരുട്ടി കൊണ്ടുവന്ന സീനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതുപോലെ ഒരുപാട് പേരെ ചാവുട്ടി ഒടിച്ചിരുന്നു. അങ്ങനെ ഒടിഞ്ഞ് ജയിൽവാസം അനുഭവിച്ച് ഒടിഞ്ഞു പോയ ആളുകളൊക്കെ ഒഡീഷ അല്ലെ, അങ്ങനെ ഒടിഞ്ഞ ആളുകൾക്ക് 20,000 രൂപ കൊടുക്കാൻ തീരുമാനിച്ച ഒഡീഷ. അങ്ങനെ പഠിച്ചു വെക്കുക, ഒടിഞ്ഞ ആളുകൾക്ക് ഒഡീഷ. കേരള കലാമണ്ഡലത്തിലെ ആദ്യത്തെ മലയാളി നൃത്ത അധ്യാപകൻ. ഈ ക്വസ്റ്റ്യൻ വന്നാൽ എല്ലാവരും എഴുതി എനിക്കറിയാം അല്ലെ. നമ്മുടെ RLV രാമകൃഷ്ണൻ, കലാമണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഡ്രോണുകളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ മിസൈൽ സംവിധാനത്തിന്റെ പേര്? ഭാർഗവചരിതം 3ാം ഖണ്ഡം നിങ്ങൾ കിട്ടണം അല്ലെ. അപ്പൊ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ മിസൈൽ സംവിധാനത്തിന്റെ പേരാണ് ഭാർഗവാസ്ത്രം. എന്താണ് ഭാർഗവാസ്ത്രം? ഓക്കെ. പക്ഷാഘാതം വന്നവരെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കാൻ സഹായിക്കാൻ IIT മദ്രാസും വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജും ചേർന്ന് വികസിപ്പിച്ച റോബോട്ട് ഏതാണ്? ഒരു വെറൈറ്റി പേരാണ് അല്ലെ. മദ്രാസ് IIT, വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്. ഇപ്പൊ പക്ഷാഘാതം വന്നവരെ കൈകളുടെ ചലനശേഷി ഇങ്ങനെ പാട്ടില്ലേ, പാട്ടിലേക്ക് അറിയില്ല. അപ്പൊ എന്താണെങ്കിലും ലാലേട്ടൻ ഇങ്ങനെ പാടിയിട്ട് ആ സിനിമയിലെ ചന്ദ്രലേഖ എന്ന സിനിമയിൽ ഇങ്ങനെ എണീപ്പിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത് പ്ലൂട്ടോ എന്ന റോബോട്ട് വന്നാൽ എങ്ങനെ ഉണ്ടാവും? റോബോട്ടാ പാട്ട് പാടിയിട്ടാണ് ലാലേട്ടൻ ആരെ എണീപ്പിക്കുന്നത്? ആ സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ പാട്ടിന് പകരം പ്ലൂട്ടോ പക്ഷാഘാതം വന്നവരെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. പ്ലൂട്ടോ. ഗ്രാമപ്രദേശങ്ങളിൽ വിദേശ ഭാഷാ പരിശീലനം പ്രോത്സാഹിപ്പിച്ച് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സും കേരള ട്രാവൽസിന്റെ വിദേശ ഭാഷാ പരിശീലന വിഭാഗവും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഫ്ലയർ. എന്താണ് ഫ്ലയർ? എടാ മക്കളെ, ഫോറിൻ ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് റൂറൽ എംപവർമെന്റ് എന്ന് വിളിക്കാം. അപ്പൊ ഇത് വിളിക്കുന്ന സമയത്ത് ഫ്ലയർ എന്ന് പഠിച്ചാൽ മതി. ഫ്ലയർ എന്ന് പറഞ്ഞാല് വിദേശത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് അല്ലെ, ഗ്രാമങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് ഈ ടൂറിസ്റ്റുകളൊക്കെ ആയിട്ട് ഒരു ഇടപെടൽ നടത്തണ്ടേ. അപ്പൊ ഗ്രാമങ്ങളിലൊക്കെ വിദേശ ഭാഷ പരിശീലിപ്പിക്കണം. അങ്ങനെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക. അതാണ് ഫ്ലയർ അല്ലെ. എന്താണ് ഫയർ അല്ല, ഫ്ലയർ. ഫോറിൻ ലാംഗ്വേജ് ഫ്ലയർ. മനസ്സ് കേട്ടിക്കേ. ഗ്രാമപ്രദേശങ്ങളിലെ വിദേശ ഭാഷ ഫ്ലയർ. സ്ത്രീകൾ നയിക്കുന്ന സ്റ്റാർട്ടപ്പുകളെ ശാക്തീകരിക്കുന്നതിനായി ഷീ കൊഹോട്ട് എന്ന് പറയുക, COHORT. ഷീ കൊഹോട്ട് 3.0 എന്ന സംരംഭം ആരംഭിച്ച സംസ്ഥാനം കൃത്യമായിട്ട് പഠിക്കുക, പഞ്ചാബ്. സ്ത്രീകൾ നയിക്കുന്ന സ്റ്റാർട്ടപ്പുകളെ ശാക്തീകരിക്കുന്നതിനായി ഷീ കൊഹോട്ട് 3.0 സംരംഭം ആരംഭിച്ച സംസ്ഥാനം പഞ്ചാബ്. അമേരിക്കയുടെ 5ാമത്തെ കോൺസുലേറ്റ് ഇന്ത്യയിൽ തുറന്നത് എവിടെയാണ്? ബാംഗ്ലൂർ. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുന്ന കവിതാ സമാഹാരത്തിന്റെ പേരാണ് മനോരഥം. കലാമണ്ഡലം ഗോപി ആശാന്റേതാണ് മനോരഥം. കോക്ക് ബറോക്ക്, കിട്ടിലൻ ചോദ്യമാണ്. കോക്ക് ബറോക്ക്
ഉത്സവങ്ങൾ ഇതാ വരുന്നു, മൂന്നാമത്തെ ഉത്സവം. ആണോ? അല്ല, ഇത് കോക്ക് ബൊറോക്ക് ഉത്സവം അവിടെ ഉണ്ട്. പക്ഷെ കോക്ക് ബൊറോക്ക് ഉത്സവം മാത്രമല്ല, കോക്ക് ബൊറോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഭാഷ കൂടിയാണ്, ഒരു ഗോത്ര വിഭാഗത്തിന്റെ ഭാഷയാണ്. അവിടെ ഒരു ഉത്സവം കൂടി ഉണ്ട് കേട്ടോ, കോക്ക് ബൊറോക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ ഒരു ദിവസം കോക്ക് ബൊറോക്ക് ഡേ ആയിട്ടൊക്കെ ആചരിക്കും, ആ ഒരു ഉത്സവം എന്ന് പറയാൻ കാരണം. അപ്പൊ ഇത്തരത്തിലെ കോക്ക് ബൊറോക്ക് എന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാഷയാണെന്ന് ചോദിക്കാം. ത്രിപുരയാണ്. ത്രിപുര. കോക്ക് ബൊറോക്ക്. കോക്ക് കോക്ക് ബൊറോക്ക്. കോക്ക് ബൊറോക്ക് ത്രിപുര. കോക്ക് ബൊറോക്ക് ത്രിപുര. ഇതാ നോക്കൂ, മണ്ണ് മലിനീകരണത്തെ ചെറുക്കുന്നതിനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി അടുത്തിടെ ബാക്ടീരിയ വികസിപ്പിച്ച സ്ഥാപനം. ശ്രദ്ധിക്കണം, ചന്ദ്രനിൽ നിന്നുകൊണ്ട് നേരത്തെ നിങ്ങൾ ഒരു സിലിക്കൺ മണ്ണിനെ കുറിച്ച് പഠിച്ചു. അത് ഏതായിരുന്നു? IIT. ചന്ദ്രനിൽ നിന്നുകൊണ്ട് സിലിക്കൺ, അത് IIT മദ്രാസ്. നമ്മൾ തെറ്റിക്കും മക്കളെ. 2025 റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സ് ചോദ്യം വരുമ്പോൾ നിങ്ങൾ തെറ്റിക്കും. നിങ്ങൾ എങ്ങനെ തെറ്റിക്കുക? മണ്ണ് 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 IIT മദ്രാസ് അങ്ങനെ പഠിക്കരുത്. ചന്ദ്രനിൽ നിന്ന് മണ്ണ്, അല്ലെ? അമ്പിളിയമ്മാവ മാമ മദ്രാസ് ആണല്ലോ മണ്ണ്. അങ്ങനെയാണെങ്കിലോ ബാക്ടീരിയ, ബാക്ടീരിയകൾ ഒരുപാടുണ്ട് മണ്ണിൽ. അപ്പോ ആ മണ്ണ് മലിനീകരണത്തെ ചെറുക്കുന്ന ബാക്ടീരിയകളെ അല്ലെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മണ്ണ് മലിനീകരണം എന്ന് പറഞ്ഞാൽ ബോംബെയിൽ ഒരുപാട് തെരുവുകളുടെ ആലോചിക്കാം, അവിടെ ബാക്ടീരിയ ആവശ്യമുണ്ട്. അങ്ങനെ അടുത്തൊരു ബാക്ടീരിയ വികസിപ്പിച്ചു IIT ബോംബെ. പഠിച്ചോ? 2025 ജനുവരിയിൽ കൽപ്പിത സർവകലാശാലയെ പ്രഖ്യാപിച്ച സ്ഥാപനം ഏതാണ്? ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ട്. നമ്മൾ ഒരു പക്ഷേ NCERT-യോ അല്ലെങ്കിൽ കേരള കലാമണ്ഡലം ഓപ്ഷൻ മെറിറ്റിലൊക്കെ നിങ്ങൾ എഴുതും. കേരള കലാമണ്ഡലമൊക്കെ എത്രയോ കൊല്ലം മുമ്പാണ്. അറിയുന്ന ഒരു കമന്റ് ചെയ്തേ. കേരള കലാമണ്ഡലത്തെ കൽപ്പിത സർവകലാശാലയെ പ്രഖ്യാപിച്ച വർഷം അറിയുന്ന ഒരു കമന്റ് ചെയ്തേ. ഇത് നോക്കൂ, നീലിറ്റാണ്. നീലി, കല്ലിയങ്ങാട്ട് നീലി എന്ന് കേട്ടത്, നീലിറ്റി. എന്താണ് നീലിറ്റി? എന്താണ് നമ്മുടെ പൂർണ്ണരൂപം? കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, നീലിറ്റ്. എന്താണ് നീലിറ്റ്? അപ്പൊ പഠിച്ചു വെച്ചേക്കുക, 2025 ജനുവരിയിൽ കൽപ്പിത സർവകലാശാലയെ പ്രഖ്യാപിച്ച സ്ഥാപനം നീലിറ്റ് ആണ്. 2024 അർജുന അവാർഡിന് അർഹയായ അന്നു റാണി, മിന്നുമണി കേരള ക്രിക്കറ്റ് ടീമിൽ വന്ന മലയാളി. പഠിച്ചു. അന്നാമാണി നേരത്തെ പഠിച്ചു. ആരായിരുന്നു അന്നാമാണി? ആരായിരുന്നു അന്നാമാണി? മറന്നുപോയോ നോക്കട്ടെ. അന്നാമാണി ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ 150ാമത് വാർഷിക വേളയിൽ ആദരിച്ച ഇന്ത്യയിലെ വനിതാ ശാസ്ത്രജ്ഞയാണ് മലയാളിയായ അന്നാമാണി. ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രം 150ാം വാർഷികം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ലഡുപൊടുന്ന ചോദ്യം നേരത്തെ ചോദിക്കാൻ വിട്ടുപോയതാ. എന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് വന്നത്? മക്കളെ, നമ്മുടെ പിള്ളേർക്ക് ടെലഗ്രാം ക്ലാസ്സിൽ ഞാൻ കൃത്യമായിട്ട് എടുത്തു കൊടുക്കാറുണ്ട് അല്ലേ? 1875 വരുന്നത്. നമ്മുടെ യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് നമ്പർ ഉണ്ടാവും, അതിനകത്തേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ടെലഗ്രാം ക്ലാസ്സിലൊക്കെ കയറി പഠിക്കാം. അപ്പൊ 1875 150ാമത് വാർഷികം ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്ത് വെച്ചേക്കണം, അന്നാമാണിയാണ്. അവിടെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അന്നു റാണി 2024 അർജുന അവാർഡിന് അർഹയായ അന്നു റാണി ഏത് മേഖലയിൽ പ്രസിദ്ധയാണ്? അത്ലറ്റിക്സ് ആണ്. ഫോട്ടോ കാണാം. അന്നു റാണി അന്നു റാണി അത്ലറ്റ് ആട്ടോ. എന്താണ്? അത്ലറ്റ്. അർജുന അവാർഡ് അന്നു റാണി അത്ലറ്റ്. അങ്ങനെയാണെങ്കിൽ 2024 മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി മികച്ച യൂണിവേഴ്സിറ്റിക്ക് കിട്ടുന്ന ട്രോഫിയാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ്, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അല്ലെ? INC-യുടെ ദീർഘനാള് പ്രസിഡന്റ് ആയിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹം എവിടെയാ ജനിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാം? ഒന്ന് കമന്റ് ചെയ്തേ. അദ്ദേഹം ജനിച്ച വർഷം രസകരമായ ഒരു വർഷമാണ്. അദ്ദേഹം ജനിച്ച സ്ഥലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC PYQ ആണ്. അദ്ദേഹത്തിന്റെ ജന്മദിനം ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ 2 മാസം മുമ്പ് ചോദിച്ചു അല്ലെ? അദ്ദേഹത്തിന്റെ ജന്മദിനം എന്നാണ്? ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമാണ്. എന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം? നവംബർ 11 നവംബർ 12 ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കാറുണ്ട്. നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ് അല്ലെ? സലീം അലി, ദേശീയ പക്ഷി നിരീക്ഷണ ദിനം കൂടിയാണ്. ഓക്കെ, അപ്പോ നവംബർ 12 വേറൊരു ദിവസം കൂടിയാണ്. കാരണം നിങ്ങളുടെ ഷഹനാദ് സാറ് ഗംഭീര ഒരു കോഡ് കഴിഞ്ഞ 4-5 വർഷം യൂട്യൂബിൽ പറയാറുണ്ട്. ആ കോഡിനകത്ത് സ്ഥിരമായിട്ട് പറയുന്നതാണ് എന്ത്? 12 യുവ ഡാർവിൻ ദണ്ഡികൾ ബഹിരാകാശത്തെ നൈസറിയിൽ ബാലവേല ചെയ്ത് നവംബറിൽ പക്ഷി ന്യൂമോണിയ പിടിപെട്ട് മരിച്ചൊരു കഥയില്ലേ? അവിടെ മലാലയുടെ യുവത്വമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ആ കഥയൊക്കെ കാണണമെങ്കിൽ യൂട്യൂബ് കയറിയിട്ട് പ്ലേലിസ്റ്റ് നോക്കിയിട്ട് മോളോട്ട് നോക്കിയിട്ട് കോഡുകൾ എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിനകത്ത് ഉണ്ടാവും. അപ്പോ അവിടെ
നവംബർ 12 എന്ന് പറഞ്ഞാൽ എന്താന്നാ പറഞ്ഞേ ആ പക്ഷി ദിനം മാത്രമല്ല, ന്യൂമോണിയ ഡേ ആണ്. PYQ ആണ്. കിടലൻ ചോദ്യ. ആരോഗ്യ ദിനങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. ഏപ്രിൽ 7 ആരോഗ്യ ദിനം. ഏപ്രിൽ 11 എന്താണ്? പാർക്കിൻസൺ ദിനം. ഏപ്രിൽ 17 ഹീമോഫീലിയ ഡേ. അങ്ങനെയാണെങ്കിൽ നവംബർ 12 ചോദിക്കും ന്യൂമോണിയ ഡേ. എന്ത് ഡേ ആണ്? ന്യൂമോണിയ ഡേ ആണ്. ന്യൂമോണിയ. അപ്പൊ അവിടെ ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. ആരാടാ ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി എന്ന് സലീം അലിയാണോ? അല്ല, അലൻ ഒക്ടോവിയൻ ഹ്യൂം ആണ്. AO ഹ്യൂം അല്ലെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്ന അലൻ ഒക്ടോവിയൻ ഹ്യൂം ആണ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള ട്രോഫി കിട്ടുന്നു ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി. ചണ്ഡിയാണെന്ന് വിചാരിക്കണം, ഗംഭീര യൂണിവേഴ്സിറ്റിയാ. എന്താണ്? ചണ്ഡിയാന്നൊക്കെ നമ്മൾ വിചാരിക്കേണ്ട, പക്ഷെ ഗംഭീര യൂണിവേഴ്സിറ്റിയാണ്. ചണ്ഡീഗഡ് ആണെങ്കിലും ആ യൂണിവേഴ്സിറ്റി സെറ്റപ്പാണ് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി അല്ലെ? ഷഹീദ് ഭഗത് സിംഗ് എയർപോർട്ട് ഉണ്ട്. അത് എവിടെയാണ്? ഷഹീദ് ഭഗത് സിംഗ് എയർപോർട്ട് കഴിഞ്ഞ 2021 കറണ്ട് അഫേഴ്സ് ആണ്. ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്ന ചണ്ഡീഗഡ് കേട്ടോ. ചണ്ഡീഗഡ് എയർപോർട്ടാണ്. ഞാൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു, സോറി. ഷഹീദ് ഭഗത് സിംഗ് എയർപോർട്ട് ചണ്ഡീഗഡിലാട്ടോ. ദേശീയ തലത്തിൽ ജനിതക ഡാറ്റാബേസ് തയ്യാറാക്കുന്ന പദ്ധതി ഏതാടാ? ദേശീയ തലത്തിൽ ജനിതക ഡാറ്റാബേസ് തയ്യാറാക്കുന്ന പദ്ധതിയാണ് ജീനോം ഇന്ത്യ. ആ പേര് തന്നെയാണ്. ഇന്ത്യയിലും വിദേശത്തുമുള്ള ഗവേഷകർക്ക് ജീനോം ഡാറ്റ ലഭ്യമാക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് IBDC, ഇന്ത്യൻ ബയോളജിക്കൽ ഡാറ്റാ സെന്റർ. ഇതൊക്കെ പഠിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് ഇത് ശരിയാക്കണം. കാരണം പരീക്ഷയ്ക്ക് ഇത് ഓർമ്മ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഇന്ത്യയിലും വിദേശത്തുമുള്ള ഗവേഷകർക്ക് ജീനോം ഡാറ്റ ലഭ്യമാക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച പോർട്ടലിന്റെ പേരെന്താണ്? ഇന്ത്യൻ ബയോളജിക്കൽ ഡാറ്റാ സെന്റർ. ഓക്കെ. ഹിമാചൽ പ്രദേശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന് ആരുടെ പേര് നൽകാനാണ് ഹിമാചൽ പ്രദേശ് ക്യാബിനറ്റ് തീരുമാനിച്ചത്? ഹിമാചൽ പ്രദേശ് എന്ന് പറഞ്ഞാൽ അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റ് ആണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട മുൻ പ്രധാനമന്ത്രി സിംഗ് മരണപ്പെട്ടു. എന്നാണ് ആ മരണപ്പെട്ട ഡേറ്റ്? അതാണ് നിങ്ങളോട് എന്റെ ചോദ്യം. കമന്റ് ചെയ്തേ. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പേരാണ് ഹിമാചൽ പ്രദേശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നൽകാൻ തീരുമാനിച്ചത്. നമ്മുടെ MT വാസുദേവൻ നായർ മരിക്കുന്നത് ക്രിസ്മസ് ദിനത്തിലാണെങ്കിൽ അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ആര് മരിക്കുന്നത്? മൻമോഹൻ സിംഗ്. 2024 ഡിസംബർ മാസം 26, 25 MT വാസുദേവൻ നായർ നമ്മെ വിട്ടു പിരിഞ്ഞു. 2025 ലബനന്റെ പ്രസിഡന്റ് ജോസഫ് ഏട്ടനാണ്. ആരാണ്? ലബനന്റെ പ്രസിഡന്റ് ജോസഫ്. പൂമുത്തോളേനി അല്ലേ? ആ ജോസഫ് ലബനനിൽ പോയിട്ടോ. ലബനൻ. 17ാമത് ബഷീർ പുരസ്കാരം. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. വളരെ 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. 17ാമത്തെ ബഷീർ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? അത് കൃഷ്ണനാണ്. BPN ഗോപി കൃഷ്ണൻ. 1 മാർക്ക്. അദ്ദേഹത്തെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓടക്കുഴൽ പുരസ്കാരത്തിൽ പഠിച്ചില്ലേ? ഇതേ കൃതി പഠിച്ചില്ലേ? പഠിച്ചിരുന്നോണ്ടില്ലയോ? പഠിച്ചോ? കവിത മാംസഭോജിയാണ്. പഠിച്ചില്ലേ? അപ്പോ അവിടെ നിങ്ങൾ ഓർത്തു വെക്കുക, ബഷീറിലേക്ക് വരുന്നു ഈ പ്രാവശ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഹബിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് എവിടെയാണ്? ഹരിത ഹൈഡ്രജൻ ഹബാണ് മക്കളെ. അതൊരു വിശാലമായ പട്ടണത്താണ് ഹരിത ഹൈഡ്രജൻ ഹബിന് തുടക്കം കുറിച്ചത്. അപ്പൊ ഹരിത ഹൈഡ്രജൻ ഹബ് വിശാഖപട്ടണത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഹബ്. നമ്മൾ അറിയാണ്ട് ലഡാക്കിലേക്കൊക്കെ പോകും, ചിലപ്പം ഗാന്ധിനഗറിലേക്ക് പോകും, ഓക്കെ, ഹൈദരാബാദിലേക്ക് പോകും. ഹരിത ഹൈഡ്രജൻ. തെറ്റരുത്, എല്ലാവരും ശ്രദ്ധിക്കണം. തെറ്റുന്ന ചോദ്യമാണ്, എനിക്കറിയാം തെറ്റുന്ന ചോദ്യങ്ങൾ. നിങ്ങൾ പരീക്ഷയ്ക്ക് തെറ്റിക്കുന്ന ചോദ്യമാണ് ഇത്, ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഹബ് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് വിശാഖപട്ടണം. ATP ടൂർ സിംഗിൾസിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ ടെന്നീസ് താരം മഹേഷ് ഭൂപതി അല്ലെങ്കിൽ രോഹൻ ബൊപ്പണ്ണയൊക്കെ ഉണ്ടാവും. നമ്മൾ അറിയാണ്ട് കറക്കും അല്ലേ? നമ്മൾ അങ്ങനെയാണല്ലോ. ഇവരൊന്നും അല്ല. ഇതെന്താ പഠിക്കാൻ ഞാൻ പഠിപ്പിച്ചെന്ന ട്രിക്ക്? മോൺഫിൽസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ഗെയിൽ മോൺഫിൽസ്. മക്കളെ ഏറ്റവും പ്രായം കൂടിയത് ATP ടൂർ അല്ലെ? ഗെയിൽ ഇവിടെ ടൂറ് പോവുകയാണ്. അട്ടപ്പാടിയിൽ ടൂറ് പോകുന്നു. എന്ത് കാണാൻ? ഗെയിൽ പൈപ്പ് ലൈൻ കാണാൻ. ഇതൊക്കെ എന്ത് കോഡാന്ന് നിങ്ങൾ ചിന്തിക്കും. ടെലഗ്രാം ക്ലാസ്സിലെ ഞങ്ങളുടെ ബുദ്ധിജീവി പിള്ളേര് എന്ന് പറഞ്ഞാൽ LDC വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് റാങ്കിൽ വരുന്ന പിള്ളേര്, LGSന്റെ കേരളത്തിലെ ടോപ്പ് റാങ്കിൽ ഓരോ ജില്ലയിൽ വരുന്ന പിള്ളേര്
വളരെ കുറച്ച് പിള്ളേര്, ഒരു 10, 150, 200 പിള്ളേര്, അതിനകത്ത് ടോപ്പ് ബുദ്ധിജീവികളായ ഒരു 40-50 പേര് എല്ലാ ദിവസവും ക്ലാസ്സിൽ വരുന്നത്. അവർക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതൊക്കെ കിട്ടും. അപ്പൊ ATP ടൂർ സിംഗിൾസിൽ കിരീടം നേടിയത് ATP ടൂർ സിംഗിൾസിൽ ഗെയിൽ മോൺഫിൽസ്. എന്താണ്? ഗെയിൽ മോൺഫിൽസ്. ഗെയില് കാണാൻ അട്ടപ്പാടി ടൂർ പോയി. ഗെയില് നാട്ടിൽ കൂടെ ഒക്കെ ഉണ്ട് പൈപ്പ്, പക്ഷെ ATP ടൂർ പോയപ്പോഴാണ് ഗെയിലിന്റെ പൈപ്പ് ലൈൻ കണ്ടത്. ഗെയിൽ മോൺഫിൽസ് ആണ്. കാരണം നിങ്ങൾ ഇതൊക്കെ പരീക്ഷ എത്തുമ്പോൾ അങ്ങോട്ട് ടെൻഷനും കൺഫ്യൂഷൻ. ഇതൊക്കെ 4-5 പ്രാവശ്യം ഇങ്ങനെയൊക്കെ ആലോചിച്ച് പഠിക്കാം. എല്ലാം പോടാക്കി ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം 24 മണിക്കൂർ തേയില്ല ഈ പോയിന്റുകൾ പഠിപ്പിക്കാൻ. അതുകൊണ്ടാണ് ഇത് ഒറ്റ ടേക്കിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. 2025 അന്താരാഷ്ട്ര ജാവലിംഗ് മത്സരത്തിന്റെ വേദി നമ്മുടെ ചെക്കൻ നീരജ് ചോപ്ര ഉള്ളതുകൊണ്ട് തന്നെ ജാവലിൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ചാമ്പിക്കോ ഇന്ത്യ. 2025 ഇന്റർനാഷണൽ ജാവലിംഗ് മത്സരത്തിന്റെ രാജ്യം ഇന്ത്യ. മകളെ, സ്കൂൾ കുട്ടികളുടെ ഹാജരും പരീക്ഷയിലെ മാർക്കും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ രക്ഷിതാക്കളുടെ കൈകളിൽ എത്തിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ആപ്പ്, വല്ലാത്തൊരു ആപ്പാണ്, സമ്പൂർണ്ണ പ്ലസ് ആണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ പകർച്ചവ്യാധി നിർണയ ലബോറട്ടറി നിലവിൽ വരുന്ന എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ പകർച്ചവ്യാധി നിർണയ ലബോറട്ടറി നിലവിൽ വരുന്നു ബാംഗ്ലൂർ. അവിടെ ഒരുപാട് തിരക്ക് പിടിച്ച സിറ്റിയിലെ ടെക്കുകളൊക്കെ ഉണ്ട്. പകർച്ചവ്യാധി ബാംഗ്ലൂർ. DRDO വികസിപ്പിച്ച മൾട്ടി ലെയർ വസ്ത്ര സംവിധാനത്തിന്റെ പേര് ഹിം കവച്. ഹിം കവച്. അതികഠിനമായ തണുപ്പുള്ള കാലാവസ്ഥയിൽ പ്രവർത്തിക്കുന്ന സൈനികരെ സംരക്ഷിക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്താണ് ഈ ഹിമാലയത്തിലൊക്കെ ഉപയോഗിക്കുന്ന കവചം ഹിം കവച്. കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് അറിയാനുള്ള അത്യാധുനിക ഗാലറി ഓൺ ദി എഡ്ജ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? മനസ്സിലേക്ക് കിട്ടും. ഓൺ ദി എഡ്ജ്, അതിന്റെ ഫോട്ടോ ഒക്കെ നോക്കുക. ഇത് കൊൽക്കത്തയിലാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള രാജ്യത്തിലെ ആദ്യത്തെ ഗാലറിയായ ഓൺ ദി എഡ്ജ് ഇത് ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രി, പേര് ഞാൻ പറയില്ല, ഓർത്തു നോക്കണം. ഇത് പഠിപ്പിച്ച കോഡ് കേന്ദ്ര മന്ത്രിസഭ. കേരളത്തിൽ തന്നെ നമ്മുടെ PSCയിൽ ആദ്യമായിട്ട് രാത്രിക്ക് രാമായണം എന്ന് വെച്ചാൽ രാവിലെ സത്യപ്രതിജ്ഞ മുമ്പ് തന്നെ ഈ ക്ലാസ് നമ്മൾ എടുത്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഓർമ്മയുണ്ടാവും നിങ്ങൾ? 10,000 മുകളിൽ ആളുകൾ കണ്ടിട്ടുണ്ട്. ഗജേന്ദ്ര സിംഗ് കേന്ദ്രം സാംസ്കാരികം, ഗജങ്ങൾ നിൽക്കുന്നു, സാംസ്കാരിക തലസ്ഥാനം തൃശൂർ പൂരം. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് സാംസ്കാരിക ടൂറിസം മന്ത്രി. ആലോചിച്ച് വെക്കണം. അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു ഓൺ ദ എഡ്ജ്, കൊൽക്കത്തയിലാണ്. റോഡ് അപകടങ്ങൾ തടയാൻ വേണ്ടിയിട്ട് നോ ഹെൽമെറ്റ് നോ ഫ്യൂവൽ. രസകരമായ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബ് ഷോർട്സ് ഇങ്ങനെ നീക്കുമ്പോൾ അവിടെ ഒരു ട്രിക്ക് കണ്ടു. അവിടെ ഇത് പഠിപ്പിച്ചതിന് ശേഷം, ഇന്നത്തെ PSC പഠിപ്പിച്ച ശേഷമാണ് ഇത് ഞാൻ ശ്രദ്ധിച്ചത്. ഉത്തർപ്രദേശിലെ ഒരു ഷോർട്സ് നിങ്ങൾ അടിച്ചു കാണാൻ പറ്റും. അവിടെ മിക്കവാറും പമ്പിൽ ഒരു ചങ്ങലയിട്ടൊരു ഒരു സാധനം കാണാം. എന്താന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? രസകരമായ ഒരു കാര്യമാണ്. നോ ഹെൽമെറ്റ് നോ ഫ്യൂവൽ. അവിടെ പമ്പിൽ, നിങ്ങളുടെ നാട്ടിൽ പമ്പിൽ പോയാൽ ബാർകോഡ് കാണാം, നിങ്ങളുടെ നാട്ടിൽ പമ്പിൽ പോയാൽ വേറെ പല സംവിധാനവും കാണാം. അവിടെ ഒരു ചങ്ങലയിട്ടിട്ട് നമ്മളെ ട്രെയിനിൽ പോകുമ്പോൾ ടോയ്ലറ്റ് കയറുമ്പോൾ നിങ്ങൾക്ക് ചങ്ങലിട്ടൊരു സാധനം കാണാം. അതുപോലെ ഒരു സാധനം അവിടെ ഉണ്ട്, ഹെൽമെറ്റ്. എന്നിട്ട് നമ്മൾ പമ്പിൽ എത്തുന്നു, ബൈക്ക് നിർത്തുന്നു, ആ ചങ്ങലയിൽ ഹെൽമെറ്റ് തലയിൽ വെക്കുന്നു, പെട്രോൾ അടിക്കുന്നു, എന്നിട്ട് പൈസ കൊടുക്കുന്നു, ശേഷം നമ്മൾ ആ ഹെൽമെറ്റ് അവിടെ വെക്കുന്നു, തിരിച്ചു പോകുന്നു. ഞാൻ ചിന്തിക്കുക, ഇവര് ശരിക്കും മണ്ടന്മാരായിട്ടാണോ, ഇനി മണ്ടന്മാരെ പോലെ അഭിനയിക്കുകയാണോ, അതല്ല ഗവൺമെന്റ് പൊട്ടന്മാരാണോ? എനിക്കറിയാൻ വേണം മക്കളെ. നോ ഹെൽമെറ്റ് നോ ഫ്യൂവൽ നയം നിർദ്ദേശിച്ച സർക്കാർ ഉത്തർപ്രദേശാണ്. സംഗതി മനസ്സിലായി നിങ്ങൾക്ക്? അവിടെ ഫ്യൂവൽ അടിക്കണം എനിക്ക് തോന്നുന്നു. ചിലപ്പം CCTV ക്യാമറ എവിടെ ഉണ്ടാവും, ആ ക്യാമറയെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പൊ പമ്പിൽ വരുന്ന ആളുകൾക്ക് ഹെൽമെറ്റ് വെക്കുന്നു, പെട്രോൾ അടിക്കുന്നു, എന്നിട്ട് അവർ അതിൽ നിന്നും ആ ഹെൽമെറ്റ് അവിടെ അയച്ചു വെക്കുന്നു. ഒരു ചെയിൻ ചങ്ങലയാണ്. അപ്പൊ ഇനി നടക്കേണ്ടത് UP യിലാണ്. ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടി പറഞ്ഞു നേടും. R360 നെപ്റ്റ്യൂൺ മിസൈൽ ഏത് രാജ്യമാണ് വികസിപ്പിച്ചത്? R360 നെപ്റ്റ്യൂൺ മിസൈൽ ഏത് രാജ്യമാണ് വികസിപ്പിച്ചത്? യുക്രൈൻ. ഉക്രൈൻ. മക്കളെ, നെപ്റ്റ്യൂണിന്റെ പേരിൽ ഉക്രൈൻ ആണ് അല്ലെ. നമ്മൾ യുറാനസ് നെപ്റ്റ്യൂൺ എന്നൊക്കെ പറയാ. അപ്പൊ നെപ്റ്റ്യൂൺ കഴിഞ്ഞാൽ പിന്നെ യുറാനസിന് പകരം ഉക്രൈൻ, യുറാനസ് ഉക്രൈൻ അയക്കുക. R360 ഡിഗ്രിയിൽ നെപ്റ്റ്യൂൺ എന്നൊക്കെ പറയും, ഉക്രൈൻ അയക്കാം പോട്ടാ, ഉക്രൈൻ. സൗരോർജം, കാറ്റ്, ഹൈഡ്രജൻ, ബാറ്ററി സംഭരണം എന്നീ മേഖലകളിൽ ഇന്ത്യയുടെ ക്ലീൻ ടെക് മെച്ചപ്പെടുത്താനായി രൂപകൽപ്പന ചെയ്ത പ്ലാറ്റ്ഫോമാണ് ഭാരത് ക്ലീൻ ടെക് മാനുഫാക്ചറിംഗ്. തദ്ദേശീയമായി DRDO വികസിപ്പിച്ച 3ാം തലമുറ ടാങ്ക് വേദ ഗൈഡഡ് മിസൈൽ കിടിലൻ പോയിന്റ് ആണ്.
ടാങ്ക് വഹിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന പാമ്പിനെ പോലെ എഴുതുന്ന ഒരു വികസിച്ച ഒരു മിസൈലാണ്. അപ്പൊ അതിനെന്ത് വിളിക്കും? നാഗം. പാമ്പിനെ പോലെ. നാഗ് MK2 തദ്ദേശീയമായി DRDO വികസിപ്പിച്ച 3ാം തലമുറ വളരെ ഇമ്പോർട്ടന്റ് ആണ് ടാങ്ക് വേദ ഗൈഡഡ് മിസൈൽ ആണ് നാഗ് MK2. വികസിത ഭാരത് യങ് ലീഡർ ഡയലോഗ് 2025 നടന്നത് ന്യൂഡൽഹിയിലാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല, നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ഇമ്പോർട്ടന്റ് ആണ് ZMORE ടണൽ. ഏത് ഹിമാനിയുടെ കീഴിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? താജിവാസ് ഗ്ലേസിയർ ആണ് കേട്ടോ. താജ്മഹൽ അല്ല, ZMORE എന്ന് കേൾക്കുമ്പോൾ താജിവാസ്. ജമ്മു കാശ്മീരിലെ സോനാമർഗിൽ ZMORE ടണൽ ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. ഇന്ത്യൻ ആർമി, പോലീസ്, പാരാമിലിറ്ററി സേനകളിലേക്ക് സംസ്ഥാനത്തെ യുവാക്കളെ പ്രീ റിക്രൂട്ട്മെന്റ് പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ മധ്യപ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പർത്ത് യോജന. എന്ത് യോജന? പർത്ത്. പോലീസ് ആർമി റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് ആൻഡ് ഹൂണർ. പർത്ത്, PARTH, പർത്ത് യോജന. 2026 കോമൺവെൽത്ത് പാർലമെന്ററി സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയാണ്. ഏതാണ്? ഇന്ത്യയാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി അത് ഇന്ത്യയാണ്. അവിടെ നിങ്ങൾക്ക് ഏവർക്കും തെറ്റാൻ സാധ്യതയുള്ള ഒരു പോയിന്റ്, കാരണം മുൻകാലങ്ങളിൽ പഠിച്ചൊരു ചെറിയ മാറ്റമുണ്ട്. 2022 ബർമിംഗ്ഹാമിലായിരുന്നു കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. 2022 ബർമിംഗ്ഹാമിലായിരുന്നു. 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദി മാറ്റിയിട്ടുണ്ട്. എവിടെയാണിപ്പോ? വിക്ടോറിയ എന്ന് പറയുന്ന ഓസ്ട്രേലിയ ആയിരുന്നു ആദ്യം തീരുമാനിച്ചത്, അത് മാറ്റി. ലേറ്റസ്റ്റ് അപ്ഡേഷൻ പഠിച്ചു വെക്കണം. ഇപ്പൊ എവിടെയാണ്? ഗ്ലാസ്ഗോ. വെരി ഗുഡ്, ഓർത്ത് വെച്ചേക്ക്. അറിയുന്നവർക്ക് 1 മാർക്ക് കിട്ടും. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോ. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോ. ഗ്ലാസ്ഗോ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. സ്കോട്ട്ലാൻഡിലാണ് കേട്ടോ. സ്കോട്ട്ലാൻഡിലാണ് ഗ്ലാസ്ഗോ. അപ്പൊ 2030 ഇന്ത്യയിൽ എങ്ങനെ പഠിച്ചു വെക്കാം? നമുക്ക് രസകരമായ ഓരോ കോഡൊക്കെ നിങ്ങൾക്ക് ആലോചിച്ച് വെക്കാം. ബാറിൽ പോയി ഗ്ലാസിൽ കുടിക്കുന്നവർ ഇന്ത്യക്കാരാണെന്ന് പഠിച്ചു വെക്കാം. ബാറിൽ പോയി എന്ന് വെച്ചാൽ എന്താണ്? ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് 2022 ബാർ ബർമിംഗ്ഹാം. 26 ഗ്ലാസ്ഗോ ഗ്ലാസ്. ഓക്കെ, ഇന്ത്യക്കാർ 30 ഇന്ത്യ. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ 22, 26, 30 കിട്ടും. അപ്പൊ കോമൺവെൽത്ത് പാർലമെന്ററി സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന 26 അത് ഇന്ത്യ. ഇത് വേറെ ക്വസ്റ്റ്യൻ ആണ്, മറ്റേത് സ്പോർട്സ് ആണ്. 2025 ജനുവരിയിൽ നടന്ന ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് കേരളമാണ്. സുഗതകുമാരി നവതി ആഘോഷ സമിതി ഏർപ്പെടുത്തിയ സുഗത നവതി പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? സുഗത നവതി പുരസ്കാരം ശ്രീമൻ നാരായണൻ. പരിസ്ഥിതി പ്രവർത്തകനാണ് ശ്രീമൻ നാരായണൻ. പഠിച്ചു വെക്കുക. സുഗതകുമാരി നവതി ആഘോഷ സമിതി ഏർപ്പെടുത്തിയ സുഗത നവതി പുരസ്കാരം ലഭിച്ചത് ശ്രീമൻ നാരായണനാണ്. 5 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇന്ത്യയുടെ വടക്കിഴക്കൻ മേഖലയിലെ പ്രകൃതിദത്ത റബ്ബറിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ഇൻ റോഡ് പ്രോജക്ട്. എന്താണ് ഇൻ റോഡ് പ്രോജക്ട്? ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ. ബ്ലിറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ വൈശാലി ഓർത്തു വെക്കണം അല്ലെ? പ്രജ്ഞാനന്ദയുടെ വൈശാലി അല്ലെ? പ്രജ്ഞാനന്ദയുടെ ആരാണ് വൈശാലി? പ്രജ്ഞാനന്ദ നമ്മൾ പഠിച്ചില്ലേ കുറച്ചു മുമ്പ്? ടാറ്റ സ്റ്റീലില് കപ്പടിച്ചത് പ്രജ്ഞാനന്ദയാണ്. അദ്ദേഹത്തിന്റെ സഹോദരിയാണ് വൈശാലി. ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ബ്ലിറ്റ്സ് ആയി അല്ലെ? പെൺകുട്ടി ആയതുകൊണ്ട് ബ്ലിറ്റ്സ്, നല്ല ബ്ലിറ്റ്സ് ആണെന്ന് അറിയിക്കാം. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കയറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത. നമ്മൾ ഇവിടെ പ്രായം കൂടിക്കൂടി പോകുമ്പോൾ PSCക്ക് പഠിക്കുന്നു എന്ന റെക്കോർഡ് സ്വന്തമാക്കുന്നു കാമ്യ കാർത്തികേയൻ അല്ലെ? എന്താണ് കാർത്തികേയൻ? ലാലേട്ടൻ നിങ്ങൾക്ക് ഓർമ്മ? ഇത് കാമ്യ കാർത്തികേയനാണ്. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കയറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന റെക്കോർഡ് അർഹയായത് കാമ്യ കാർത്തികേയൻ. മക്കളെ, സൗത്ത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പൊതു നേതൃത്വത്തിനുള്ള ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി നാഷണൽ എമിനൻസ് അവാർഡ് കിട്ടിയത് ഒരു വെറൈറ്റി അവാർഡാണ്. ഇത് കിട്ടിയത് നമ്മുടെ വിദേശകാര്യ മന്ത്രിക്കാണ്. മനസ്സിൽ വെറൈറ്റി ആയിട്ട് ആലോചിച്ച് നോക്കുക. സൗത്ത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ
പൊതു നേതൃത്വത്തിനുള്ള ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി നാഷണൽ എമിനൻസ് അവാർഡ് ലഭിച്ച വ്യക്തി എസ് ജയശങ്കർ. ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിയാണ് എസ് ജയശങ്കർ എന്ന കാര്യം ഓർത്തു വെച്ചേക്കുക. 18ാമത് പ്രവാസി ഭാരതീയ ദിനം, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഷുവർ ക്വസ്റ്റ്യൻ. 18ാമത് പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ വേദി ഭുവനേശ്വറാണ്. ഭുവനേശ്വറാണ് പ്രമേയം. വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന, ഡയസ്പോറാസ് കോൺട്രിബ്യൂഷൻ ടു എ വികസിത് ഭാരത്. എന്താണ്? വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാളി രാമകൃഷ്ണൻ ശിവസ്വാമി. ദൈവങ്ങളുടെ ഒരു കളി തന്നെയാണ്. വി രാമസുബ്രഹ്മണ്യം NHRCയുടെ ഹെഡ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ തലവൻ വി രാമസുബ്രഹ്മണ്യം. ഇത് രാമ, കൃഷ്ണ, ശിവ, എന്തൊക്കെ പേരാ, രാമയുണ്ട്, കൃഷ്ണയുണ്ട്, ശിവയുണ്ട്, എല്ലാവരും തൃപ്തിപ്പെടുത്തി. രാമകൃഷ്ണൻ ഇത് പ്രവാസിയാണ്. പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിക്കുന്നു, മലയാളി വ്യവസായിയാണ്. 2025 പ്രവാസി ഭാരതീയ ദിവസ് മുഖ്യ അതിഥി ആരാണ്? 2025 പ്രവാസി ഭാരതീയ ദിവസ് മുഖ്യ അതിഥി ക്രിസ്റ്റൈൻ കാർല കാങ്കലോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ടെലഗ്രാം ക്ലാസ്സിലെ പിള്ളേരുടെ എങ്ങനെയാണ് ആവേശം അവർക്ക്, കാരണം ഇതൊക്കെ അവരുടെ വീട്ടിലൊരാളാണ് അല്ലെ. 2025 പ്രവാസി ഭാരതീയ ദിവസ് മുഖ്യ അതിഥി ആരാണ്? ക്രിസ്റ്റൈന, കരളാണ്, കരള്, കങ്കാരു അല്ല, കങ്കലോ. ക്രിസ്റ്റൈൻ കാർല കങ്കലോ. പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ മുഖ്യാതിഥി ക്രിസ്റ്റൈൻ കാർല കങ്കലോ. ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റാണ് ഇവര് ടൊബാഗോ. പഠിക്കാൻ സുഖമാണ് കേട്ടോ, കാരണം ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്നൊക്കെ ഉണ്ടാവും, നമുക്ക് പഠിക്കാൻ സുഖമായിട്ട്. ടൊബാക്കോ അല്ല, ടൊബാഗോ പ്രസിഡന്റ് ആണ് ക്രിസ്റ്റൈൻ കാർല കങ്കലോ. തെറ്റിക്കണം, നിങ്ങൾ എന്താ തെറ്റിക്കണേ, കാരണം റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യാതിഥി ചോദിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്റ്റൈൻ കാർല കാങ്കലോ എഴുതണം കേട്ടോ, തെറ്റിക്കാണ്ട് എഴുതണേ. ഓക്കെ, അത് പ്രഭവോ സുബിയാന്തോ. ഇത് പ്രവാസി ഭാരതീയ ദിവസ് എന്നാണ് 2025. എന്നാണ് പ്രവാസി ഭാരതീയ ദിവസം ആചരിക്കുന്നത്? മഹാത്മാഗാന്ധിയുടെ വരവൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ജനുവരി 9 അപ്പൊ ജനുവരി 9 പഠിച്ചു പ്രവാസി ഭാരതീയ ദിവസ്, ജനുവരി 12 നേരത്തെ പഠിച്ചു അല്ലെ. ഇതൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ പുറത്താകാതെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാടാ? കരുൺ നായരാണ്. ഇയാളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇയാൾ എവിടെയെങ്കിലും പരിചയമുണ്ടോ? ഒരു പരിചയമില്ല എന്നാ കരുൺ നായർ. എന്നാലൊന്ന് കമന്റ് ചെയ്തേ. വെരി ഗുഡ്. വിജയ് ഹസാരെ ട്രോഫി ടൂർണമെന്റ് 2024-25 കപ്പടിച്ചു ആറ്? കർണാടക കപ്പടിച്ച വിജയ് ഹസാരെ ട്രോഫിയിൽ ടൂർണമെന്റിലെ താരം കർണാടക കരുൺ നായർ. അപ്പൊ ലിസ്റ്റ് എ ക്രിക്കറ്റിൽ പുറത്താകാതെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയത് കരുൺ നായർ. 200ാം ജയന്തി എന്നാട്ടോ. എന്താണ് ഇതിനകത്ത്? 200 ജയന്തി. 200ാം ജയന്തി ആഘോഷിക്കുന്ന കേരള നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷി. ചോദ്യം പോലും കാണാതെ ഇതൊക്കെ ഞാൻ ഇങ്ങ് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ടെലഗ്രാം പിള്ളേർ പറയും, ആറാട്ടുപുഴ വേലായുധ പണിക്കർ 200ാം ജയന്തി ആഘോഷിക്കുന്ന. ഞാൻ 200 പറഞ്ഞാൽ 200 ഉറുപ്പ്യ തരാനാണ് നിങ്ങൾ ചിന്തിക്കുമ്പോ അവർക്കറിയാം 150ാം വാർഷികം ആരാണ് അല്ലേ. അതുപോലെ തന്നെ 1950 മരിച്ചത് ആരാണ്? അതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരും. 1950 മരണപ്പെട്ടത് ആരാണ്? പൽപ്പുവട്ടൻ. അപ്പൊ 50ന്റെ കൂടെ കൂട്ടി 75ാമത്തെ പൽപ്പുവട്ടൻ. ആറാട്ടുപുഴ എന്ന് പറയുമ്പോൾ 200, MS സ്വാമിനാഥൻ എന്ന് പറയുമ്പോൾ 100 അല്ലെ. എന്താണ് പിള്ളേര് വേറെ ലെവലാണ്. 200ാം ജയന്തി ആഘോഷിക്കുന്ന കേരള നവോത്ഥാനത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഏതാടാ സമരം? ഒന്ന് കമന്റ് ചെയ്ത്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സമരം ഓർമ്മ വരൂല്ലേ? പഠനത്തിൽ മികവ് പുലർത്തുന്ന സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ പിള്ളേരെ പറഞ്ഞോ, നിർധന വിദ്യാർത്ഥികളെ പറഞ്ഞോ. അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടേ, പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധന വിദ്യാർത്ഥികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടേ ഫൈബർ കണക്ഷൻ നൽകുന്നുണ്ട് BSNL കേട്ടോ. സ്ട്രൈക്കർ കോച്ചിങ് എന്നാണ് പറയുന്നത്, നിങ്ങൾ കിട്ടൂട്ടോ നിങ്ങൾക്ക്. പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധന വിദ്യാർത്ഥികളെ കണ്ടെത്തി ഫൈബർ കണക്ഷൻ നൽകുന്ന BSNL പദ്ധതിയാണ് വിദ്യാമിത്രം. ആ മിത്രത്തിലേക്ക് കിട്ടണമെങ്കിൽ 7306118242 മെസ്സേജ് അയച്ചാൽ മതി. കംപ്ലീറ്റ് PDF കിട്ടും.
എന്ത് കിട്ടും? കംപ്ലീറ്റ് PDF. ഇപ്പൊ വിദ്യാമിത്രത്തിനാൽ കിട്ടൂലെങ്കിലും കണക്ഷൻ കിട്ടൂലെങ്കിലും കംപ്ലീറ്റ് PDF കിട്ടണമെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധന വിദ്യാർത്ഥികളെ കണ്ടെത്തി ഫൈബർ കണക്ഷൻ നൽകുന്നു. അപ്പൊ വിദ്യാമിത്രം ആരാണ്? സ്ട്രൈക്കർ കോച്ചിങ് ആണ് കേട്ടോ. വിദ്യാമിത്രം BSNL പഠിച്ചു വെക്കണേ. സ്ട്രൈക്കർ കോച്ചിങ് ഒന്നും പഠിക്കണ്ട. 2025 ജനുവരിയിൽ കമ്മീഷൻ ചെയ്യുന്ന യുദ്ധക്കപ്പലുകളും അന്തർവാഹിനിയും ഏതാണ്? യുദ്ധക്കപ്പലുകളും അന്തർവാഹിനിയും നീലഗിരി, സൂററ്റ്, ദെൻ വാഗ്ഷീർ. 3 പഠിച്ചു വെച്ചേക്കണം കേട്ടോ. നീലഗിരി, സൂററ്റ്, വാഗ്ഷീർ. യുദ്ധക്കപ്പലുകളായ നീലഗിരി, സൂററ്റ്, വാഗ്ഷീർ ജനുവരിയിൽ കമ്മീഷൻ ചെയ്തു. യുദ്ധക്കപ്പൽ 63ാമത്. വീണ്ടും സ്ട്രൈക്കറിന്റെ പിള്ളേർ എനിക്ക് ഓർമ്മ ഒരു ഈ ക്വസ്റ്റ്യൻ കാണുമോ? സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര നൃത്ത രൂപങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ഒരു പാട്ട് പാടും. ഞാൻ ആ പാട്ടൊന്നും ഇവിടെ പാടില്ല. വേഗം പറഞ്ഞു. ഏതൊക്കെയാണ്? മംഗലം കളിയുണ്ട് അല്ലേ, പണിയ നൃത്തമുണ്ട്, മലപ്പുലയാട്ടമുണ്ട്, ഇരുള നൃത്തമുണ്ട്, പാലിയ നൃത്തമുണ്ട്. 5 പഠിച്ചു വെച്ചേക്കണം. ഇത് പറയുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ഈ 5 പറയുമ്പോൾ എനിക്ക് മറ്റേത് ചോദിക്കാണ്ട് പോവാനേ പറ്റില്ല. നമ്മുടെ ഇന്ത്യയില് ക്ലാസിക്കൽ ഭാഷ പദവി കിട്ടിയ ഭാഷകൾ എത്ര എണ്ണം ഉണ്ട്? ഇപ്പോ ഒന്ന് കമന്റ് ചെയ്തേ. 11 ഭാഷകളുണ്ട്. ഓക്കെ ആണോ? ആ 11 ഭാഷകൾ ഇപ്പൊ ആയതാണോ? ആ ക്ലാസിക്കൽ ഭാഷ പദവി കിട്ടിയ ലേറ്റസ്റ്റ് ഭാഷകൾ ഏതൊക്കെയാണ്? 5 ഭാഷകൾ ലേറ്റസ്റ്റ് വന്നതാണ്. ഇവിടെ നമ്മൾ ഒരു 5 നൃത്തരൂപം പഠിക്കുമ്പം ആ 5 പഠിക്കാൻ നല്ല രസമാണ്. കാരണം ഒന്ന് ആസാം വരുന്ന ടീമില്ലേ ഇവിടെ നാട്ടില്, ബംഗാളീസ് വിളിക്കുന്ന ഒന്ന് ആസാമിൽ വരുന്നുണ്ട് ഇങ്ങോട്ട്, പിന്നെ ബംഗാളിൽ വരുന്നുണ്ട് ഇങ്ങോട്ട്, പിന്നെ കുറച്ച് മറാത്തികളും വരുന്നുണ്ട്. അപ്പൊ ആസാമി, ബംഗാളി, മറാത്തി 3 ഏതൊക്കെയാണ്? ആസാമി, ബംഗാളി, മറാത്തി. പിന്നെ 2 ടീമാണ് പഠിക്കാൻ നല്ല സുഖമാണ്. ആ 2 ടീം ഏതൊക്കെയാണ്? അത് നമ്മൾ പണ്ടേ പറയുന്ന, കാരണം ഇത് പണ്ട് തൊട്ടേ പ്രാകൃതമായി പാലി എന്നൊക്കെ പറയുന്ന മാതിരി നമ്മൾ പണ്ടേ പറയുന്നതാണ് 5 ഭാഷകൾ. അതിൽപ്പെട്ടതാണ് പാലിയും പ്രാകൃതും. പാലി, പ്രാകൃത്. അപ്പൊ ആസാമി, ബംഗാളി, മറാത്തി, പാലി, പ്രാകൃത് ഇങ്ങനെ 5 ഭാഷകൾ കൂടി 11 ഭാഷകൾ. അപ്പൊ പാലി, പ്രാകൃത്, ആസാമി, ബംഗാളി, മറാത്തി. ക്ലാസിക്കൽ ഭാഷ പദവി ലഭിച്ച ഭാഷ, ആദ്യത്തെ ഭാഷ ഏതായിരുന്നു? ഇന്ത്യയിൽ ക്ലാസിക്കൽ ഭാഷ പദവി ലഭിച്ച ആദ്യത്തെ ഭാഷ തമിഴാണ്. അത് തമിഴാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു 100 തവണ PYQ ചോദിച്ചത്. ഏത് വർഷം എന്ന് PYQ ഒരു 500 തവണ എനിക്ക് ചോദിച്ചിട്ടുണ്ടാവും. തമിഴിനും കേരളത്തിനും കിട്ടിയത്. കേരളമൊക്കെ നിങ്ങൾക്ക് അറിയാം, എനിക്കറിയാം. കേരളം എന്ന് കേട്ടാൽ അല്ലെങ്കിൽ മലയാളം എന്ന് കേട്ടാൽ നിങ്ങൾ പറയും. അത് ഏത് വർഷമാണ്? അത് 2013. അതിനകത്ത് ഒരു സംശയം ആർക്കില്ല. തമിഴ് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. തമിഴ് ഏത് വർഷമാണ് തമിഴിന് ഈ പറയുന്ന ക്ലാസിക്കൽ ഭാഷ പദവി കിട്ടിയത്? ഓപ്ഷൻ A 2002, ഓപ്ഷൻ B 2003, ഓപ്ഷൻ C 2004, ഓപ്ഷൻ D 2006. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടും. സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പൊ ഇവിടെ മലയാളം 2013 മറന്നു പോണ്ടേ. അപ്പൊ മംഗലം കൂടാൻ ഞങ്ങളും ഉണ്ട് ചങ്ങാതി അല്ലെ. കാസർഗോഡ് മംഗലം കൂടാനാ പോവുക. അപ്പൊ പണിയ നൃത്തം, പാലിയ നൃത്തം, മലപ്പുലയാട്ടം, ഇരുള നൃത്തം, പണിയ നൃത്തം, പാലിയ നൃത്തം, മംഗലം കളി പഠിച്ചു വെച്ചിരിക്കുക മക്കളെ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്കൂൾ കലോത്സവത്തില് ഗോത്ര നൃത്ത രൂപങ്ങൾ ഉൾപ്പെടുന്ന ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ 2025 ജനുവരി നമ്മള് പുതിയ കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ കലോത്സവം ഈ വർഷം നടക്കുന്നു അല്ലേ? അപ്പൊ ലേറ്റസ്റ്റ് 2024 കലോത്സവം എവിടെ വെച്ചിട്ടാണ് നടന്നത്? ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ് നടന്നത്. തിരുവനന്തപുരത്ത് അല്ലെ? നമുക്കൊക്കെ അറിയാം എത്രാമത്തെ കലോത്സവമാണ്. ആ സംഖ്യ ഇമ്പോർട്ടന്റ് കേട്ടോ. 63 എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് വെക്കണേ. കാരണം ഈ കലോത്സവവും അതുപോലെ തന്നെ നെഹ്റു ട്രോഫി, വെള്ളം കളിയും, സിനിമ മറ്റേ പുരസ്കാരല്ലേ, ഏത് സംസ്ഥാന പുരസ്കാരം, ദേശീയ പുരസ്കാരം, ഇതിന്റെയൊക്കെ സംഖ്യകൾ നമുക്ക് പണി തരാറുണ്ട്. അപ്പൊ 63ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം. കാരണം ഇത് ഇയറും ചിലപ്പോൾ തെറ്റിപ്പോകും. കഴിഞ്ഞ പോലത്തെ യുക്കൊല്ലൊക്കെ നടക്കുക. അപ്പൊ 63, 64 അത് പഠിക്കാം. അത് ജയിച്ചതാരാണ്? എല്ലാവർക്കും അറിയാം. കപ്പ് കൊണ്ടുപോയത് ആരാണ്? ആരാണ്ടട ഗഡി പറ. നമ്മുടെ തൃശ്ശൂരല്ലേ? നമ്മുടെ തൃശ്ശൂരാണ്. അപ്പൊ പറഞ്ഞട്ടെ, നമ്മുടെ തൃശ്ശൂരാണ്. അപ്പൊ 63ാമത്തെ തൃശ്ശൂരാണ്. സെറ്റ്.
ക്വസ്റ്റ്യൻ പിടിച്ചോ. നൂതന സാങ്കേതിക വിദ്യകളിലേക്കും ഉപദേശക സേവനങ്ങളിലേക്കും കർഷകർക്ക് മെച്ചപ്പെട്ട പ്രവേശനം നൽകുകയും ഡിജിറ്റലൈസേഷനിലൂടെ ഇന്ത്യയുടെ കാർഷിക വിപുലീകരണ സംവിധാനത്തിന്റെ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏതാണ്? വിസ്തരിച്ചുള്ള ഒരു ക്വസ്റ്റ്യനാ. ഇങ്ങനെയൊക്കെ വന്നാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, വിസ്താർ എഴുതിക്കേണ്ടി. ക്വസ്റ്റ്യൻ വായിക്കാൻ നിൽക്കണ്ട, വിസ്തരിച്ചുള്ള ക്വസ്റ്റ്യൻ. പ്രൊജക്ട് വിസ്താർ ഒന്നുകൂടി പറയണോ? എടാ, ഇന്ത്യയിലെ ഇതൊന്ന് ചുരുക്കി പറയുമോ ചോദിക്കണ്ട. നമ്മുടെ ഇന്ത്യയിലെ പുതിയ ടെക്നോളജി കർഷകർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കർഷകരെ ഒരു സെറ്റപ്പിലേക്ക് കൊണ്ടുവരിക. അപ്പൊ അവരെ വിസ്തരിച്ചതിലേക്ക് കൊണ്ടുവരിക കേട്ടോ. പ്രൊജക്ട് വിസ്താർ, എ ഡിജിറ്റൽ ബൂസ്റ്റ് ഫോർ ഫാമിംഗ് ഇൻ ഇന്ത്യ. കിട്ടിയോ? ഇല്ല അല്ലെ? എന്താണ് ഡിജിറ്റൽ ബൂസ്റ്റ്? ആ ബൂസ്റ്റ് അല്ല, ഹോർലിക്സ് ആ ബൂസ്റ്റ് അല്ല. ഡിജിറ്റലി ഒന്ന് ഗുമ്മാക്കി കൊടുക്കുക. ആരെ? കർഷകരെ. അപ്പോ ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? വിസ്താർ. അല്ലാണ്ട് ഇങ്ങനെയൊക്കെ പഠിച്ച് തലേ കയറുമ്പോൾ നേരം വിളിക്കും. പ്രൊജക്ട് വിസ്താർ, എ ഡിജിറ്റൽ ബൂസ്റ്റ് ഫോർ ഫാമിംഗ് ഇൻ ഇന്ത്യ. കിട്ടിയോ? കിട്ടണം. പ്രൊജക്ട് വിസ്താർ, പ്രൊജക്ട് വിസ്താർ. വിസ്തരിച്ച് പഠിച്ചോ? മകളെ, രാജ്യത്തെ അക്കാദമിക് സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ ഉദ്ദേശിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കായി ഇന്ത്യ അവതരിപ്പിച്ച 2 പ്രത്യേക കാറ്റഗറി വിസകളുണ്ട്. ഒന്ന് ഇ സ്റ്റുഡന്റ് വിസ, മറ്റൊന്ന് ഇ സ്റ്റുഡന്റ് എക്സ് വിസ. പ്രത്യേകിച്ച് പഠിക്കുന്നതാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഇ സ്റ്റുഡന്റ് വിസ, ഇ സ്റ്റുഡന്റ് എക്സ് വിസ. കിടൻ പോയിന്റ് വനസംരക്ഷണത്തിനായി മഹാഭാരത വാത്തിക. കണ്ടോ? ഇതൊക്കെ കാണുമ്പോ എനിക്ക് അപ്പുറത്തെ വീട്ടിലെ ചേച്ചീനൊക്കെ ഓർമ്മ വരും. അയ്യോ, അതുകൊണ്ടല്ല കേട്ടോ, അത്രയ്ക്ക് സുപരിചിതമാണ്. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വരെ പഠിച്ചിട്ടുണ്ടാവും. കാരണം ടെലഗ്രാം ക്ലാസ്സുകൾ ഇങ്ങനെ പറയും നമ്മൾ. ആ മഹാഭാരത വാത്തിക, മഹാഭാരതം കഥകൾ പറയും. അവിടെ ദ്രോണരെ കുറിച്ച് പറയുന്നുണ്ട്, അവിടെ കൗരവരെയും പാണ്ഡവരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ മഹാഭാരത വാത്തിക എന്ന് പറഞ്ഞ പിക്ചർ കണ്ടില്ലേ നിങ്ങൾ? ആ മഹാഭാരത വാത്തിക എന്ന് പറയുമ്പം ഏകീകൃത സിവിൽ കോഡ് പറഞ്ഞിട്ടുണ്ടാവും. അവിടെ ദേശീയ ഗെയിംസ് പറഞ്ഞിട്ടുണ്ടാവും. ദേശീയ ഗെയിംസ് നടക്കുന്ന ഉത്തരാഖണ്ഡിലാന്ന് നിങ്ങൾക്കറിയാം. എത്രാമത്തെ ദേശീയ ഗെയിംസാ പറഞ്ഞേ? നേരത്തെ 63 കലോത്സവം പറഞ്ഞേ. വെരി ഗുഡ്. നിങ്ങൾക്കറിയാം, 38ാമത്തെ ദേശീയ ഗെയിംസ് ആണ് ഉത്തരാഖണ്ഡ് അല്ലെ? ആ 38ാമത്തെ ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡ്. നമുക്കത് വിശദമായിട്ട് വരുന്നുണ്ട്, PDF പഠിക്കാം. ആ ഉത്തരാഖണ്ഡിലാണ് വനസംരക്ഷണത്തിന് വേണ്ടിയിട്ട് മഹാഭാരത വാത്തിക എന്നൊരു സംഗതി സ്ഥാപിച്ചത്. ഉത്തരാഖണ്ഡ്. ചോദിക്കും, ഏറ്റവും പുതുതായിട്ട് ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. അങ്ങനെയാണെങ്കിൽ ആ ഉത്തരാഖണ്ഡോട് ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് നേപ്പാൾ. 2030 ശൈശവ വിവാഹം നിർത്തലാക്കുന്നതിന് ക്യാമ്പയിൻ ആരംഭിച്ച രാജ്യം നേപ്പാൾ. എടാ, ഇപ്പോഴും നേപ്പാൾ അവസ്ഥ ദയനീയ കേട്ടോ. നമ്മുടെ ചിത്രം എന്ന് പറഞ്ഞൊരു യൂട്യൂബർ വീഡിയോ ഞാൻ അടുത്ത് കണ്ടു. അവിടെയൊക്കെ നേപ്പാളിൽ പോയിട്ട് അദ്ദേഹം കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോഴത്തേക്ക് പെൺകുട്ടികൾ ഇങ്ങനെ പിടിച്ച് പറിച്ചു കൊണ്ടുപോവുക, കുടുംബക്കാരൊക്കെ. അപ്പൊ നമ്മുടെ നാട്ടിൽ കല്യാണം കഴിക്കാൻ പെണ്ണ് കിട്ടാത്ത ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, നേപ്പാളിലേക്ക് പോയിക്കോളി. അവിടെ അത്രയും സുന്ദരമായി ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട്. അവിടെ ശൈശവ വിവാഹമൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അത് പഠിക്കാൻ വേണ്ടി ഒരു പോയിന്റ് ആണ്. 2030 ശൈശവ വിവാഹം നിർത്തലാക്കുന്നതിനായി ക്യാമ്പയിൻ ആരംഭിച്ച രാജ്യം. ഒരു മാർക്ക് കിട്ടില്ല പഠിക്കാൻ, അതിനുവേണ്ടി മാത്രമാണ് നേപ്പാൾ. കുട്ടിമാമ, ഞാൻ പെട്ടുമാമ എന്ന് പറയാറില്ലേ? അക്കോ സട്ടനെ കാണാൻ നേപ്പാളിലേക്കാണ് പോകുന്നത്. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ ആണവ ശാസ്ത്രജ്ഞന്റെ പേര് ആർ ചിദംബരം. ചിലപ്പോൾ ഓപ്ഷനിൽ പി ചിദംബരം ഒക്കെ ഉണ്ടാവേ. ഇത് കോൺഗ്രസിന്റെ നേതാവാണ്. ആ ഇനീഷ്യൽ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അന്തരിച്ച പ്രമുഖ ആണവ ശാസ്ത്രജ്ഞന്റെ പേര്, പൊക്രാൻ ആണവ പരീക്ഷണങ്ങളൊക്കെ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് ആർ ചിദംബരം. പഞ്ചായത്തുകളിലെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഓൺലൈനായിട്ട് നൽകുന്ന സോഫ്റ്റ്വെയർ. നമുക്കൊരു വീട് നമ്മുടെ ലക്ഷ്യമാണ്, ഒരു സങ്കേതം അല്ലെ? അപ്പൊ പഞ്ചായത്തുകളിലെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഓൺലൈനായി നൽകുന്ന സോഫ്റ്റ്വെയറിന്റെ പേരെന്താണ്? സങ്കേതമല്ല, സങ്കേതം. ഓക്കെ. രാജ്യത്തെ വൈദ്യുതി ഉൽപാദനത്തിൽ പകുതിയും ഏതിൽ നിന്നാണ് ലഭിക്കുന്നത്? ഇതൊരു ജനറൽ GK ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ചോദിക്കാം നിങ്ങളോട്. കൽക്കരിയിൽ നിന്നാണ്. രാജ്യത്തെ വൈദ്യുതി ഉൽപാദനത്തില് അല്ലെ പകുതിയിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കൽക്കരിയാണ്. ഏകദേശം പകുതി, 49% വരുന്നുണ്ട്. 2ാം സ്ഥാനം സോളാർ ആണ്. 3ാം സ്ഥാനമാണ് ജലവൈദ്യുതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഹർ ഘർ ലാഖ് പതി എന്നൊരു നിക്ഷേപക പദ്ധതി ഉണ്ട് അല്ലെ? ആ നിക്ഷേപക പദ്ധതി ആരംഭിച്ച പൊതുമേഖലാ ബാങ്ക് SBI ആണ്. LICയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇതുപോലൊരു പേര് പഠിച്ചല്ലോ. ഏതായിരുന്നു അത്? LIC. ഒറ്റക്കൊരു മനുഷ്യൻ നിൽക്കുക എന്ന് പറഞ്ഞ് നമ്മൾ ചുരുക്കി പഠിച്ചില്ലേ? അതെന്തായിരുന്നു? ഒന്ന് ഓർമ്മിച്ച് കമന്റ്. LICയുമായി ബന്ധപ്പെട്ട് ഹർ ഘർ ലാഖ് പതി എന്ന നിക്ഷേപക പദ്ധതി ആരംഭിച്ചത് പൊതുമേഖലാ ബാങ്ക് SBI ആണ്. വെരി ഗുഡ്. OMO ആണ് LIC. ഓ മൈ ഗോഡ് അല്ല, OMO. അതിന്റെ പൂർണ്ണരൂപം കമന്റ് ചെയ്യണേ. LICയെ കുറിച്ച്. 31ാമത് നാഷണൽ
ചിൽഡ്രൻ സയൻസ് കോൺഗ്രസിന്റെ വേദി ഭോപ്പാലാണ്. വൺ മാൻ ഓഫീസ് ആണ് കേട്ടോ, കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ്. വൺ മാൻ ഓഫീസ് ആണ്. എന്ത് OMOLIC. റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥി, ഇതിനോട് നമ്മൾ 4 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, പ്രബവോ സുബിയാന്തോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. പുതുക്കിയ വോട്ടർ പട്ടിക പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏതാണ്? പുതുക്കിയ വോട്ടർ പട്ടിക പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറമാണ്. ഏറ്റവും കുറവ് വയനാടാണ്. ഭിന്നലിംഗക്കാർ കൂടുതലുള്ളത് തിരുവനന്തപുരത്താണ്. ഓക്കെ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഡീപ്പ് ഫേക്ക് വീഡിയോകളും ഓഡിയോകളും കണ്ടെത്തുന്നതിനായി ഡീപ്പ് ഫേക്ക് ഡിറ്റക്ടർ പുറത്തിറക്കിയത് ആരാണ്? സൈബർ സെക്യൂരിറ്റി കമ്പനിയായ മെക്കഫി ആണ്. അല്ലേ? മക്കസായി റംബംബോ എന്നുള്ള പാട്ടൊക്കെ പാടിയിരുന്നു നമ്മൾ മുമ്പ്. അപ്പൊ ഇത് മെക്കാഫിയാണ്. മക്കളെ, നിങ്ങൾ ജിബിലിയിലൊക്കെ ഫോട്ടോ ഇട്ട് കളിക്കുമ്പോൾ ആലോചിച്ചോളുക, ഈ ഡീപ്പ് ഫേക്ക് വീഡിയോകൾക്കും ഓഡിയോകൾക്കൊക്കെ വേണ്ടിയിട്ട് ഫോട്ടോ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ സേഫ് ആണെന്ന്. അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. അപ്പോ എവിടെ ഫോട്ടോ ഇടാൻ പ്രശ്നം തന്നെയാണ്. അപ്പൊ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഡീപ്പ് ഫേക്ക് വീഡിയോകളും ഓഡിയോകളും കണ്ടെത്തുന്നതിനായി വേണ്ടിയിട്ട് ഡീപ്പ് ഫേക്ക് ഡിറ്റക്ടർ പുറത്തിറക്കിയത് സൈബർ സെക്യൂരിറ്റി കമ്പനിയായ മെക്കഫി ആണ്. നമ്മുടെ ജയേന്ദ്രട്ടൻ ആരാണ്? ദാസേട്ടൻ കഴിഞ്ഞാൽ മലയാളത്തിലെ നമ്മളെ ഏറെ ആരാധിക്കുന്ന ഒരു ഗായകനാണ്. പിന്നീട് ഗായകൻ P. ജയചന്ദ്രൻ മരണപ്പെട്ടു. എന്നായിരുന്നു? 2025 ജനുവരി മാസം 9. 2025 ജനുവരി 9 ദേശീയ പ്രവാസി ഭാരതീയ ദിവസ് എന്നായിരുന്നു നിങ്ങൾ പറഞ്ഞത്? ദേശീയ പ്രവാസി ഭാരതീയ ദിവസ് ജനുവരി 9. ഇനി അഥവാ മറന്നു പോകുന്നവരുണ്ടെങ്കിൽ വെറുതെ ഇതൊന്നും ഓർക്കേണ്ട ആവശ്യമില്ല. ഇയാള് പ്രവാസിയായി എന്നേക്കുമായി. എടാ, മഹാനായ കലാകാരനാണ്. ഞാൻ ഇയാളെന്നൊക്കെ പറഞ്ഞ രസത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. മൂപ്പര് എങ്ങോട്ട് പോയി? മൂപ്പര് പ്രവാസ ജീവിതത്തിലേക്ക് പോയി. നമ്മളൊക്കെ അങ്ങോട്ട് പോകണല്ലോ അല്ലെ? ഇപ്പൊ ജനുവരി 9 പോയത്. ക്ലിയർ ആണല്ലോ. അപ്പൊ പിന്നണി ഗായകൻ P. ജയചന്ദ്രൻ. ആരായിരുന്നു? പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ വേദി എവിടെയായിരുന്നു? അത് ഈശ്വരന്റെ സ്ഥലത്തേക്ക് പ്രവാസിയുടെ മുമ്പിൽ പോയ ഭുവനേശ്വർ. ആരായിരുന്നു മുഖ്യ അതിഥി? ടബാഗോയുടെ പ്രസിഡന്റിന്റെ പേര് പുതിയ കൂട്ടുകാർ കമന്റ് ചെയ്തേ. റെഫ്രിജറേറ്റർ, പവർ ഉപകരണങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉയർന്ന മൂല്യമുള്ള സ്പെഷ്യാലിറ്റി സ്റ്റീലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്. സ്റ്റീൽ എന്ന് കേൾക്കുമ്പോൾ പ്ലിങ് എന്നുള്ള സൗണ്ട് ഉണ്ടാവും. നിങ്ങൾ കേൾക്കോ? ഉച്ചക്ക് ചോറ് കഴിക്കാനൊക്കെ പോകുന്നവർ പ്ലേറ്റ് എടുത്തിട്ട് ഒറ്റ നിലത്തിട പ്ലിങ്. അപ്പോ റെഫ്രിജറേറ്റർ, പവർ ഉപകരണങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉയർന്ന മൂല്യമുള്ള സ്പെഷ്യാലിറ്റി സ്റ്റീലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്ലീ സ്കീം 1.1. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ AI പവേർഡ് പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണമാണ് നാഡി തരംഗിണി. നമ്മുടെ നാഡി, ആ തരംഗം, ആ വേവ് അതിങ്ങനെ കിട്ടൂലേ? അപ്പൊ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ AI പവേർഡ് പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണമാണ് നാഡി തരംഗിണി. റോഡപകടത്തിൽപ്പെട്ടവർക്കായി പണരഹിത ചികിത്സാ പദ്ധതി ആരംഭിച്ച മന്ത്രാലയമാണ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മന്ത്രാലയം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. എയ്റോ ഇന്ത്യ 2025 എവിടെയാണ് സംഘടിപ്പിക്കുന്നത്? എയ്റോ ഇന്ത്യ ചോദ്യം ചോദിക്കും. എയ്റോ ഇന്ത്യ ബാംഗ്ലൂരിലാണ് കേട്ടോ. എയ്റോ ഇന്ത്യ 2025 പ്രിയദർശിനി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? പ്രിയദർശിനി എന്ന് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട ലീലാവതി, എം ലീലാവതി. പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം എം ലീലാവതി. 17ാമത് ബഷീർ പുരസ്കാരം കിട്ടിയ നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ട് ഞാൻ ചോദിക്കാവുന്നൂടെ കവിത മാംസഭോജിയാണ് PN ഗോപികൃഷ്ണൻ. ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിച്ച ഈ ലേല പോർട്ടലിന്റെ പേര് ബാങ്ക് നെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ RBIയുടെ ഈ അടുത്ത കാലത്ത് ഒരു ഡൊമൈൻ ഉണ്ട്. ഈ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് RBI ഒരു ഡൊമൈൻ ഇട്ടിരുന്നു എല്ലാ ബാങ്കുകൾക്കും. ഏതാണത്? bank.in. അപ്പൊ ഇതൊക്കെ നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള നല്ല ക്വസ്റ്റ്യൻ ആണ്. bank.in എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBIയുടെ ഡൊമൈൻ ആണ്. എന്നാൽ ബാങ്ക് നെറ്റ് എന്ന് പറഞ്ഞാൽ ലേല പോർട്ടലാണ്. നെറ്റ് കേട്ടോ. ബാങ്ക് അസറ്റ് ഓപ്ഷൻ നെറ്റ്വർക്ക് എന്ന് വിളിക്കാം നമുക്ക്. അതായത് നമുക്ക് ലേലം ഉണ്ടല്ലോ, ലേലം. അപ്പൊ ബാങ്കിന്റെ നെറ്റ് ലേല കേട്ടോ. ബാങ്ക് നെറ്റ് ലേലത്തിന്റെ ഒരു പോർട്ടലാണ് ബാങ്ക് നെറ്റ്. കിട്ടാൻ സാധ്യത കുറവാണ്. bank.in മറന്നു പോകണ്ട. ബാങ്ക് നെറ്റും മാറിപ്പോകാൻ സാധ്യത. ഞാൻ സ്റ്റാർ ഇട്ട് വെക്കാം. ബാങ്ക് നെറ്റ് എന്താണ്? ലേലം അല്ലേ? ലേലം സിനിമ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആരാ വരിക? സോമനും സുരേഷ് ഗോപിക്കും അല്ലേ? ഇനി ലേലം എന്ന് കേൾക്കുമ്പം ബാങ്ക് നെറ്റ്. ബാങ്കിൽ നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ലേലം വിളി നടക്കുന്നു. അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ബാങ്കിലെ നെറ്റ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ലേലം സിനിമ ഡൗൺലോഡ് ചെയ്തെന്നോ അങ്ങനെ ആലോചിച്ച് വെച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നെഗറ്റീവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലെവലിൽ ചിന്തിച്ചു വെക്കുക.
എടാ മക്കളെ, കാട്ടുതീ 2025 ജനുവരിയിൽ കാട്ടുതീ മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സ്ഥലമാണ് ലോസ് ഏഞ്ചലസ്. എല്ലാം കാലിയായി. അവിടെ അമേരിക്കയാണെന്ന് നിങ്ങൾക്കറിയാം. അവിടെ എല്ലാം ലോസായി. അവിടെ ജനങ്ങൾക്ക് എല്ലാം കാലിയായി തീ പിടിച്ചിട്ട്. ഇപ്പൊ ലോസ് ഏഞ്ചലസ് കറക്റ്റ് സ്ഥലം, ആ ജില്ല, സോറി ആ സ്റ്റേറ്റ് കാലിഫോർണിയ സ്റ്റേറ്റ്, ലോസ് ഏഞ്ചലസ് കാലിഫോർണിയ. സന്തോഷ് ട്രോഫി നിങ്ങൾ പറഞ്ഞില്ല. രഞ്ജി ട്രോഫി നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. 2025 രഞ്ജി ട്രോഫി കിട്ടിയത് ആർക്കായിരുന്നു? വിദർഭ എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? വിദർഭ. വിദർഭയല്ലേ രഞ്ജി ട്രോഫി? അങ്ങനെയാണെങ്കിൽ സന്തോഷ് ട്രോഫി 2024 സന്തോഷ് ട്രോഫി കിട്ടിയത് ബംഗാളിനാണ്. രണ്ടും പഠിച്ചു വെക്കാൻ മാറരുത്. ബംഗാൾ സന്തോഷ്, വിദർഭ രഞ്ജി. വിദർഭ രഞ്ജി. രഞ്ജിത്തിന്റെ ഓള് വിധവയായി പോയിന്നോ? ബംഗാളിൽ പോയപ്പം സന്തോഷ്, ബംഗാളിൽ പോയപ്പം രഞ്ജിത്തിന്റെ ഓള് വിദർഭയെന്ന എന്താ അത് പറയാ? എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെച്ചോളി കേട്ടോ. അപ്പോ സന്തോഷം ബംഗാൾ, രഞ്ജി വിദർഭ. രഞ്ജി വിദർഭ, സന്തോഷ് ബംഗാൾ. ബംഗാളിക്ക് സന്തോഷമായി. കാരണം ഇയാൾ ആരെ നോക്കിയിരുന്നു? രഞ്ജിത്തിന്റെ ഓളെ നോക്കിയിരുന്നു. രഞ്ജിത്തിന്റെ ഓള് വിധവയായപ്പോ ബംഗാളിക്ക് സന്തോഷമായി. ഇതൊരു ദുഷ്ടത്തരത്തിലുള്ള ഒരു ഡയലോഗാണ്. ഇങ്ങനെയൊക്കെ പഠിച്ചു വെക്കാം ഒട്ടും ഇത് തലയിൽ കയറാത്തവര്. കാരണം ഈ ജന്മത്തിൽ സന്തോഷ് ട്രോഫിയോ ജീവിതത്തിൽ രഞ്ജി ട്രോഫിയോ കാണാത്ത പിള്ളേര്, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ അങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് വെക്കുക. ബംഗാളിക്ക് സന്തോഷമായി. എന്ത് കണ്ടപ്പോ? രഞ്ജി വിദേശത്തേക്ക് പോയപ്പം അങ്ങനെ ആക്കാം അല്ലേ? ഇല്ലേ, നമ്മൾ മോശമായി പോലെ. അപ്പൊ രഞ്ജി വിദേശത്ത് പോയപ്പോ ബംഗാളിക്ക് സന്തോഷമായി. കാരണം ഇനി പണിയെടുക്കണ്ടല്ലോ. ഓക്കെ, എന്താക്കാം? വിദേശത്തേക്ക് പോയി. ആര്? രഞ്ജി. നമ്മുടെ രഞ്ജിത്ത് ആയിക്കോട്ടെ, സിനിമാ നടൻ രഞ്ജിത്തേ. അപ്പൊ രഞ്ജിത്ത് വിദേശത്തേക്ക് പോയപ്പം ബംഗാളിക്ക് സന്തോഷമായി. രഞ്ജിത്ത് വിദേശത്തേക്ക് പോയപ്പോൾ ബംഗാളിക്ക് സന്തോഷമായി. രഞ്ജിത്ത് വിദേശത്തേക്ക് പോയപ്പോൾ ബംഗാളിക്ക് സന്തോഷമായി. നിങ്ങൾക്ക് സന്തോഷം കിട്ടണമെങ്കിൽ, എനിക്ക് സന്തോഷം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 20 മാർക്ക് കറണ്ട് അഫയേഴ്സ് കിട്ടണം. നിങ്ങൾക്ക് ഗപ്പടിക്കണം. എന്ന് വെച്ചാൽ 19 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റണം. ഓക്കെ, ബംഗാളിന്റെ 33ാമത്തെ സന്തോഷമാണ് അല്ലെ? 33ാമത്തെ വയസ്സായിട്ടും BSc പഠിക്കുന്ന ആളുകളുടെ ഒന്ന് കമന്റ് ചെയ്യണേ. ഇക്കൊല്ലത്തോട് പരിപാടി നിർത്തണം. അപ്പൊ 33ാം സന്തോഷ് ട്രോഫി കിരീടം ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ചു. അവിടെയും കേരളം, ഇവിടെയും കേരളം. തോൽക്കാൻ മാത്രം ഞങ്ങളുടെ ജീവിതം ബാക്കി അല്ലെ? ഞാൻ ഒരു മുദ്രാവാക്യം വിളിക്കട്ടെ. തോൽവി ഞങ്ങൾക്ക് പുത്തരിയല്ല, ഞങ്ങൾക്ക് എന്താ തോറ്റൂടെ. കേരളം സന്തോഷ് ട്രോഫി പോയി, അവിടെ തോറ്റു. ഇംഗ്ലാസ് ഇതാ വിളിക്കുന്നത്. അടുത്തത് രഞ്ജി ട്രോഫി പോയി, അവിടെയും തോറ്റു. ഞങ്ങൾ തോൽക്കാൻ വേണ്ടി മാത്രം ഫൈനൽ എത്തുന്നു. അപ്പൊ നോക്കൂ, സന്തോഷം ബംഗാളിന് കേരളത്തെ തകർത്ത് സന്തോഷ് ട്രോഫി കിരീടം നേടി. ഇതൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ എന്ത് രസാ PSc പഠിക്കാൻ അല്ലെ? സന്തോഷ് ട്രോഫി നമ്മൾ തോൽക്കുന്നു, അന്തസ്സായി തോൽക്കുന്നു, ബംഗാൾ ജയിക്കുന്നു. അപ്പൊ സന്തോഷാവുന്നു ബംഗാളിക്ക് അല്ലെ? വിദേശത്തേക്ക് രഞ്ജിത്ത് പോകുന്നു, വിദർഭ ജയിക്കുന്നു, നമ്മൾ അവിടെയും തോൽക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ശസ്ത്രക്രിയ റോബോട്ടിന്റെ പേര് പറയാൻ പറ്റും നിങ്ങൾക്ക്? ഓം ക്രീം കുട്ടിച്ചാത്ത. ഇങ്ങനത്തെ മന്ത്രവാദികളും മുല്യാന്മാരൊക്കെ ഉള്ള നാടാണ് ഇവിടെ. അപ്പൊ ഈ ടീംസ് എല്ലാം കൂടിയും പുരോഗമന കേരളത്തെയോ ഇന്ത്യയൊക്കെ എങ്ങോട്ടാ എത്തിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയ ചെയ്യാൻ റോബോട്ട് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഈ മന്ത്രവാദികളെല്ലാം കൂടി അതിന് പേരിട്ടു SSI മന്ത്ര. പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. SSI മന്ത്ര, ശസ്ത്രക്രിയ ഉപയോഗിക്കുന്ന റോബോട്ടിന്റെ പേര് മന്ത്രം, SSI മന്ത്ര. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ അതിവേഗ ട്രെയിനായ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ല, CR 450 പ്രോട്ടോടൈപ്പ് അടുത്തിടെ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ചൈനയിലല്ലേ ഇതൊക്കെ വരും, സ്വാഭാവികം. വിവാദ് സേ വിശ്വാസ് എന്താണ് മക്കളെ? വിവാദമാണ് അല്ലെ? വിശ്വാസമാണോ? ഇല്ലെങ്കിൽ അങ്ങനെയാണ്. വിവാദ് സേ വിശ്വാസ് പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിവാദമാണ്. വിശ്വാസത്തിന്റെ പുറത്ത് നികുതി എപ്പോഴും അങ്ങനെ. നികുതി അടയ്ക്കുന്നുള്ള വിശ്വാസ സർക്കാർ, പക്ഷെ അടയ്ക്കൂല നമ്മൾ. വിവാദമാണ്, നികുതി. സീനിയർ ദേശീയ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് 2024 കിരീടം നേടിയ ഹാൻഡ്ബോൾ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ കള്ളക്കളിക്കും, നമ്മൾ കൈവച്ച് കളിക്കും. കേരളം 2025 ഏത് വർഷമായി ആചരിക്കുകയാണ് ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചത്? 2025 കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോയിന്റ് അത് 4 കാര്യങ്ങൾ. മാരക കോടാ. ഞങ്ങളുടെ ടെലഗ്രാം ക്ലാസ്സിൽ മിസ്റ്റർ കുൽക്കർണി സാർ ഞങ്ങളെ പഠിപ്പിച്ചത് അല്ലെ? അവിടെ പറയുന്നു ക്വാണ്ടം ഉപയോഗിക്കാൻ പറയുന്നു. എവിടെ പോകുമ്പോൾ? ഹിമാലയയിലേക്ക് ടൂർ പോകുമ്പോൾ അവിടെ വെച്ചിട്ട് സഹകരണം നടത്തണം, അവിടെ വെച്ചിട്ട് സമാധാനവും വിശ്വാസവും വേണം. ബാക്കി നിങ്ങൾ കോഡ് ഊഹിച്ചുണ്ടാക്കുക, നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുമെന്ന് കുൽക്കർണി സാർ ഞങ്ങളെ പഠിപ്പിച്ചു ടെലഗ്രാമില്. അപ്പൊ എന്താണ്? സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമാണ് 2025. സഹകരണത്തിന്റെ വർഷമാണ് 2025. ഹിമാനികളിലേക്ക് പോവുക, അവിടെ സംരക്ഷിക്കുക, അതിന്റെ വർഷമാണ് 2025. ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വർഷമാണ് 2025.
ക്വാണ്ടം സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ 2025 വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച സ്റ്റേറ്റിന്റെ പേര് വരെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയാണ് ക്വാണ്ടം സയൻസുമായി ബന്ധപ്പെട്ട്. അപ്പൊ ക്വാണ്ടം സയൻസ്, ഹിമാനികളുടെ സംരക്ഷണം, അന്താരാഷ്ട്ര സഹകരണം, സമാധാനത്തിന്റെ വിശ്വാസത്തിന്റെ വർഷം, അതാണ് UN 2020 തീരുമാനിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. പഠിച്ചു വെക്കുക. 74ാമത് സീനിയർ ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം അതും ഗുജറാത്ത് ആണ്. ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് ഗുജറാത്ത്. 2025 ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യന്മാരായത് കേരളമാണ്. ആഗോള ജാവലിംഗ് മത്സരം നമ്മൾ നേരത്തെ പഠിച്ചു, കേരളമാണ്. 2025 കരസേനാ ദിന പരേഡിന്റെ വേദി വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. കരസേനാ വേദി പൂച്ച കരയിലുണ്ടാവുക, പൂനെ. നാവികസേന പൂരി തിന്ന സമയത്ത് പൊള്ളിപ്പോയി നമ്മുടെ നാവ്. നല്ല ചൂട് പൂരിയെ നല്ല ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് നല്ല ചൂട് പൂരി, എനിക്ക് അനുഭവമുള്ളതാണ് അതിങ്ങനെ പറയുന്നത് അല്ലെ. നല്ല എയർ ഇങ്ങനെ ഫുള്ളായിട്ട് ഒരൊറ്റ കുത്തില കൈ അങ്ങ് പൊള്ളിപ്പോവും. അപ്പൊ നാവൊക്കെ പൊള്ളിപ്പോ പൂരി ചൂടുള്ള കഴിച്ചാൽ ട്ടാ. അപ്പൊ കരയിൽ പൂനെ, നാവികം പൂരി, വ്യോമമോ ചെന്നൈ പട്ടണം, വ്യോമ സേനയാ. അപ്പൊ വ്യോമം ചെന്നൈ വ്യോമം ചെന്നൈ, നാവികം പൂരി, കരസേന പൂനെ. പഠിച്ചാൽ ഒരു മാർക്ക് കിട്ടോ? കിട്ടിയേ പറ്റൂ. ഇതൊക്കെ കോഡാണ്. ഇതൊന്നും ഞങ്ങൾ പറയൂല. ടെലഗ്രാമിൽ മാരക കോഡ് നമുക്ക്. പൂനെയെ കുറിച്ച് ഞങ്ങൾ ടെലഗ്രാമിൽ 10 പോയിന്റ് പഠിച്ചിരുന്നു. പൂരിയെ കുറിച്ച് ഞങ്ങൾ ടെലഗ്രാമിൽ 3 പോയിന്റ് പഠിച്ചിരുന്നു. ഇവിടെ ഒന്നും പറയില്ല. ഇപ്പോ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ 9 അംഗ അത്ലറ്റിക് കമ്മീഷൻ അധ്യക്ഷയായ മലയാളി കായിക താരം. അപ്പൊ ചിലർ പറയും, അവിടെയല്ലേ ഞങ്ങൾ ഷൈനി വിൽസനെ പഠിച്ചത്? അപ്പോഴാണ് ഞങ്ങളുടെ ഓർമ്മശക്തിക്ക് വലിയ ചന്ദനാദി എണ്ണ ആവശ്യം. അത് വേറെ, ഇത് വേറെ. ഷൈനി വിൽസൺ വേറെ വരുന്നുണ്ട്. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ 9 അംഗ അത്ലറ്റിക് കമ്മീഷൻ അധ്യക്ഷയായ മലയാളി കായിക താരം അഞ്ജു ബോബി ജോർജ്. 2025 അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദിയായത് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിവൽ. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ 9 അംഗ അത്ലറ്റിക് കമ്മീഷൻ അധ്യക്ഷയായ മലയാളി കായിക താരം അഞ്ജു ബോബി ജോർജ്. HMPV കിടിലൻ ചോദ്യമാണേ. ഹ്യൂമൻ മെറ്റാനുമ വൈറസ് ഇന്ത്യയിലെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത് ബാംഗ്ലൂരിലാണ്. HMPV ഇന്ത്യയിലെ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തത് ബാംഗ്ലൂർ. 2025 അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി. 2025 ബോർഡർ ഗവാസ്കർ ട്രോഫി ജേതാക്കളായത് ക്രിക്കറ്റ് ആണ്. ബോർഡർ ഗവാസ്കർ ട്രോഫി ജേതാക്കളായത് ഓസ്ട്രേലിയ. അപ്പൊ അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം കിട്ടിയത് ലയണൽ മെസ്സിക്കാണ്. 63ാം സംസ്ഥാന സ്കൂൾ കലോത്സവം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ജേതാക്കളായത് തൃശ്ശൂരാണ്. തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയുടെ നല്ല ക്വസ്റ്റ്യൻ ആണ്. എടാ, പരിഷ്കരണം ഒക്കെ കേട്ടാലേ സ്വയം ഭരിക്കാനുള്ള പരിഷ്കരണം ഇന്ത്യയിലെ മഹാനായ ഒരു ചക്രവർത്തി ഉണ്ട്. ആ ചക്രവർത്തിയുടെ പേര് നിങ്ങൾ ആലോചിച്ചാൽ മതി അല്ലേ? നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ബി അശോകാണ്. ഡോക്ടർ ബി അശോകാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ച എവിടെയാണ്? നമ്മൾ ഉറപ്പായിട്ട് നീണ്ടകര അല്ലെങ്കിൽ വിശാഖപട്ടണം അല്ലെങ്കിൽ കാണ്ടിലേക്ക് എഴുതും. കടലുള്ളോണ്ടേ. ഇപ്പൊ ജൈവ മത്സ്യബന്ധനം എന്ന് കേട്ടാൽ സിക്കിമിലേക്ക് പോകണം. എത്ര പേര് പോയി? വെരി ഗുഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ച സിക്കിമാണ്. 2025 ജനുവരിയിൽ CSIR ഏത് മരുന്നാണ് തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചത്? നാട്ടിലൊക്കെ തദ്ദേശീയമായി CSIR ഒരു മരുന്ന് പാരസെറ്റമോളാണ്. കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണങ്ങൾക്കും ലക്ഷ്യമിട്ട് CBI ആവിഷ്കരിച്ച പോർട്ടലാണ് ഭാരത് പോൾ. എന്താണ് ഭാരത് പോൾ? ഇസ്രോയുടെ പുതിയ ചെയർമാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നേരത്തെ NHRCയുടെ ചെയർമാനെ പറഞ്ഞു. ഇത് രണ്ടും മാറിപ്പോരുത്. S സോമനാഥ് മാറിക്കഴിഞ്ഞാൽ ISROയുടെ പുതിയ ചെയർമാൻ ഉറപ്പായിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. മെയ് 21-ാം തീയതി എക്സാമിന്. ഡോക്ടർ വി നാരായണൻ. ആരാണ്? ഡോക്ടർ വി നാരായണൻ. ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിന്റെ വേദി എവിടെ വന്നിട്ടുണ്ടോ? സീനിയർ സ്കൂൾ അത്ലറ്റിക്സിന്റെ വേദി റാഞ്ചിയാണ്. എവിടെയാണ്? ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിന്റെ വേദി റാഞ്ചിയാണ്. 2025 ജനുവരിയിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ ഇന്ത്യയുടെ അതിർത്തി പ്രദേശം. ഈ അടുത്ത് മ്യാൻമാറിലും ഇവിടെയൊക്കെ ബാങ്കോക്കിലൊക്കെ ഭൂകമ്പം ഉണ്ടായത്. ഭൂമികൾക്ക് ഉണ്ടായി കേട്ടോ. അപ്പൊ അത് വേറെയാണ്, ഇത് വേറെയാണ്. ടിബറ്റ്. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ പ്രസിഡന്റ് ഒരു ബഹദൂർ ആണ് അറിയിക്കുക. ബഹദൂർ സിംഗ് സാഗു.
ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ പ്രസിഡന്റ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. ബഹദൂർ സിംഗ് സാഗോ. രക്തത്തിലെ കൊളസ്ട്രോൾ കണ്ടെത്താൻ റാപ്പിഡ് ടെസ്റ്റ് സംവിധാനം ഒരുക്കിയ സ്ഥാപനം. അതാ വന്നിക്ക വീണ്ടും. നേരത്തെ മണ്ണിനെ കുറിച്ച് പറഞ്ഞപ്പം ബാക്ടീരിയ IIT ബോംബെ, ചന്ദ്രനിലെ മണ്ണിനെ കുറിച്ച് IIT മദ്രാസ്. നോക്കൂ, രക്തത്തിലെ കൊളസ്ട്രോൾ കണ്ടെത്താൻ ചോദിച്ചാൽ അപ്പം ഗുഹേനകത്താണ് രക്തത്തിലെ കൊളസ്ട്രോൾ, IIT ഗുവാഹത്തി. കേട്ടോ, രക്തത്തിലെ കൊളസ്ട്രോൾ കണ്ടെത്താൻ റാപ്പിഡ് ടെസ്റ്റ് IIT ഗുവാഹത്തി. അതുപോലെ തന്നെ ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള കോശങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുന്ന ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പിക്ക് കുത്തിവെക്കുന്ന ഹൈഡ്രോജെല്ല് വികസിപ്പിച്ചത് ഗുവാഹത്തി. അപ്പൊ ഗുഹേന്റെ ഉള്ളില് IIT ഗുഹയിലെ കൊളസ്ട്രോളും ക്യാൻസർ കോശവും ഉണ്ട് എന്ന് ആലോചിക്കുക, IIT ഗുഹയിൽ. കേട്ടോ, 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം നേരത്തെ പറഞ്ഞു ഇന്തോനേഷ്യ. മികച്ച ചിത്രത്തിനായുള്ള ഓസ്കാറിന്റെ പട്ടികയിലേക്ക് ഇടം നേടിയ മലയാള സിനിമ ഏതായിരുന്നു? ആടുജീവിതമായിരുന്നു. 2025 ജനുവരി 1 അന്തരിച്ച സസ്യശാസ്ത്രജ്ഞന്റെ പേരെന്താണ് മക്കളെ? ഡോക്ടർ KS മണിലാലാണ്. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കാസ് എന്ന പ്രാചീന ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിൽ വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ആര്? KS മണിലാൽ. ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത് ചോദിക്കാൻ സാധ്യത സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. പത്മശ്രീ ലഭിച്ചത് 2020 സംസ്ഥാനത്ത് ആദ്യമായി സ്കിൻ ബാങ്ക് ആരംഭിക്കുന്ന ഏത് ജില്ലയിലാണ്? സ്കിൻ ബാങ്ക് കേട്ടോ, തിരുവനന്തപുരം ജില്ലയിലാണ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ല കഴിഞ്ഞ വർഷമാണ്, അല്ലാതെയുള്ള GK ചോദ്യമല്ല. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച കണ്ണൂരാണ്. അപ്പൊ പ്രവാസികളുടെ വ്യവസായ പാർക്കിൽ വരുന്ന എവിടെയായിരുന്നു? കണ്ണൂർ ജില്ലയിലാണ്. ഏറ്റവും കുറവ് മഴ ലഭിച്ചത് ട്രിവാൻഡ്രത്താണ്. കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് മക്കളെ. 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. ONV കലാനിധിയുടെ പേരില് ONV പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ആർക്ക്? കൈതപ്രത്തിന്. ഹരിവരാസനം പുരസ്കാരം കിട്ടിയതോ? കൈതപ്രത്തിന്. രണ്ടും പഠിച്ചു വെക്കുക. 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2024 ലഭിച്ചതോ? ഹരിവരാസനം പുരസ്കാരം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് 2024 PK വീരമണിദാസൻ. അത് ചോദിക്കും ചിലപ്പോ. PK വീരമണിദാസൻ. രാജ്യത്തെ ആദ്യമായി ആഭ്യന്തര വിമാന സർവീസുകളിൽ വൈഫൈ സൗകര്യമൊരുക്കിയ വിമാന കമ്പനി എയർ ഇന്ത്യയാണ്. ജനുവരി 2025 അതിന് ആ ഒരു വർഷം ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് എന്നൊരു സർട്ടിഫിക്കറ്റ് ലഭിച്ച സ്ഥാപനമാണ് സെയിൽ എന്ന് പറഞ്ഞാൽ നല്ല സെയിൽ നടത്തിയോണ്ട് നല്ല സ്ഥലമാണ് ജോലി ചെയ്യാൻ. ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. കേട്ടോ, വന പരിസ്ഥിതി വ്യവസ്ഥയെ ഹരിത GDPയുമായി ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം. വന പരിസ്ഥിതി വ്യവസ്ഥയെ ഹരിത GDPയുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഉറപ്പായിട്ടും ചോദിക്കുന്ന അടുത്ത ഷുവർ ക്വസ്റ്റ്യൻ. ഇന്നത്തെ ക്ലാസ് തന്നെ 2 മണിക്കൂറായി ഞാൻ നിർത്താതെ ഒറ്റ സ്ട്രെച്ചിൽ വെള്ളം പോലും കുടിക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ക്ലാസ്സിന് ഒരുപാട് ഷുവർ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. 2024 ഖേൽരത്ന പുരസ്കാരം പഠിച്ചു വെച്ചേക്കുക അല്ലെ. 25 UN വർഷം നമ്മൾ പഠിച്ചു. നമ്മുടെ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഈ പറയുന്ന പുതിയ ഐറ്റംസ് നമ്മൾ പഠിച്ചു അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ഭാഷ, ഏത് ഭാഷ? ക്ലാസിക്കൽ ഭാഷ പഠിച്ചു. അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് സംഖ്യ ഒരുമിച്ച് പഠിക്കാറുണ്ട്. അതുപോലെ നിങ്ങൾ ഗുഗേഷിനെ പഠിച്ചു അല്ലെ. ഗുഗേഷിനെ പഠിച്ചില്ലേ? D ഗുഗേഷ്. ആ ഗുഗേഷിന് ഖേൽരത്ന പുരസ്കാരം കിട്ടുന്നു. നമ്മുടെ ഒളിമ്പിക്സിൽ നമ്മുടെ അഭിമാനമായി മാറിയ 2 മെഡൽ അടിച്ച മനു ഭാക്കർ ഖേൽരത്ന കിട്ടുന്നു. ഹർമൻ പ്രീത് സിംഗ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ, ഖേൽരത്ന കിട്ടുന്നു. പ്രവീൺ കുമാർ പാരാ അത്ലറ്റ് ആണ്, അദ്ദേഹത്തിനും എന്ത് കിട്ടുന്നു? ഖേൽരത്ന. അപ്പൊ ഗുഗേഷ്, മനു, ഹർമൻ, പ്രവീൺ. ഗുഗേഷ്, മനു, ഹർമൻ, പ്രവീൺ. ഇത് ഞാൻ പാട്ട് പാടി താറുമായിട്ട് പഠിപ്പിച്ചാണ് പിള്ളേരെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരെ ബൈഹാർട്ട് പഠിക്കുക. ഗുഗേഷ്, മനു, ഹർമൻ, പ്രവീൺ. ഇത് ഖേൽരത്നയാണ്. ഉറപ്പായിട്ട് ചോദിക്കും. ഭാരതരത്ന, ഖേൽരത്ന ഇതൊക്കെ PSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യ മേഖലയാണ്. ഖേൽരത്ന പുരസ്കാരം ഇന്ത്യയുടെ പരമോന്നത സ്പോർട്സിലെ പുരസ്കാരമാണ് ഖേൽരത്ന. D ഗുഗേഷ്, മനു ഭാക്കർ, ഹർമൻ പ്രീത് സിംഗ്, പ്രവീൺ കുമാർ. അങ്ങനെയാണെങ്കിൽ 2024 അർജുന അവാർഡ് നേടിയ മലയാളി. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ നീണ്ടു പോയതാണ്. PDF-നകത്ത് അവിടെ ഒരു ഗ്യാപ്പ് എൻ്റർ അടിക്കേണ്ടിയിരുന്നു. 2024 അർജുന അവാർഡ് നേടിയ മലയാളി സാജൻ പ്രകാശ് ആണ്. നീന്തൽ താരമാണ് സാജൻ പ്രകാശ്, നിങ്ങൾക്കറിയാം. എന്നാൽ ദ്രോണാചാര്യ അവാർഡ് ആജീവനാന്ത പുരസ്കാരം ലഭിച്ച മലയാളിയോ? ഖേൽരത്ന കിട്ടിയ 4 പേര് പഠിച്ചു. അർജുന അവാർഡ് നേടിയ മലയാളി സാജൻ പ്രകാശ് പഠിച്ചു.
ദ്രോണാചാര്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിശീലകർക്ക് കിട്ടുന്നതാണ്. അപ്പൊ ബാഡ്മിന്റൺ എന്ന് പറയുന്ന ഐറ്റത്തിലെ പരിശീലകനായ മുരളീധരൻ, മുരളീധരൻ എന്ത് കിട്ടുന്നു? മുരളിക്ക് ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം കിട്ടുന്നു. ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം കിട്ടുന്നു. അപ്പൊ നമ്മളെ ക്ലാസ് നീണ്ടുപോയിട്ടുണ്ട്. ഇനിയും തുടർച്ചയായിട്ട് ഞാൻ പറഞ്ഞു 2 മണിക്കൂർ അധികമായിട്ട് ഒറ്റ സ്ട്രെച്ചിൽ പറയാണ്. അതുകൊണ്ട് ഒരു ബ്രേക്ക് എടുക്കുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.